ന്യൂസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളതാണ് കോരന് കഞ്ഞി എപ്പോഴും കുമ്പിളിൽ തന്നെ എന്നുള്ളത്. ഇനി പിണറായി വിജയന്റെ അച്ഛന്റെ പേര് കോരനായതുകൊണ്ട് ആ കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇന്ന് ചർച്ച നടത്തേണ്ട ഒരു വിഷയം നമ്മുടെ മുൻപിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ അടിസ്ഥാന വർഗത്തെ ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും ഇനി മേലാള വർഗത്തെ ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും അതിൽ ഒരുപാട് കാമ്പുള്ള അതല്ലെങ്കിൽ കാമ്പില്ലാത്ത ഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്ത അതിഥികളെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ബാബാജി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, അതുപോലെ രാമസിംഹൻജിയും സുപരിചിതമാണ്. നമ്മുടെ രണ്ട് അതിഥികൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാബാജി നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ ആ ഒരു വിഷയം നമ്മൾ എല്ലാവർക്കും അറിയാം. ആനുകാലിക വിഷയങ്ങളൊക്കെ നോക്കിക്കാണുന്ന ഒരു ആചാര്യൻ എന്നുള്ള ലെവൽ കൂടി അങ്ങയോടത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം, അങ്ങ് രാഷ്ട്രീയക്കാരനല്ല, എല്ലാവരുടെയും ഒരു ആചാര്യനാണ്. അതല്ലാതെ ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല, എല്ലാവരെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രത്തോടു കൂടി തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് പോവേണ്ട ഒരു ആചാര്യൻ തന്നെയാണ്. ഇതിലെ ഒരു ആ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഈ വിഷയത്തിലെ വസ്തുതകളെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബൈജുജിക്കും അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ രാമചന്ദ്രൻജിക്കും പ്രത്യേകം പ്രണാമം. നമ്മള് ഈ വിഷയം ഇങ്ങനെ ഒരു പരാമർശം ഈ സിനിമാ നടൻ കൂടി ആയിരിക്കുന്ന കൃഷ്ണകുമാർജി പറഞ്ഞത്, അത് കാണുന്നതിന് മുമ്പേ നമ്മൾ കണ്ടത് അതിന്റെ വിമർശനങ്ങളായിരുന്നു. അപ്പോഴായിരുന്നു സത്യത്തിൽ അത് എന്താ സംഭവം എന്ന് അന്വേഷിച്ച്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ്, അതിന്റെ ആദ്യവും അവസാനവും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വനിദേഹം എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. പിന്നെ എപ്പോഴും ഇന്നിപ്പോ ഈ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, അപ്പൊ ചാനൽ മാർക്കറ്റിംഗ് ആയിരിക്കാം, പല പല വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോ അവരത് ചെറിയ കഷ്ണം വെട്ടിക്കൊണ്ട് പറഞ്ഞായിരിക്കും. നിജസ്ഥിതി അറിയണമെങ്കിൽ ഈ കൃഷ്ണകുമാർജിനോട് തന്നെ സംസാരിക്കണം, അല്ലെങ്കിൽ ആ വീഡിയോ മുഴുവൻ കാണണം. അപ്പൊ ഇത് സാധ്യമായിട്ടില്ല. എന്നിരുന്നാലും ആ വിഷയത്തെ എടുത്തു ഉയർത്തുന്നവര് അതിനെ ഉയർത്തി കാണിക്കുന്നത് ഈ ഒരു കുഴി കുത്തി കഞ്ഞി കുടിക്കുന്ന വിഷയവുമായിട്ടാണ്. അപ്പൊ അതിന്റെ വീഡിയോയിൽ കാണുന്ന നേരത്തും കൃഷ്ണകുമാർജി പറയുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ ഈ ഒരു വീട്ടില് ജോലിക്ക് വരുന്ന ജോലിക്കാര് പാടത്തെ പണിയെല്ലാം കഴിഞ്ഞ് ആ വിയർപ്പോടുകൂടി നിൽക്കുന്ന നേരത്ത് അവർക്ക് കഞ്ഞി കൊടുക്കുമ്പോൾ കഞ്ഞി കുടിക്കാൻ നേരത്തിന് ഈ അദ്ദേഹം കൈകൊണ്ട് കാണിക്കുന്ന അര അടി ആഴത്തിലൊരു കുഴിയെടുത്ത് അവിടെ വട്ടയിലയോ അല്ലെങ്കിൽ മറ്റുള്ള ഇലകളോ ഒക്കെ വെച്ച് അതിലേക്ക് കഞ്ഞി വിളമ്പി, അത് പഴങ്കഞ്ഞി തന്നെ അവർക്ക് വേണം. അത് കഴിക്കുമ്പോൾ അത് കാണുന്ന നേരത്ത് ഇന്നത്തെ കൃഷ്ണകുമാറിന്റെ കാര്യമല്ല അദ്ദേഹം പറയുന്നത്. അതാണ് അതിലൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ബാല്യകാലത്തെ കൃഷ്ണകുമാറിനെ ആ കഞ്ഞി കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അത് ആവേശത്തോടു കൂടി ആഗ്രഹത്തോടെ ആർത്തിയോടു കൂടി നോക്കി നിന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ അതിൽ കണ്ടത് ഒരു കുട്ടിയുടെ ഒരു ആഗ്രഹം മാത്രമായിട്ടാണ് നമ്മൾ അതിൽ കണ്ടത്. അത് ഇന്നത്തെ കൃഷ്ണകുമാറിനെ കാണുന്നില്ല, നമുക്ക് കാണുന്നില്ല. കാരണം നമ്മൾ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയോ കൃഷ്ണകുമാറിന്റെ കാസ്റ്റ് പോലും നമുക്ക് അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞ ഈ പറയപ്പെടുമ്പോ എല്ലാവരും ഈ സവർണൻ എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ ആവണോ അല്ലേ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഏകദേശം തൊലിവെളുപ്പിന്റെ കാര്യത്തിൽ നമുക്കും അത്യാവശ്യം നിറമൊക്കെ ഉണ്ട്. അപ്പൊ ഈ തൊലിവെളുപ്പ് നോക്കിയിട്ടാണോ ഈ പറയുന്നത് നമുക്ക് അറിയില്ല. എന്തായാലും ശരി, ഇദ്ദേഹം പറയുന്ന വിഷയം അദ്ദേഹം നായർ വിഭാഗത്തിലുള്ളതാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഈഴവ വിഭാഗത്തിലുള്ളതാണ്. ഇവരുടെ ലവ് മാരേജ് ആയിരുന്നു, അതും ഒരു യുദ്ധം ചെയ്തിട്ടാണ് ഞാൻ അവരെ സ്വന്തമാക്കിയെന്നൊക്കെ അദ്ദേഹം മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങേക്ക് അറിയാൻ വേണ്ടി കൂട്ടിച്ചേർത്തേ ഉള്ളൂ. ഓ സന്തോഷം. അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയുക, ഇവര് പറയപ്പെടുന്ന ഒരു ജാതീയ വിപ്ലവത്തിന് ഒരു സാക്ഷ്യം വഹിച്ച ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വിവാഹം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മുമ്പാണല്ലോ. എന്തായാലും ഇപ്പൊ ഈ ഒരു വർത്തമാന കാലത്തല്ല, കുറച്ച് മുന്നേ ആയിരിക്കും. കാരണം കുട്ടികളെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ, പെൺകുട്ടികളും ഒക്കെ നല്ല എന്താ പറയുക ഒരേ പ്രായത്തിൽ തോന്നിക്കുന്ന കുട്ടികളൊക്കെയാണ്. അപ്പൊ ആ പ്രായം എന്തായാലും ഇവരുടെ വിവാഹ സമയത്ത് ഉണ്ടായിരിക്കും. എന്തായാലും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഒരു മാറ്റത്തിന് കാഴ്ച, അല്ലെങ്കിൽ നായർ വ്യവസ്ഥയിൽ അങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്ന ഒരാളല്ല എന്നുള്ളത് അറിയാൻ പറ്റിയൊരു സന്തോഷം. ഇനി അല്ലെങ്കിലും നമുക്ക് വിരോധം കേട്ടോ. അപ്പോ ഈ ഒരു കുഴി കുത്തി കഞ്ഞൂടി ഇദ്ദേഹം ഒരു ബാല്യകാലത്തെ കാര്യം പറയുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവരുന്നു എന്നുള്ളതിനോട് നമുക്ക് യോജിപ്പില്ല. ഇപ്പൊ തിരിച്ച് അദ്ദേഹം ചിലപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ രാഷ്ട്രീയം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയം പറയുന്നില്ല, മറിച്ച് ഈ കുഴികുത്തി കഞ്ഞുകുടി എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. അപ്പൊ ബൈജുജിക്ക് അറിയുമായിരിക്കും, നമ്മുടെ ആശ്രമത്തിൽ വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന ഒരു ദിവസം ഡിസംബർ 4, അന്ന് മഹാചണ്ടാള ജയന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത്. കാരണം നമുക്കറിയാം ശങ്കര ജയന്തി ഉണ്ട്, വ്യാസ ജയന്തി ഉണ്ട്, ഹനുമാൻ ജയന്തി ഉണ്ട്. അപ്പൊ നമ്മുടെ ആശ്രമം മുന്നോട്ട് വെച്ചത് എന്താ വെച്ചാൽ ചണ്ടാളൻ എന്നൊരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ ഉണ്ട്, അതിന് സംശയമൊന്നുമില്ല. താഴ്ന്നവൻ എന്നൊരു വ്യവസ്ഥ ഇല്ല എന്ന് നമ്മളും പറയും. താഴ്ന്നവനില്ല, താഴ്ത്തപ്പെട്ടവരേ ഉള്ളൂ. രണ്ട് വാക്കിന് വ്യത്യാസമുണ്ട്. താഴ്ത്തപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അധികാരി വർഗം ഒരു വിഭാഗത്തെ താഴ്ത്തി വെച്ചതാണ്. അത് ഇന്നും
ഇന്നും അധികാരികൾ ഇവിടുത്തെ എന്താ പറയുക വോട്ടർമാരെ അത്ര ഉയർത്തിക്കൊണ്ടുപോകുന്നൊന്നുമില്ല. ഇന്നിപ്പോ നമ്മളുടെ മന്ത്രിമാർ വരുമ്പോ നമുക്ക് വഴി നടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന നിയമപരമായിട്ടുള്ള പ്രിവിലേജ് നമുക്കില്ല. ഇന്നിപ്പോ ഈ റോട്ടിലൊക്കെ എന്തൊക്കെയോ അടി നടക്കുന്നതൊക്കെ നമ്മൾ വാർത്തയിൽ കാണുകയുണ്ടായി. ഇപ്പോ ഈ സർക്കാരിന്റെ യാത്രയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് അവരാ ചെയ്യുന്നത് നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ രാഷ്ട്രീയക്കാർക്കും അധികാരി വിഭാഗങ്ങൾക്കുമുള്ള ഒരു പ്രിവിലേജ് നമുക്കില്ല. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ ആരാണോ അധികാരം കൈയാളിയത് അവരവിടുത്തെ സാധാരണ ആളുകളെ വർക്കർമാരായിരിക്കാം മറ്റുള്ളവരെ ഒരു താഴ്ത്തി വെക്കുന്ന രീതി ഉണ്ടായിരുന്നു, സത്യമാണ്. എന്നാൽ അത് മാത്രമാണോ ഈ കുഴികുത്തി കഞ്ഞുടിക്ക് ആധാരം എന്നുള്ളതിൽ നിന്നാണ് നമ്മുടെ ആശ്രമം ഈ ഒരു കുഴികുത്തി കഞ്ഞുടി ഡിസംബർ 4 ചണ്ടാള ജയന്തിക്ക് പ്രധാനപ്പെട്ട ഒരു വിശേഷ ചടങ്ങായിട്ട് വെച്ചത് ഈ കുഴികുത്തി കഞ്ഞുകുടി എന്ന്. അതിന് 2 വീക്ഷണമാണ് ആശ്രമം വെച്ചത്. 2 വീക്ഷണത്തിൽ ഒന്നെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന താഴ്ത്തപ്പെട്ടവരെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിച്ചിരുന്നു, അതാണ്. എന്നാൽ അത് മാത്രമാണോ? അല്ല, അതിനൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. അതിനൊരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉന്നതി അല്ലെങ്കിൽ ഒരു ഉയർന്ന കാഴ്ചപ്പാട് അതിനുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ആശയം. അപ്പൊ ഈ ആദ്യം പറഞ്ഞ ആശയത്തെ ഉയർത്തതിനപ്പുറം ഈ രണ്ടാമത്തെ ആശയത്തെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു തവണയും നമ്മളുടെ ഈ ജയന്തി ഉണ്ടായ സമയത്ത് അവിടെ കഞ്ഞി കുടിച്ചതിൽ സത്യം പറഞ്ഞ ജാതി പറയുകയാണെങ്കിൽ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇതിലൊന്നും പെടാത്ത പഞ്ചമരോ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ, അത് ഇസ്ലാമിയങ്ങൾ, ക്രൈസ്തവര്, നമ്മുടെ ശിഷ്യരും ഭക്തരായിട്ട് ഒരുപാട് ആളുകളുണ്ട്. സ്ത്രീ പുരുഷ ഭേദം ഇല്ലാണ്ട് എല്ലാ ആളുകളും ആ കുടിയിൽ നിന്ന് കഞ്ഞി കുടിക്കാൻ തയ്യാറായി. ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്താണ്? അതാണ് നമ്മളുടെ ഇന്നത്തെ മനസ്സ്. ഒരു കാലത്തിൽ ഇപ്പൊ കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഒരു കാലത്ത് കുടിക്കാൻ ഇപ്പൊ ഈ കൃഷ്ണകുമാർജിയെ പോലെ ആഗ്രഹമുള്ളവർക്ക് അന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, വീട്ടിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇതൊരു ചടങ്ങ് കൂടി ആവുമ്പോൾ അവിടെ വന്നത് കഴിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു സന്ദേശം തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇത് കണ്ടപ്പോൾ തോന്നിയത്. ഈ ഒരു വിഷയം കണ്ടപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആശ്രമത്തിലുള്ളവരെ അറിയിച്ചിരുന്നു. കൃഷ്ണകുമാറിന് പറ്റുകയാണെങ്കിൽ ഈ ഒരു വീഡിയോന്റെ ഈ ഒരു ആചരണത്തിന്റെ വീഡിയോ അയച്ചു കൊടുക്കും. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത തവണ വന്ന് കുടിക്കട്ടെ എന്ന് തന്നെയുണ്ട് നമ്മളുടെ കാഴ്ചപ്പാട്. അടുത്ത തവണ ചണ്ടാളമടത്തേണ്ട അവസരമുണ്ട്. പഴങ്കഞ്ഞി ആയിരുന്നില്ല, പക്ഷെ അടുത്ത തവണ തൊട്ട് പഴങ്കഞ്ഞി തന്നെ വെള്ളം. ഇപ്രാവശ്യം ചൂട് കഞ്ഞി ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വാർത്ത കേട്ടപ്പോൾ പഴങ്കഞ്ഞിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആ മോരൊക്കെ കൂട്ടി ആ ഒരു എന്താ പറയാ കാന്താരി മുളകൊക്കെ ഞെരടി പിടിപ്പിച്ച ഒരു ഉപ്പൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരു കഞ്ഞിക്ക് ഒരു എന്താ നമ്മൾ പറയാ വെള്ളച്ചോറ് എന്ന് പറയും. ബൈജൂജിന്റെ നാട്ടിലൊക്കെ അങ്ങനെ പറയാതെ കരുതുന്നു. ഈ വെള്ളച്ചോറ് തലേ ദിവസം ചോറ് വെള്ളം ഒഴിച്ചു വെച്ചത് കഴിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. കാലത്ത് കഴിക്കുമ്പോൾ ഒരു എനർജി തന്നെയാണ്, സംശയമൊന്നും. അപ്പൊ ഇനിയിപ്പോ നമ്മളിത് പറയുമ്പോൾ പലരും പറയും വെള്ളപൂശിയാണെന്ന് പറയും. നമുക്ക് കൃഷ്ണകുമാറിന് വെള്ളപൂശേണ്ട ആവശ്യമില്ല, നമ്മളുടെ വീക്ഷണമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് കുഴി കുത്തി കഞ്ഞി കുടിക്കേണ്ടി വന്നത്? അവിടെയാണ് നമ്മൾ എപ്പോഴും പറയാം ആദിമ ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈ കാർഷിക വൃത്തിയുമായി നിൽക്കുന്ന നമുക്കെല്ലാം അറിയാം, തദ്ദേശീയമായിരിക്കുന്ന അതാത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കാണ് ബേസ്. നമ്മളൊക്കെ അതിൽ നിന്ന് സാംസ്കാരികമായിട്ടുള്ള കാലത്തിനുള്ള മാറ്റങ്ങളിലൂടെ പോകുന്ന ആളുകളിൽ നിന്ന് മറ്റവർക്ക് അത് ഇല്ല എന്നല്ല പറയും. അപ്പൊ അവിടെ ആ ഒരു ആദിമ ജനതയെ സംബന്ധിച്ച് ഇപ്പൊ പാത്രങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ കഞ്ഞിയൊക്കെ വേവിച്ച് കഴിക്കണമെങ്കിൽ പാത്രം ഉണ്ടാവണം. അപ്പൊ വേവിച്ച് കഴിക്കുന്ന സമയത്ത് കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു 10,000 പാത്രം, നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഈ തട്ട് ഭക്ഷണം പറഞ്ഞിട്ട് 150-200 രൂപയുടെ അല്ലെങ്കിൽ 500 രൂപ 1000 രൂപയുടെയൊക്കെ സദ്യ പറയുമ്പോൾ ഒത്തിരി കുഞ്ഞു പാത്രങ്ങൾ ഉണ്ടാവും. ഇതുപോലെ പണ്ടത്തെ കാലത്ത് കൊണ്ട് നടക്കൽ ഒരു ഭൂഷണമുള്ള കാര്യമല്ല. അപ്പൊ ഒരു കാലത്തിൽ കഞ്ഞി വെച്ചാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു ഇല മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ തേക്കിന്റെ ഇലയായിരിക്കാം, അല്ലെങ്കിൽ വാഴയിലായിരിക്കാം, വട്ടലയായിരിക്കാം, ചേമ്പിന്റെ ഇലയായിരിക്കാം. ഇതുമായി ആ പാടത്തേക്ക് ചെല്ലുമ്പോൾ അയാൾക്ക് ആ ചെയറോട് കൂടി വരുമ്പോ പിന്നെ കുളിച്ചു വരാനൊന്നും പറ്റില്ല. ആ സമയത്തിന് സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കാം, ചിലപ്പോ നമ്മൾ വേറെന്തെങ്കിലും വീട്ടിൽ തന്നെ വാഴയ്ക്ക് തടവൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു കുഴി വെട്ടി അതിലൊരു ഇല വെച്ച് കഴിക്കുക എന്നുള്ളത് അവിടെ പെട്ടെന്ന് സ്വീകാര്യ മാർഗമാണ്. അത് അവരുടെ സംസ്കൃതിയുടെ ഭാഗമാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, സംസ്കൃതിയുടെ ഭാഗമാണ്. എന്താണ്? ആ കുഴിയിൽ ഇല വെച്ച് കഞ്ഞി കുടിക്കുക എന്ന്. അന്ന് പാത്രമില്ല, പാത്രം കൊണ്ടുപോകാനുള്ള അസൗകര്യവും ഉണ്ട്. അപ്പൊ അങ്ങനെ വെച്ചു. അപ്പൊ ബൈജുജിക്ക് ഒരു കാര്യം കാണിച്ചു, നമ്മളിവിടെ ചില സാധനങ്ങൾ എടുത്തു വെച്ചു. ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രമാണ്, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം. ഇത് ചിരട്ടയാണ്, വലിയ ചിരട്ടയാണ്. ഈ ചിരട്ടയിൽ വെള്ളം കുടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചിരട്ടയുടെ ഒരു ഗ്ലാസ്സാണ്. അപ്പൊ ഇത് കണ്ടല്ലോ, ഈ കഞ്ഞി കുടിക്കുന്ന പാത്രം ഇതിൽ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ട് ചിരട്ടയിൽ. ഇതിപ്പോ തമിഴ്നാട്ടിലൊക്കെ ഇന്നിപ്പോ പല ജാതികൾക്കും തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. ഇവിടെയാണ് വിഷയം. നമ്മൾ ചിരട്ട ഉപയോഗിക്കുന്ന എന്താ? പ്രത്യേകിച്ച് കെമിക്കൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ സ്റ്റീലിന്റെ പാത്രങ്ങളിൽ കെമിക്കൽ ഉണ്ട്. ചൂട് കഞ്ഞിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രാസപ്രവർത്തനമൊക്കെ ഉണ്ട്. ഇത്രയും സയൻസ് ഒക്കെ പറയുന്ന ആളുകളാണല്ലോ ലോകത്തൊക്കെ ചിന്തിക്കേണ്ടത്. അപ്പൊ ചിരട്ടയാവുമ്പോ കുഴപ്പമില്ല. പക്ഷെ മറിച്ച്
ആദ്യകാലത്ത് പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ചിരട്ടയൊക്കെയാണ് ഉപയോഗിച്ചത്. ഇപ്പൊ നമ്മൾ ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ട് ബൗദ്ധന്മാര് മരപ്പാത്രങ്ങളാണ് ഉപയോഗിക്കുക, ഒരു മരത്തിന്റെ പാത്രമാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കമണ്ടലുമാണ് നമ്മുടെ സന്യാസിമാര്, കമണ്ടലു ഒരു കായാണത്. അപ്പൊ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊക്കെ സംസ്കൃത ഭാഗമാണ്, അതിന് പിൻപറ്റാണ്. അപ്പൊ ഇവിടെ ചിരട്ട ഉപയോഗിക്കുന്നത് ആ സംസ്കൃത ഭാഗമായിട്ടാണ്. ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന തലപ്പാവ്, ഈ തലപ്പാവിന്റെ ഉള്ളിലിരിക്കുന്നത് പാളയാണ്. പാള ഇപ്പൊ ഈ കുഴികുത്തിക്കഞ്ഞോടിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ പാളത്തൊപ്പി. ഇന്നിപ്പോ പാളത്തൊപ്പി വെച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്താ പറയുന്നത്, ഈ പറഞ്ഞ ആളുകളെ ആക്ഷേപിക്കുകയാണെന്നാ പറയാ. എവിടെയും അപകർഷത ഉണ്ടാക്കി കൊടുക്കുന്നു. ആ ജനതയുടെ വക്താക്കളാണെന്ന് പറയുകയും എന്നാൽ അവർക്ക് അപകർഷത ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അതിനു വേണ്ടി അവരുടെ ചരിത്രത്തിനോ അവരുടെ ഹിസ്റ്ററിക്ക് അല്ലെങ്കിൽ അവരുടെ സംസ്കൃതിക്ക് ഒരു അഭിമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നില്ല. നമ്മുടെ രാജ്യത്ത് കാണുന്നില്ല, സംസ്ഥാനത്ത് കാണുന്നില്ല. പോരെ. എന്നാൽ ഈ രാജ്യം വിട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവിടത്തെല്ലാം ആ ആദിമ ജനതയ്ക്ക് അല്ലെങ്കിൽ അവരുടെ സംസ്കൃതിക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പദവി കൊടുത്തുകൊണ്ട് അവരുടെ സംസ്കൃതി സംരക്ഷണം നടക്കുന്നുണ്ട്. അവർക്ക് എന്താ പറയാ, ഈ നൂതനമായിരിക്കുന്ന വസ്ത്രം ധരിക്കാം, ഭക്ഷണം കഴിക്കാം, ജീവിതശൈലി ഒക്കെ ആവും. പക്ഷെ എന്നാൽ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ വ്യവസ്ഥകൾക്ക് കൃത്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് ആ ഏരിയ തന്നെ ആ രീതിയിൽ നിലനിർത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ല. അവിടെയാണ് ഇവർ ഈ അപകർഷത, ഈ പാളത്തൊപ്പി വെച്ചാൽ അത് താഴ്ന്നവനെ ആക്ഷേപിച്ചു. നാളെ കൃഷ്ണകുമാർ ഒന്ന് കേട്ടെ, പാളത്തൊപ്പി വെച്ചാൽ ആക്ഷേപിച്ചു എന്നാ പറയാ. രാമസിംഹൻജി ചെയ്താലും ആക്ഷേപിച്ചു എന്നാ പറയാ. നിങ്ങൾ കുഴികുത്തി കഞ്ഞി കുടിച്ചാലും പറയാ നിങ്ങൾ മറ്റവനതിക്ക് എത്തിക്കാനെന്ന് പറയാം. അല്ല, അവന്റെ സംസ്കൃത ഭാഗമാണ്. അപ്പൊ അവന്റെ മാത്രമാണോ? അല്ല, നമ്മളുടെ അപ്പനപ്പൂപ്പന്മാരെല്ലാം ഇങ്ങനെയാ കഴിച്ചത്. ഇവ മാറുമറയ്ക്കാത്ത വിഷയമാണ്. നേരത്തെ ഇതൊക്കെ എന്തോ ഈ താഴ്ന്ന ജാതിക്കാരുടെ, നമ്മൾ പറയല്ല, താഴ്ത്തപ്പെട്ടത് തന്നെയാണ് നമ്മളുടെ വാക്ക്. അല്ല, ഇവര് പറയുന്ന താഴ്ന്ന ജാതിക്കാർ മാറുമറച്ചില്ല എന്ന് പറയുമ്പോ അങ്ങനെയൊന്നും അല്ലാന്ന്. ഇവിടെ ആരും മാറുമറച്ചിരുന്നില്ല. കാരണം ഈ വസ്ത്രം എന്ന് പറയുന്ന സംഖ്യയുടെ കാഴ്ചപ്പാടൊക്കെ ഇങ്ങോട്ട് കടന്നു വരുന്നത് എപ്പോഴാ? അതിങ്ങനെ കയറി വന്നപ്പോ വിദേശികളും മറ്റുള്ളവർക്ക് വരുമ്പോൾ നമുക്ക് കുറെ കാഴ്ചപ്പാട്, നമ്മളെ പഴയ രാജാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ വിദേശികൾ എടുത്തു വെച്ചൊക്കെ ഉണ്ട്. ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പോയത്. അപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെയുണ്ട്. ആ വിഷയത്തിലാണ് നമ്മൾ ഈ കുഴി കുത്തി കഞ്ഞുകൂടിയും കാണുന്നത്. അവിടെയാണ് ആ കുഴി കുത്തിയത് ആ ഒരു സൗകര്യം പരിഗണിച്ചിട്ടാണ്. ഇത് തന്നെയാണ്. പിന്നെ കൂടാതെയാണ് ഈ ചെളിയൊക്കെ മേത്തുള്ള ഒരാള് നമ്മൾ തന്നെയാണെന്ന് കരുതും. നമ്മുടെ മേത്തൊക്കെ ചളിയാണ്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഓടി കയറില്ല. എന്താണ്? അവിടെയൊക്കെ ചളിയായി അല്ലെങ്കിൽ വിയർത്തിരിക്കുകയാണ്. അതൊക്കെ പാടെ അവിടെയൊക്കെ പാടെ ആക്കണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ പുറത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക, വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പുറത്തൊരാൾക്ക് മാത്രമല്ല, അകത്തൊരാൾക്കാണ് ഇത് തന്നെയാണ് വ്യവസ്ഥ. ഇവ ഇത്രയൊക്കെ പരിഹസിക്കുന്ന, കുറ്റം പറയുന്ന ആളുകൾ ഇവരാരെങ്കിലും ഇവരെ വീട്ടിൽ ചെളിയോടുകൂടി കാലെടുത്ത് വെക്കാൻ ഒരാളെ സമ്മതിക്കുമോ എന്ന് ഇവര് ചിന്തിക്കണം. ഇപ്പൊ ഈ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും ഇപ്പൊ മെഷീനൊക്കെ വേണമെന്നാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ചില ആളുകളൊക്കെ ശാരീരികമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വസ്തുതയാണ് അവരുടെ ഉപജീവനത്തിന് വേണ്ടി. അത്തരം ആളുകളെ എത്ര ആൾ ഇവരെ വീട്ടിലേക്ക് കയറ്റും? ഇവരെന്തുകൊണ്ട് കയറ്റുന്നില്ല? ഒരു റീസൺ വേണ്ടേ? അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കർഷകൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണെന്നൊന്നല്ല നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അവർക്ക് സൗകര്യം അതായിരുന്നു ഒരു കാലത്തെ എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ വിസ്മരിക്കാൻ പാടില്ല. എന്നാൽ കാലക്രമത്തിൽ പാത്രം എന്നൊരു വ്യവസ്ഥ വന്നപ്പോൾ ആ പാത്രം അവർക്ക് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് അത് അംഗീകരിക്കാൻ കഴിയില്ല. ചിലപ്പോ അവരെന്നെ പറയും, വേണ്ട, തമ്പരാനേന്നോ അല്ലെങ്കിൽ എളാരേന്നോ അല്ലെങ്കിൽ ഏട്ടാനോ സാമീനോ എന്താ പേരെന്നെ വിളിച്ചിട്ടാണ്, അത് വേണ്ട, ഞാൻ ഇങ്ങനെ കഴിച്ചോളാം, അത് നമ്മുടെ മര്യാദയാണ്. ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ എപ്പിയിലും നമ്മൾ പറഞ്ഞെന്താണ്, ഒരുത്തനെ കുഴി കുത്തി കഞ്ഞി കുടിച്ചേ പറ്റൂ എന്ന് പറയുന്നതും ഒരുത്തൻ 5 സ്റ്റാർ ലെവലിൽ ഭക്ഷണം കഴിച്ചേ പറ്റൂ എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെയാണ്. അവന്റെ താല്പര്യത്തിൽ നിന്നുള്ള കടന്ന്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്, ബൈജുജി പറയാണ് ബാബാജി ഇരിക്കാൻ പറ്റില്ല, ടീഷർട്ട് ഇട്ടിട്ട് പാൻറ് ഇട്ട് ഇരുന്നാൽ മതി, കോട്ടിട്ട് ഇരുന്നാൽ മതി, അല്ല ഇങ്ങനെ പറ്റില്ല, ബാബാജി കൊടുങ്ങല്ലൂർ പോയ പോലെ ഇരുന്നാൽ മതി, ഇങ്ങനെ പല നിർബന്ധിക്കുകയാണ്. ഈ നിർബന്ധ ബുദ്ധി ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ചരിത്രപരമായിട്ടുണ്ട്. അതാണ് തെറ്റ്. ഇവിടെ കൃഷ്ണകുമാർ പറഞ്ഞതിൽ ഈ ഒരു വിഷയം വന്നായിട്ട് നമ്മൾ കണ്ടില്ല. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇരുത്തിയത് നന്നായി എന്നും അത് കണ്ടിട്ടാണ് അദ്ദേഹം ആസ്വദിച്ചേ എന്നും പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട ഒരു വിഷയമൊന്നുമില്ല. ചരിത്രപരമായിട്ട് അതിനെ നോക്കിക്കാണുകയും അതിന്റെ ഹിസ്റ്റോറിക്കലായിട്ട് അതിനെയൊക്കെ സംരക്ഷിക്കണം, എങ്ങനെ ആളുകളെ നിർബന്ധിച്ചിട്ടല്ല. അതിനാണ് നമ്മുടെ ആശ്രമമൊക്കെ ഈ സംഭവം ചെയ്യുന്നത്. എന്താണ്, നമുക്ക് അപകർഷതയില്ല, ഇവിടെ വന്ന് കുടിക്കുന്നവർക്ക് അപകർഷതയില്ല. അതൊരു ആചാരമായിക്കൊണ്ട് അനുഷ്ഠാനമായിക്കൊണ്ടും ഒരു ചരിത്രപരമായ കാര്യമായി വെക്കുമ്പോൾ പോസിറ്റീവ് വെച്ചു. നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അടുത്ത ഘട്ടത്തിൽ പറയാന്നാണ് കരുതുന്നത്. അപ്പൊ ഇത് വെച്ചു, പിന്നെ അതിനുശേഷം കുടിക്കാനുള്ളവർക്ക് അവസരം കൊടുത്തു, ആർക്കും ഒരു കുഴപ്പം ഇതും തോന്നിയില്ല, അങ്ങനെ പോകുന്നു. അപ്പൊ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനത്തെ നമ്മളിവിടെ ആശ്രമത്തിലെ ആചാരങ്ങളും ബൈജുജിക്ക് അറിയാം. ഇവിടെ തോറ്റം ചൊല്ലിയും പാട്ടുപാടിയും കൊട്ടുകൊട്ടിയിട്ടും ഇല്ലേ, ഒരു ട്രൈബ് കൾച്ചറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തത്. ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ ദളിത് ട്രൈബ്സ്,
മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പൊ കേരള ദ്രവീഡിയൻ കൾച്ചറാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഇവിടെ നിർത്തുന്നതിന് വേണ്ട, നമുക്കും വേണമെങ്കിൽ ഇന്ന് മറ്റു രീതിയിലാവാമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ്? ഇത് ട്രഡീഷനാണ്. ഈ ട്രഡീഷൻ സംരക്ഷിക്കപ്പെടണം. അതിന്റെ ഭാഗമായിട്ടാണിത്. ഇതിനെ കുറിച്ച് ഒരാൾ പറയുന്ന നേരത്തെ അതിന്റെ നെഗറ്റീവ് മാത്രം കാണാതെ അതിന്റെ പോസിറ്റീവ് കണ്ടുകൊണ്ട് അത്തരം ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു. ഇത്തരം ആളുകൾക്ക് പേരുകൾ പോലും വേറെ രീതിയിലായിരുന്നു. രാമകൃഷ്ണനും ശ്രീരാമനും വിഷ്ണുവും മഹാദേവനും ഒന്നും ആയിരുന്നില്ല. ഇവിടുത്തെ ഈ പറയുന്ന ആളുകളുടെ പേരുകൾ അത് ചാത്തനും മുണ്ടനും നീലിയും ചക്കിയും ഒക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്പൂതിരിപ്പാട് നിങ്ങളെ നിർബന്ധിച്ചിടിയിപ്പിച്ചതാണ്. നിങ്ങൾക്കൊക്കെ മോശപ്പെട്ട പേര് വേണമെന്ന് ശ്രുതികാരന്മാർ പറഞ്ഞിട്ടുണ്ട്, ധർമ്മശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മോശപ്പെട്ട പേര് തന്നതാണോ എന്ന് പറഞ്ഞിട്ട് വികലമാക്കിക്കൊണ്ട് അപകർഷത ഉണ്ടാക്കുമ്പോഴാണ് നമ്മളിവിടെ പറഞ്ഞത് തെറ്റാണ്. അങ്ങനെയല്ല. ഈ മഹാദേവൻ എന്നുള്ളതും രുദ്രൻ എന്നുള്ളതും മഹാവിഷ്ണു എന്നുള്ളതും അല്ലെങ്കിൽ ഈ പറഞ്ഞ സരസ്വതി എന്നുള്ള പേരൊക്കെ അതെല്ലാം ഈ വൈദിക സമ്പ്രദായത്തിന്റെ ആ ഒരു വിശ്വാസ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്നാൽ ഈ ജനതയ്ക്ക് ഈ കുഴികുത്തിയ ഈ കാർഷിക വൃത്തി പോലെ തന്നെയാണ് ഇവരുടെ സംസ്കൃത ഭാഗമാണ്. മുണ്ടൻ എന്ന പേരിന് എന്താണ് കുഴപ്പം? മുണ്ടൻ വടി എന്ന് നമ്മൾ പറയേണ്ടതാണ്. തടിച്ച, വണ്ണമുള്ള എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പൊ നമ്മളെല്ലാം തികഞ്ഞ എന്നൊരു അർത്ഥമൊക്കെയാണ് മുണ്ടൻ എന്നുള്ളത്. മുണ്ടി എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ചക്കി എന്നാൽ സഖിയാണ്, കൂട്ടുകാരിയാണ്. എവിടെയാണ് ഇവിടെ പ്രശ്നം? നീലാണ്ടൻ നീലകണ്ഠനാണെന്ന് കരുതണ്ട, നീലകണ്ഠനാണെന്ന് അർത്ഥം വരുത്തണ്ട. എന്തിനാ അങ്ങോട്ട് പിടിക്കുന്നേ? നീലാണ്ടൻ എന്താ കുഴപ്പം? ചൈനക്കാരന്റെ പേര് നമ്മുടെ പേര് പോലെ അല്ലല്ലോ. ഒരു അറബിയുടെ പേര് നമ്മുടെ പോലെ അല്ലല്ലോ. ഒരു യഹൂദന്റെ പേര് നമ്മുടെ പോലെ ആയിരിക്കില്ലല്ലോ. പിന്നെ എന്തിനാണ്? പക്ഷെ എന്താണ് നമ്മളിൽ അപകർഷണം നിറയ്ക്കാൻ വേണ്ടി ഇത് മറ്റാരോ നിങ്ങൾക്ക് നിർബന്ധിച്ച്, ബ്രാഹ്മണർ നിർബന്ധിച്ച് തന്നാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സംസ്കൃതിയെ നശിപ്പിക്കാണ്. ഈ ജനതയുടെ സംസ്കാരം മോശമാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് അവർക്കെന്നും അപകർഷത ഉണ്ടായിക്കൊണ്ട് അവരെന്നും അടിമത്വത്തിലേക്ക് താഴ്ത്തിർത്തിക്കൊണ്ട് നിലനിർത്തുക എന്നൊരു ഉദ്ദേശമാണ് ഇതിന്റെയൊക്കെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പുറകിൽ അത് തന്നെയാണ് നടക്കുന്നത്. ക്ഷേത്രപ്രവേശനം പോലും ഉണ്ടായപ്പോൾ നമ്മൾ ഇപ്പോഴും പറഞ്ഞു ക്ഷേത്രപ്രവേശനം എന്നൊരു ആശയം നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല, നമ്മുടെ ജനതയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല എന്നത്. വഴി നടക്കണമായിരുന്നു. വഴി നടക്കാൻ സമ്മതിക്കാതിരുന്നത് മാത്രമാണ് അതിലെ ഒരു മാനുഷികമായിട്ടുള്ള മൂല്യത്തിൽ നിന്നുള്ള കടന്നുകയറ്റമായിട്ട് നമ്മൾ കാണുന്നത്. അല്ലാതെ അമ്പലത്തിൽ കയറിയത് എന്തോ മഹത്തരമാർന്ന കാര്യമാണ്, അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ചെയ്തു, ഇത് നമ്മളൊന്നും കാണുന്നില്ല. അമ്പലത്തിൽ കയറുകയല്ല, ഇവർക്കും നമുക്കും നമ്മുടെ ജനതയ്ക്കും ആരാധന അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാകും. ആദി ജനതയുടെ ആരാധനയാണ്. ക്ഷേത്രത്തിൽ കയറേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ് അതിനെ ഉയർത്തി കാണിക്കുന്നു, അതല്ല ആവശ്യം. ഇപ്പൊ അത് പറഞ്ഞാലും പറയും കൊണ്ട് അമ്പലത്തിൽ കയറ്റിയത് വേണ്ടാന്നാ പറയണെന്ന് പറയും. ഇതാണ് ഭിന്നിപ്പ് ഉണ്ടാക്കുകയും അപകർഷത ഉണ്ടാക്കുകയാണ് ആവശ്യം. നമ്മൾ വേണം നമ്മുടെ സംസ്കൃതി ഉണ്ട് എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പേരുകളുണ്ട്. ഇപ്പൊ ചണ്ടാള ബാബ, ചണ്ടാള മുത്തൻ എന്ന് പറയും. മുത്തൻ എന്ന് പറഞ്ഞാൽ മുക്തി നേടിയവന്ന, ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ അർത്ഥം ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അപകർഷത. ഈ കൃഷ്ണകുമാർജിയുടെ വിഷയത്തിലും ഈ അപകർഷത തന്നെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം കുഴികുത്തി കഞ്ഞുകൂടി എന്ന് മാത്രമല്ല, ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നത മനുഷ്യർ, ഈ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും, ദലിത് ട്രൈബ്സ്, മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ കൃത്യമായ ചരിത്രം പഠിക്കാനും അവരുടെ സംസ്കൃതി പഠിക്കാനും അവരുടെ ആചാര വിശ്വാസ പാരമ്പര്യം പഠിക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ തരത്തിൽ ഇന്നും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു എന്താ പറയാ ഈ ഭിന്നിപ്പിന്റേതായിരിക്കുന്ന ഈ രാഷ്ട്രീയ നീക്കങ്ങളെ ചെറുക്കാൻ നമുക്കാകുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ആദ്യഘട്ടം അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് രാമസിംഹജിയുടെ സംസാരത്തിന് ശേഷം നമുക്ക് അവസരം തരികയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പറയാൻ വേണ്ടി ശ്രമിക്കാം. നമസ്കാരം. രാമസിംഹജി, നമ്മള് ഇത് കൃഷ്ണകുമാറിന്റെ ഈ വിഷയം വന്നത് കൊണ്ട് സത്യത്തിൽ ഇങ്ങനത്തെ ഓരോ വിഷയം വരുന്നത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പഴയ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുള്ള അവസരങ്ങൾ കിട്ടുന്നത് എന്നത് യാഥാർത്ഥ്യം. നമുക്കറിയാം EMS നമ്പൂതിരിപ്പാട് എന്ന് വിളിക്കപ്പെടുന്ന CPM-ന്റെ സമുന്നത നേതാവ്, അതുപോലെ AKG എന്ന് വിളിക്കുന്ന മറ്റൊരു സമുന്നത നേതാവും, ഇവരൊക്കെ ഏത് രീതിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചതെന്നും ഇന്നും അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെയൊക്കെ ചിത്രങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ട് തന്നെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയക്കാരനല്ല, അങ്ങനെ ഒരു തീവ്ര ഹിന്ദുത്വ അതല്ലെങ്കിൽ ആ ഒരു സനാതനവാദി ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഊന്നിക്കൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയം മാറ്റിവെക്കാൻ നമ്മൾക്ക്, കാരണം ഞാനും ഒരു രാഷ്ട്രീയക്കാരനല്ല, ബാബാജിയും രാഷ്ട്രീയക്കാരനല്ല, അങ്ങും രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രം തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയം. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടുള്ള അങ്ങയുടെ ഒരു വീക്ഷണം വരുന്നത്? എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു ഭാഗ്യം സിദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വയനാട്ടിൽ ജനിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ വളർന്നത് വനവാസികൾക്കൊപ്പമാണ്. അവിടുത്തെ പണിയ, കുറുമ, കുറിച്യ, നായ്ക്കര്, നായ്ക്കര്, ഇങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളുടെ തോളത്ത് കൈയിട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. പിന്നെ ഈ
കുഴികുത്തി അന്നം കൊടുക്കുന്ന രീതി കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഇപ്പൊ 61 വയസ്സാവുന്നു. എനിക്കൊരു 3 വയസ്സുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്. പക്ഷെ എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവും. ആകെ കൂടി ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ സ്കൂള് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, അവര് ഉയർന്ന ജാതിയിൽപ്പെട്ട ആള്, ആ വീട്ടിൽ ചെന്ന് എന്നെ അവിടെ കയറ്റിയിരുത്തി എനിക്ക് കാപ്പി തന്നിട്ട് അപ്പൊ എന്റെ കൂടെ വന്നോണ്ട് പോകാൻ അത് കഴുകി വെക്കണം കേട്ടോ ഗ്ലാസ്. എനിക്ക് ആകെ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം അതാണ്. അത് അവരുടെ സിസ്റ്റം അങ്ങനെയാണ്. ഞാൻ പണ്ട് കാര്യമില്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകി അവിടെ വെക്കണം. അവർ തരുന്ന പാത്രം തന്നെയാണ് കഴുകി വെക്കുന്ന ഒരു അത്. പിന്നെ ഈ പഴങ്കഞ്ഞി, ഇന്ന് മലയാള സിനിമയിൽ എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കും രാവിലെ ഈ സാധനം കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ്. തലേന്ന് പഴയ കഞ്ഞി എടുത്ത് അതില് ചെറിയ ഉള്ളി ഞെക്കിയിട്ട് കഴിക്കുന്നു. മറ്റൊന്ന്, നേരത്തെ ബാബാജി പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തില് എന്റെ കുഞ്ഞുനാളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഹാരം കഴിച്ചിട്ടുള്ളത് മണ്ണിനടിയിൽ ചുട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം. കാരണം അവിടുത്തെ ട്രൈബ്സ് ഉണ്ടാക്കുന്ന ആഹാരം എൻ്റെ ഉമ്മ ഈ കനലിന്റെ അടിയിലേക്ക്, ഇപ്പൊ മത്തന്റെ ഇലയിൽ മസാലയൊക്കെ ചേർത്തിട്ട് സംഗതികൾ വെച്ച് പതുക്കെ കനല് പൊന്തിച്ച് അതിനടിയിലേക്ക് വെച്ച് വേവിച്ചിടും. ഒരു രീതി അത്. രണ്ടാമത്തെ രീതി, നല്ല പശമയുള്ള മണ്ണ്, ഈ വാഴയിലയിൽ ഈ ആഹാരം പൊതിഞ്ഞ് പശിമയുള്ള മണ്ണിൽ പൊതിഞ്ഞിട്ട് അത് ഈ തീയിൽ വെച്ച് ചുട്ടിടും. പിന്നെ അന്ന് എന്റെ കുഞ്ഞിനാളിലെ ഓർമ്മയിൽ മുഴുവനും ഒരുതരം ഈ നമ്മള് വാഴയിലെ പോലെ ചെറിയ ഒരു ചെടിയുണ്ട്, കൂവയുടെ ഇല പോലെയുള്ള ആ ഇലയിലാണ് മിക്കവാറും അന്നം പൊതിഞ്ഞു കൊണ്ടുവന്നത്. അപ്പൊ നമ്മള് ഈ പണിക്ക് പോകുമ്പോൾ രാവിലെ 10 മണിക്കാണ് പണിക്കാർ ഒരു 8 മണിയാകുമ്പോൾ വരും. 10 മണിക്ക് ഭക്ഷണം കൊണ്ട് ഞങ്ങളെ പോവുക. ഈ തൂക്കുപാത്രത്തിലൊക്കെ പോയിട്ട് ഇല വെട്ടി വട്ടത്തിൽ ഇരുന്നിട്ട് പണിക്കാരും ഞങ്ങളെല്ലാം കൂടി, അതിനൊരു രസം വരിക. എനിക്കിന്ന് കൃഷ്ണകുമാർ ആ ഒരു അർത്ഥത്തിലായിരിക്കും പറഞ്ഞത്. എങ്ങനെയാണ് കൃഷ്ണകുമാറിന്റെ അനുഭവം വന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ കേട്ടിട്ടില്ല കൃഷ്ണകുമാറിന്റെ വാക്ക്. ഇനി എന്തായിക്കോട്ടെ, ഈ പറഞ്ഞതുപോലെ ബാബജി പറഞ്ഞതുപോലെ കൾച്ചർ മണ്ണിനോട് ചേർന്നിട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒഴുകിപ്പോകുന്നതാണ് കഞ്ഞി. അതൊരു കുമ്പിളിൽ നിൽക്കണം. വാഴയിലയിൽ കഞ്ഞി നിൽക്കില്ല. കഞ്ഞി കോരി കുടിക്കുന്നത് പ്ലാവിലയിലാണ്. കയ്യിലിന്നാണ് പിന്നീട് വന്നത്, ചിരട്ട കയ്യിലിന്നാ. ഞാൻ ആദ്യം ഒരിക്കൽ പോലും സ്റ്റീലിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് ചിരട്ട കയ്യിലെന്നാ പറഞ്ഞത്. അത് രണ്ടാമത്തെ ജനറേഷനാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഈ കുമ്പിള് കുത്തിയ ഇതാണ്. അത് വലിയവനും ചെറിയവനും കഴിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഈ ചൈനീസ് വരവോട് കൂടിയാണ് പിഞ്ഞാണം എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്ത് വരുന്നത്. അതിന്റെ മുന്നേ ബ്രാഹ്മണ ഇല്ലങ്ങളിൽ ഈ പറയും പോലെ എന്താണ് കിണ്ണം, ഈ മറ്റേ ലോഹത്തിന്റെ പാത്രങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ വീടുകളിലൊക്കെ നമ്മൾ ഈ ചിരട്ടക്കൈയില് മൺചട്ടി, ഇതല്ലാതെ വേറെ ഇല്ല. നമ്മൾ വിളമ്പുന്നതും ഈ ചൈന ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് മലബാറിലേക്ക് ഈ അറബികളും ചൈനക്കാരും വന്നപ്പോഴാണ് നമുക്ക് പാത്രം എന്നുള്ള ബസ്സി എന്നാണ് ഞങ്ങൾ പറയാറുണ്ട്. ബസ്സി വന്നത് അങ്ങനെയാണ്. അപ്പൊ അതിന് മുന്നേ ഇത് എല്ലാവരും ഇതേപോലെ കുഴി കുത്തിയിട്ടോ അതിലാണ് കഴിച്ചത്. കുഴി കുത്തിയിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പറമ്പിൽ കുഴി കുത്തി അതിനകത്ത് ഈ വിറകൊക്കെ കൂട്ടിട്ട് അതിനകത്ത് കപ്പ വെച്ച് മൂടി വേവിച്ച് അവിടെ നിന്ന് തന്നെ എടുത്ത് തിന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പിന്തുടർന്നു വന്ന കാര്യങ്ങളാണ്. പിന്നെ ഉണ്ടായിരുന്നു, എന്റെ ഉമ്മ 11 വയസ്സിലെ എന്റെ ഉമ്മയെ അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. ഉമ്മ മരിക്കുന്നത് 93-ാമത്തെ വയസ്സിലാണ്. അപ്പൊ 100 വർഷത്തെ ചരിത്രം ഉമ്മയ്ക്കറിയാം. എനിക്ക് നേരത്തെ പറഞ്ഞ 55 വർഷത്തെ, അപ്പൊ അതിന് 50 വർഷം മുമ്പുള്ള ചരിത്രം എന്റെ ഉമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഉമ്മ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അവിടെ ചൂഷണം ഉണ്ടായിരുന്നു. ചൂഷണം എന്ന് പറഞ്ഞാൽ അധ്വാനത്തിന്റെ ചൂഷണം. അതായത് ട്രൈബ്സ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കൊല്ലത്തേക്കുള്ള വല്ലി ഇളക്കുക എന്ന് പറയാം. ഒരു കൊല്ലത്തേക്ക് ഇത്ര സേറ് നെല്ല്, ഇത്ര മുളക്, ഇത്ര വെളിച്ചെണ്ണ. പാവങ്ങൾ വെളിച്ചെണ്ണൊന്നും അവർക്ക് കിട്ടാനില്ല. കൂടുതലും ഈ കാട്ടുകിഴങ്ങും ഈ കൊടുക്കുന്ന മുളകും കൂട്ടിയിട്ടാണ് അധ്വാനത്തെ ശരിക്ക് മുതലാക്കിയിട്ടുണ്ട്. ഒരു അടിമ വ്യവസ്ഥ ഉണ്ടായിട്ട്. ജാതി വ്യവസ്ഥയെക്കാളും എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഈ തമ്പുരാക്കന്മാരുടെ അടിമ വ്യവസ്ഥ.
നായന്മാരോ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണരോ എന്ന് പറഞ്ഞാൽ അന്നും ഈ മേൽപ്പടിയാൻ ബ്രാഹ്മണര് കുറവാ. ബ്രാഹ്മണ കുലത്തിൽ തന്നെ താഴേക്കുള്ള ധാരാളം പേരുണ്ട്. നായർ കുലത്തിൽ താഴേക്കുള്ള കുറേ ഉണ്ട്. എല്ലാ നായന്മാർക്കും എസ്റ്റേറ്റും കാര്യങ്ങളോ തോട്ടങ്ങളോ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ചിന്തിക്കണം. പല നായന്മാരും രാജാക്കന്മാരുടെ എന്താണ് പറയുന്നത് ഈ പറവുകാരായിരുന്നു, വാളുകൊണ്ട് പിടിച്ചു നടക്കുന്ന പട്ടാളക്കാരായിരുന്നു നമ്മുടെ നാട്ടില്. ഇതൊക്കെ നമ്മൾ മറന്നു പോവാണ്. നമുക്ക് അറിയാവുന്ന ഇത് ഈ ഇങ്ങനെയുള്ള കഥകൾ എപ്പോഴാണ് വന്നത്? ഈ മുല മുറിച്ച കഥകള്, ഈ പറയുന്ന വസ്ത്രത്തിന് വേണ്ടിയുള്ള ഈ കഥകൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയതാണ് ഏറ്റവും കൂടുതൽ. ഒന്നിനും അടിസ്ഥാനമില്ല. ഇപ്പൊ ഈ മുല മുറിച്ച സംഭവത്തിന് എവിടെ അടിസ്ഥാനമില്ല. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഏറ്റവും നല്ലൊരു ചിത്രം നമ്മുടെ അന്തരിച്ച പഴയ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്, നമ്മൾ തടിച്ച അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം എടുത്തൊരു ഫോട്ടോ ഉണ്ട്. അതൊരു അമ്മൂമ്മ ഒരു ജനലിനോട് കൂടി നോക്കുന്ന ഫോട്ടോയാണ്. ഈ താഴെ ഭാഗം ഓപ്പണാ, അവിടെ 2 മുലകളാണ്. അപ്പൊ അന്ന് ഈ പറയുന്ന നമ്പൂതിരിമാരോ നായന്മാരോ ആരും വസ്ത്രം ധരിച്ചിട്ടില്ല, മേൽവസ്ത്രം ഇല്ല. നമുക്കിപ്പോഴും സെർച്ച് ചെയ്താല് ഒരു കാലഘട്ടത്തിലെ മുഴുവൻ സ്ത്രീകളും ചെറിയ ഒരു നൂല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവനും അവർക്ക് അന്ന് നമുക്ക് നഗ്നത തോന്നിയിട്ടില്ല. വസ്ത്രമില്ലാത്ത കാലത്താണ് നമുക്ക് നഗ്നത തോന്നി. ആധുനികതയുടെ വരവോടുകൂടിയാണ് നഗ്നത നമുക്ക് ഈ മറയ്ക്കാൻ സാധനം കിട്ടിയപ്പോഴാണ്. പക്ഷെ മറ്റത് നഗ്നത തന്നെയായിരുന്നു നമുക്ക് ഒരു കാലഘട്ടത്തിൽ. ആർക്കും അതിന് വിഷമം. അത് ഉന്നതനും കുറിയവനും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അതങ്ങനെ പോയി. അപ്പൊ പക്ഷേ ഏറ്റവും ഞാൻ ഈ ഹിന്ദു സംസ്കാരത്തിലേക്ക് വന്നപ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് ഹിന്ദു മതത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ടോ. രാമായണത്തിൽ ഞാൻ തപ്പി നോക്കി. കാരണം രാമായണത്തിൽ തപ്പി നോക്കിയിട്ട് എനിക്ക് എവിടെയും ഈ വ്യവസ്ഥ കാണാൻ പറ്റില്ല. രാമൻ കാട്ടിലെത്തിയപ്പോൾ ആദ്യമായിട്ട് ഗുഹനാണ് രാമനെ സ്വീകരിച്ചതും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു രാമന്റെ പുറകെ വന്നത് മറ്റേ ലക്ഷ്മണനും പോയി, അതിന് കൂടെ പിന്നെ ഭരതൻ വരുന്നു. ഭരതൻ വലിയൊരു കൂട്ടമായിട്ട് വരുന്നത്. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഭരതന് ഈ ആശാരി ഉണ്ട്, മൂശാരി ഉണ്ട്, കലപ്പക്കാരുണ്ട്, തയ്യക്കാരുണ്ട്, അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം അന്നത്തെ കാട്ടിലേക്കുള്ള യാത്രയിൽ ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്നല്ലോ, മാസങ്ങളോളം എടുക്കും കാട്ടിൽ പോയിട്ട് ഒരാളെ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് വരുമ്പോൾ. അപ്പൊ അതിനുള്ള സന്നാഹങ്ങൾ പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു അവരെങ്ങനെയാ ഭക്ഷണം കഴിച്ചത്. അവര് ഓരോ ആശ്രമങ്ങളിൽ നിന്ന് ഒരുമിച്ചാ ഭക്ഷണം കഴിച്ചത്. മദ്യം ഉണ്ടായിരുന്നു, ഇറച്ചി ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചത് ഒരുമിച്ചാണ് കഴിച്ചത്. അവർ ഒരു പുഴയിലാണ് കുളിച്ചത്, ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. അവിടെ ഒന്ന് ഈ ഹൊയ് ഹോയ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടോ ഈ ഞാനൊക്കെ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അങ്ങനെയാ ശ്രദ്ധിക്കുക. രാമായണത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഈ തീണ്ടാപ്പാടകളെ നിർത്തിയിട്ടുണ്ടോ? നിർത്തിയിട്ടില്ല. മഹാഭാരതത്തിലുണ്ടോ? അവിടെയും നിർത്തിയിട്ടില്ല. ജാതി ചില സ്ഥലത്ത് കുലം പറയുന്നുണ്ട്, ശരിയാണ്, കുലമുണ്ട്. അതും ഈ പറയുന്ന വർണ്ണം എന്ന് പറയുന്നത് മറ്റു രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷെ അവിടെ ഇതേപോലെ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ബൈജു ആധുനിക മതമായ 2 മതം എടുക്കും. ഒന്ന് ഇസ്ലാം മതം എടുക്കും, ഒന്ന് ക്രിസ്തു മതം എടുക്കും. ഈ 2 മതഗ്രന്ഥങ്ങളും അടിമ വ്യവസ്ഥ അംഗീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന് ആയിരക്കണക്കിന് അടിമകൾ ഉണ്ടായിരുന്നു. അതിൽ സ്ത്രീകളെ വ്യഭിചരിക്കാമായിരുന്നു, എങ്ങനെ വേണമെങ്കിലും കയറി അവരെ ഉപയോഗിക്കാമായിരുന്നു. കാരണം അത് നിനക്കുള്ളതാണ്, നിന്റെ അടിമയാണ്. അങ്ങനെ എത്രയോ അടിമ സ്ത്രീകളുമായിട്ട് ഈ പ്രവാചകൻ ബന്ധപ്പെടുന്നുണ്ട്. അടിമ കച്ചവടം ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങളിൽ പോയാൽ അടിമ കച്ചവടം ഉണ്ടാകും. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഈ അടിമ കച്ചവടം നടത്തിയതായിട്ട് ഏതെങ്കിലും ഒരു വാക്ക്, അടിമ എന്നുള്ള വാക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിലെ എവിടെ ഞാൻ വായിച്ചിടത്തോളം, ഞാൻ ഒരുപാട് ബാബാജിക്ക് അറിയാൻ പറ്റുള്ളൂ, എവിടെയും ഞാൻ അടിമ അടിമ ഉടമ എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് ഒരു ആധുനിക കാലം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു BC 500 മുതൽ ഇപ്പൊ നമുക്ക് എന്താണ് മറ്റേ യൂണിവേഴ്സിറ്റി നമ്മുടെ നളന്ദ തക്ഷശില ആ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ചരിത്രത്തിലും ഈ അടിമയില്ല, അടിമ വ്യവസ്ഥയില്ല. അടിമ വന്നത് പുറത്തുനിന്നാണ് വന്നത്. അടിമ സമൂഹം വന്നത് അറേബ്യയിൽ അടിമ ഉണ്ടായിരുന്നു, ഈജിപ്തിൽ അടിമ ഉണ്ടായിരുന്നു. ഈ ഭാരതത്തിലേക്ക് അടിമകളും ഈ യുദ്ധത്തിന്റെ കൂടെ വന്ന അടിമ വ്യവസ്ഥയാണുള്ളത്. അപ്പൊ എനിക്ക് തോന്നി ഈ 10,200 വർഷം കൊണ്ടായിരിക്കണം
ഭാരതത്തിൽ ഈ അടിമ ഉടമ സമ്പ്രദായം വന്നത് ഈ വൈദേശികരെ, കാരണം അവർക്ക് തൂറണമെങ്കിൽ പാത്രം വേണം. അവർ പാത്രത്തിൽ കാഷ്ടിക്കുന്നു, പാത്രത്തിൽ മൂത്രമൊഴിക്കുന്നു, എന്നിട്ട് അത് ഒരു അടിമ കൊണ്ടുപോയി വൃത്തിയാക്കുന്നു. നമ്മൾ ഇംഗ്ലീഷുകാരുടെ ചരിത്രം നോക്കുക. തോട്ടി എന്ന് പറയുന്ന സംസ്കാരം എവിടുന്നാ വന്നത്? തോട്ടികൾ എന്നാണ് ഉണ്ടായിട്ടുള്ളത്. തോട്ടികൾ ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഈ ബക്കറ്റ് വെക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ. അതിനു മുമ്പ് നമ്മൾ പഴയ 300, 400, 500 വർഷം തലക്കുള്ള നമ്മുടെ തറവാടുകളിൽ എന്തായിരുന്നു നമ്മൾ ഉപയോഗിച്ചത്? കുഴിക്കക്കൂസ് ആയിരുന്നു അല്ലേ? പ്രമാണിമാരുടെ പേര് കുഴിക്കക്കൂസ്. നമ്മൾ പറമ്പിലായിരുന്നു. ഞാനൊക്കെ കുഞ്ഞുനാളിലെ തോട്ടത്തിലേക്ക് പോവുക എന്നാ പറയാ, രാവിലെ വെളിക്കിറങ്ങുക. ആ വാക്ക് പോലും അങ്ങനെയാ, വെളിക്കിറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് ഇത് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടോ വിതരണം ചെയ്യേണ്ടതോ കൊണ്ട് കളയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഈ ബ്രിട്ടീഷുകാരും ഈ അറബികൾക്കും ഒപ്പം അടിമകൾ വന്നു എന്നുള്ളതാണ്. അവർക്ക് എല്ലാത്തിനും അടിമകൾ ഉണ്ടായി. അത് ഖുറാനിൽ ഇപ്പോഴും അതങ്ങനെ തന്നെ വരുന്നത്. ആ അടിമയുടെ ഉടമയ്ക്ക് അടിമയിട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വൈദേശിക സമ്പ്രദായം ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് അടിമ സമ്പ്രദായവും നമുക്ക് കയറി വന്നത്. അതിനു മുന്നേ നമുക്ക് ഈ പറയുന്ന ഇവിടെ സംഘകാലം മുതൽ എനിക്ക് തോന്നുന്നു പയ്യന്നൂർ ഭാഗത്തൊക്കെ തീയരി നന്നായിട്ട് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. ആ ഗോത്രങ്ങൾ അങ്ങനെ തന്നെ ഇപ്പോഴും ഉണ്ട്. അവർ സംസ്കൃതം പിന്തുടരുന്നത്. പയ്യന്നൂർ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഞാനിങ്ങനെ അവരെല്ലാവരും സംസ്കൃതം സംസാരിക്കുന്നു. സംസ്കൃതത്തിൽ അവിടെ മറ്റേ ഓരോ വർഷം ഉത്സവം നടക്കുന്നു, വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നു പാണ്ഡിത്യത്തിന്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ വന്നു? അയ്യോ, ഇത് സംഘകാലം മുതൽ ഞങ്ങളൊക്കെ സംസ്കൃതം പഠിച്ച സംസ്കൃതം മറ്റേ സംസാരിച്ചാ വളരുന്നത്. ഈ കേരളത്തിൽ അങ്ങനെ അതാരാണ്? തീയര്. നമ്മൾ പറയുന്ന ജാതി വ്യവസ്ഥയ്ക്ക് ഈ തൊട്ടുകൂടായ്മയും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അവരത് പഠിക്കില്ലല്ലോ. അതായത് ഈ പറയുന്ന വേദസത്യങ്ങൾ നാരായണ ഗുരു പറഞ്ഞിട്ടില്ലേ, ചട്ടമ്പിസ്വാമികൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇവരൊക്കെ ഇത് ആർജിച്ചിട്ടുണ്ട്. എല്ലാവരും അറിവ് എവിടെ നിന്ന് വന്നു എന്ന് പറയില്ല. ഇപ്പൊ ചെങ്ങള ബാബാജി പറഞ്ഞാൽ ഈ കുറിച്യരും കുറുമരും ഈ പറയുന്ന പുലയ സമുദായവും അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ ധർമ്മ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കിടയിൽ ഈ ധർമ്മ വ്യവസ്ഥ എത്തിയിട്ടുണ്ട്. അത് ഈ മണ്ണിന്ന് മുളച്ചു വന്ന പാരമ്പര്യങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും കണ്ണൂരിലെ തെയ്യങ്ങൾക്ക് ഒരു പാരമ്പര്യമാണ്. വയനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വയനാട്ട് കുലവന്മാര്, വയനാട്ടിലെ മൂപ്പന്മാർക്ക് വേറെയാണ്, കുറിച്യർക്ക് വേറെയാണ്, കുറുമർക്ക് വേറെയാണ്, പണിയർക്ക് വേറെയാണ്, അവരുടെ സമ്പ്രദായങ്ങൾ വേറെയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മതപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ മതപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഈ നമ്പൂതിരി നായന്മാര് ഇവിടുത്തെ സമ്പന്നരായിരുന്നു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നേരത്തെ പറഞ്ഞ EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് 1921 കാർഷിക ലഹള എന്ന് പറയുമ്പോൾ ഈ വിദ്വാനം ഓടിപ്പോയതാണ്. ഭാരതപ്പുഴ നീന്തി രക്ഷപ്പെട്ട് ഓടിയതാണ്. മാപ്പിളമാരെ ഭയപ്പെട്ടിട്ട് ഓടിപ്പോയതാണ് ഈ EMS നമ്പൂതിരിപ്പാട്. അപ്പൊ EMS നമ്പൂതിരിപ്പാടിന്റെ കുടുംബം എങ്ങനെയായിരിക്കണം താഴേക്കിടയിൽ ആൾക്കാരെ കണ്ടിരിക്കുന്നത്? ഈ പറയുന്നത് പോലെ അന്ന് ഈ ജാതി വ്യവസ്ഥ കുഴിയിൽ കുത്തി കൊടുക്കുകയാണെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത് ഇവരായിരിക്കണമല്ലോ. ഈ പറയുന്ന കാർഷിക ലഹളയാണ് സംഭവിച്ചെങ്കിൽ നമ്മൾ അപ്പൊ ഇതല്ല സംഭവിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആധുനിക കാലത്ത് ഇന്ന് ഹൈന്ദവ സമൂഹത്തെ പറയും ചെറുതാണ്, പുലയൻ വളരെ പിന്നിലാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് നിന്നെ അവന് ഇഷ്ടല്ല, നീ എപ്പോഴും അവന്റെ അടിമയാണ്, നോക്കിയോ, നിന്നോട് അവന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താനുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഇവിടെ. ആ രാഷ്ട്രീയ അജണ്ട ഇടതുപക്ഷ ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു 40കൾക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ചരിത്രം, ആ ചരിത്രത്തെ വ്യഭിചരിച്ചത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകളാണ്. ഈ കമ്മ്യൂണിസ്റ്റുകൾ കൃത്യമായിട്ട് ഡിവിഷൻ, അതായത് തൊഴിലാളി വേറെ മുതലാളി വേറെ എന്നുള്ള ഒരു ഡിവിഷൻ കൊണ്ടുവന്നു. അതിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ളത് ഇവരെ പരസ്പരം തല്ലിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ജാതിയാണ്. അതുകൊണ്ട് പറയുന്ന മുരയനൊക്കെ ഏറ്റവും മോശം അവസ്ഥയിലായിരുന്നു. അവന്റെ മുലയെരിഞ്ഞു, അവന്റെ കഴുത്തരിഞ്ഞു, ചെവിയിൽ ഈയം ഉരുക്കി. ചെവിയിൽ എവിടെയാണ് ഈയം ഉരുക്കി ഒഴിച്ചത്? ഞാൻ നോക്കിയിട്ട് ഒരു സ്ഥലത്തും ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ച ഒരു ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും ഇപ്പൊ വയനാട് ഞാന് ഏറ്റവും കൂടുതൽ കൃഷ്ണഭക്തി ഗാനങ്ങൾ കേട്ടുള്ളത് കുറിച്യരായിന്നാണ്.
അന്ന് ഇത് കേൾക്കാൻ വേണ്ടി അപ്പൊ ഒരു അവിടുത്തെ മറ്റേ എന്താ പറയാ പ്രായം ചെന്ന ഒരാളുണ്ടാവും ഈ കുറുമന്റെ ഇടയിൽ. അപ്പൊ പറയും റാക്ക് കൊണ്ടുവന്നാ ഞാൻ പാടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു കുപ്പി റാക്ക് മേടിച്ചു പോകും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്, ഈ കൃഷ്ണന്റെ ഗാഥ കേൾക്കാൻ വേണ്ടി. അവർക്ക് ഇത് എവിടുന്നാ കിട്ടിയത്? അവരീ പറയുന്നത് നമ്മൾ ചോദിക്കില്ലേ, എന്നെ കുത്തിയാലും ചോര നിന്നെ കുത്തിയാലും ചോര എന്ന് നമ്മൾ ബാബാജി എപ്പോഴും പറയും. ഈ തർക്കം, ഈ പൊട്ടൻ തെയ്യം ചൊല്ലുന്ന പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റത്തില് എങ്ങനെയാ ഇത് കടന്നുകൂടിയത്? അപ്പൊ ഈ മറ്റേ ജാതി അന്തരം എവിടുന്നാ വന്നത്, അതിനെങ്ങനെയാണ് ചോദ്യം ചെയ്തത്? താഴെ കിടന്നാ ചോദ്യം ചെയ്തത്. അപ്പൊ മേലാളന്മാര് എന്ന് പറയുന്ന ഇന്ന് സമൂഹത്തിൽ ഇപ്പൊ എനിക്ക് കൃഷ്ണപ്രസാദ് എന്താ പറഞ്ഞതെന്നറിയില്ല, അതിന് വിഷയമാക്കി അടിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷം ജാതി പറയുന്ന ആൾക്കറിയോ? ഒന്ന് ഏഷ്യാനെറ്റ്, 2 മലയാള മനോരമ. അതില് ഞാൻ മറ്റത് കൂട്ടേണ്ട കാര്യമില്ല, കാരണം അത് തന്നെയാണ് ഇത് ഈ മീഡിയ ബുക്കാൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. അത് അവരങ്ങനെ തന്നെയാണ്, അവരതിനു വേണ്ടി ജനിച്ചതാണ്. ദളിതരെ മാറ്റി നിർത്തുകയും ഈ ദളിതരെ തങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ പറയുന്ന എന്താണ് ഈ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വിഭാഗം. അവർക്ക് ദളിതനായിരുന്നാലേ നോക്കടാ, നിനക്ക് സൗകര്യമില്ലോ, നീ ഇസ്ലാം ആയിക്കോ, നീ ക്രിസ്ത്യാനി ആയിക്കോ, വളരെ എളുപ്പം കഴിഞ്ഞു കാര്യം. അപ്പൊ അതിനുവേണ്ടി ഈ ചൂട്ടുപിടിക്കുക. അപ്പൊ ഓരോന്ന് നമ്മൾ പുറത്തു വരിക. നോർത്ത് ഈസ്റ്റിലൊക്കെ സംഭവിച്ചെന്താ, അവിടെ ഈ ഹിന്ദുയിസം പഠിപ്പിക്കാൻ പാടില്ല, ഹിന്ദുവിന്റെ ധർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല, പരിവർത്തനത്തിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അത് തന്നെയാണ് കേരളത്തിൽ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം ഈ പറയുന്ന SDP ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഈ എന്താണ് പറയുക തീവ്ര ഇസ്ലാമിക് നിലപാടുള്ള ആൾക്കാർ, അവർ ഉന്നം വയ്ക്കുന്ന, അവർ ചേർത്ത് പിടിക്കുന്ന ദളിതര്. അവരുടെ ഉദ്ദേശം എന്താണ്? ദളിതരെ സഹായിക്കാനോ, ദളിതരെ മുന്നോട്ട് കൊണ്ടുവരണം. ദളിത എന്ന് പറഞ്ഞ പദം നേരത്തെ പറഞ്ഞാൽ പുലയന്റെ സംസ്കാരം ആചരിച്ചു കൊള്ളട്ടെ, അതല്ലേ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലല്ല, നിന്റെ സംസ്കാരം നീ മറ്റൊന്നാവണം, നിന്നെ മാന്യമായിട്ട് മാറ്റണം, അങ്ങനെ മറ്റുള്ളവരാക്കിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടില് ഞാൻ അടുത്ത കാലത്ത് പോയി ഒരു മാനന്തവാടിക്കടുത്തൊരു ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ 90% ആൾക്കാർ പെന്തക്കോസ്തുകാരായിരിക്കും. അവരുടെ വേര് മൊത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്കറിയില്ല എന്താണ് പെന്തക്കോസ്തെന്നോ എന്താണ് ഈ ക്രിസ്തു എന്നോ അറിയാത്ത ഒരു സമൂഹം. നമ്മളതൊക്കെ ഒന്നിനും കൊള്ളാത്ത ദൈവങ്ങളാ. അവരെന്നോട് പറഞ്ഞതാ. നമ്മളെ അത് അവര് ഈ ഉറഞ്ഞ് ആടി എല്ലാ കൊല്ലവും വെളിച്ചപ്പാട് പണിയിൽ അങ്ങനെയാണ്. അവര് മരത്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. മരത്തിന്റെ അകത്ത് കല്ലൊക്കെ വെച്ച് മരത്തിനെ ആരാധിച്ച മനുഷ്യർ. അവര് നിരന്തരം എല്ലാ വൈകുന്നേരങ്ങളിലും തുടിയടിച്ച് പാടിയ ആൾക്കാർ, തുടിയടിച്ച് ആടിയ ആൾക്കാർ. അവരുടെ ഗോത്ര സംസ്കാരം ഭയങ്കര രസകരമായ സംസ്കാരമായിരുന്നു. അവർ വിവാഹം കഴിക്കണമെങ്കിൽ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകണം, 3 ദിവസം പിടികൂടാതെ ഈ പുരുഷൻ പെണ്ണിനെ സംരക്ഷിക്കണം, അത് കഴിഞ്ഞാലേ കല്യാണം കഴിച്ചു കൊടുക്കും. കാരണം ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ മറ്റുള്ള ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ച് നിർത്താനുള്ള കഴിവുണ്ടെങ്കിലേ അവൻ ആ പെണ്ണിനെ സ്വീകരിക്കാൻ കൊടുക്കുള്ളൂ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടായ അവരെല്ലാം ഇല്ലാതാക്കി. അവര് എയർ കണ്ടീഷനിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, നല്ല പുല്ലിന്റെ ഇതില്. അതിനകത്ത് ഞാൻ കിടന്നിട്ടുണ്ട്, അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഒരു കുടുംബിയാണ്. ഇന്ന് അവരെ നമ്മൾ എവിടെയാ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ഇന്ന് നമുക്ക് അവരുടെ ജീവിതത്തിന്റെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നശിച്ചുപോയി. അവർക്ക് വേണ്ടുന്ന അവര് പൈതൃകമായിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണ രീതി മുഴുവൻ നമ്മൾ നശിപ്പിച്ചു. ഞാനൊക്കെ ചെറുപ്പത്തിൽ എത്രയാ കഴിച്ചിട്ടുള്ളത്. താള്, ഇതൊക്കെ ഈ ആ വന്യമായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് താള് തപ്പി നടക്കുക. എവിടെ താള് കിട്ടുക? താളെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഇടപഴകിയ ഒരു സംസ്കൃതിനെ അതിന്ന് പകുത്ത് മാറ്റി പലതാക്കി മാറ്റിയിട്ട് ആർക്കാണ് ഇതിന്റെ മെച്ചം കിട്ടുന്നത്? ഇന്നത്തെ കാലത്ത് മെച്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നോർത്തിൽ നടത്തി, ഇന്ന് അവർ തിരിച്ചറിഞ്ഞു. UP നടത്തി, അവർ തിരിച്ചറിഞ്ഞു. ഇന്ന് കട്ടിങ് സൗത്തിൽ മാത്രമേ ഉള്ളൂ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥ, ഇപ്പൊ നമ്മൾ പറയും ബ്രാഹ്മണിക്കലെ ഹെജ്മണി.
അടുത്ത കാലത്ത് ഞാനൊരു സംഗതി വായിച്ചു. മദ്രാസിലെ തമിഴ്നാട്ടിലെ ഒരു ആഗ്രഹാരത്തിൽ ഒരു മുസ്ലിം പോയി ഒരു ആഗ്രഹാരം എങ്ങനെയോ വാങ്ങിച്ചെടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു, അതിനകത്ത് നന്നായി മത്തി പൊരിച്ചു. മത്തി പൊരിച്ചപ്പോൾ മത്തിയുടെ ഗന്ധം എല്ലായിടത്തേക്ക് എത്തി. മത്തി മീൻ കൂട്ടാത്ത ഈ പാവങ്ങൾ എന്ത് ചെയ്യും, പതിയെ പതിയെ അവരെല്ലാം ഒഴിഞ്ഞുപോയി. ആ ആഗ്രഹാര സംസ്കാരം ഇല്ലാണ്ടായി. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നോക്കൂ, ആഗ്രഹത്തിന്റെ സംസ്കാരം എന്താണ്, അവിടെ ഒന്ന് ഉള്ളിലേക്ക് ചെന്ന് നോക്കൂ. അവർ കൊണ്ടാട്ടവും കാര്യങ്ങളും ഉണ്ടാക്കി അവരവിടെ എല്ലാ അർത്ഥത്തിലും അവരുടെ പാരമ്പര്യത്തിലും ജീവിച്ചു പോരുന്നുണ്ട്. അതവർ വിപണനം ചെയ്യുന്നുണ്ട്. ബ്രാഹ്മണൻ ഇങ്ങനെ ബ്രാഹ്മണികളെ ചൂണി, എനിക്ക് കൊട്ടയ്ക്കകത്ത് പോയാൽ അവരുടെ നല്ല ദോശ എനിക്ക് കഴിക്കാൻ പറ്റും, അവരുടെ പൊടിദോശ കഴിക്കാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ മിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംസ്കൃതി ആയിരുന്നു കേരളത്തിൻ്റെത്. എല്ലാം പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ അധിനിവേശ ശക്തിയും പിന്നെ ഈ ചിത്രശക്തികൾ, ഇതിനെ അകറ്റാൻ വേണ്ടിയുള്ള ചിത്രശക്തികളും കൊണ്ടുവന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിന് കർശനമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കുഴി കുത്തി കഴിക്കുന്നത് അതിൽ ഏറ്റവും എനിക്ക് ബാബാജി, ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൊതിച്ചിട്ടുള്ള ഒരു സാധനമുണ്ട്. സ്കൂളിൽ അമേരിക്കൻ മാവ് ഉണ്ടാക്കി ഉപ്പുമാവ് ഉണ്ടാക്കും. ഓർമ്മയുണ്ടോ? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന പാൽപ്പൊടിയും അമേരിക്കയുടെ ഒരു ഓയിലും അമേരിക്കൻ ഗോതമ്പും വെച്ചിട്ട് ഇത് നമുക്കൊന്നും തരത്തില്ല, കാരണം ഞങ്ങള് വലിയ ആൾക്കാരല്ലേ. ഈ വലിയ ആൾക്കാർക്ക് ഇതിന്റെ മണം വരുമ്പോൾ കൊടുക്കത്ത കൊതിയായിരിക്കും. എന്നിട്ട് ഞാൻ ക്ലാസ് ലീഡറാണ് വിളമ്പുക. അപ്പൊ താഴെ കിടലുള്ള അവിടുത്തെ ട്രൈബ്സും കാര്യങ്ങളും ഈ പാത്രങ്ങളുമായിട്ട് വരും, ചോറ്റുപാത്രമായിട്ട് അവർക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കും. ഞാൻ ഈ ലീഡറെ പിടിച്ച് 10 പൈസ കൈക്കൂലി കൊടുക്കും. എന്നിട്ട് നോട്ട് ബുക്കിലെ സെന്റർ പേജ് കീറി കൊടുക്കും. അതിലേക്ക് ഇയാള് കുറച്ച് ഉപ്പുമാവ് ഇട്ട് കൊടുത്തരും. അങ്ങനെ ഇപ്പോഴും എന്റെ നാവിൽ, ഞാൻ ഇപ്പോഴും ഭാര്യയോട് പറയും, ആ ഉപ്പുമാവിന്റെ രുചി ഇപ്പോഴും എന്റെ നാവിലുണ്ട്. അപ്പൊ നമ്മൾ ഈ പലപ്പോഴും അവരുടെ ആഹാരത്തിനോട് കൊതിയോടെ നോക്കി എന്ന് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അത് സത്യമാണ്. ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ദോശ ആരാന്ന് ഞാൻ കുറിച്ചിയുടെ ദോശയാണ്. അവരുണ്ടാക്കിയ ആ ദോശയുടെ രുചി എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. അങ്ങനെ ഓരോ വിഭാഗത്തിലെ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള കഴിവ് ഈശ്വരനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ ഷെയർ ചെയ്ത് വന്നാണ്. ആ ഷെയറിങ് ഇപ്പൊ നിർത്തിയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. ഇനി കൃഷ്ണപ്രസാദ് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണപ്രസാദ് കണ്ടിട്ടുണ്ടെങ്കിൽ, കൃഷ്ണപ്രസാദ് ഈ ഈഴവ സ്ത്രീയെ കല്യാണം കഴിക്കണ്ടല്ലോ ജീവിതത്തിൽ എതിരുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, ഇന്നത്തെ കാലത്ത് ഈ ആധുനിക മതസമ്പ്രദായത്തിൽ ഈ പറയുന്ന സകല വൃത്തികേടുമുള്ള ഈ അടിമത്ത വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കും. ഇന്നും ആ ഗ്രന്ഥത്തിന്റെ ഭാഗമാണത്. നാളെ വേണമെങ്കിലും ആ ഭരണം വന്നാൽ, ഇസ്ലാമിക ഭരണം വന്നാൽ ഇവിടെ അടിമത്ത വ്യവസ്ഥ തിരികെ കൊണ്ടുവരാം അവർക്ക്. അതാണല്ലോ ഹിന്ദുവിന് പ്രത്യേക നികുതി വരുന്നത്. നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട് കുറെ കാലം, അല്ലേ? നമ്മുടെ പൂർവികര് ഈ നികുതി കൊടുത്തിട്ട് ഹിന്ദുവായി ജീവിച്ചിട്ടുണ്ട് കുറെ കാലം. അങ്ങനെ നാളെ മറ്റന്നാളെ ഇവിടെ ഇസ്ലാമിക മതം വന്നു, ആ ഇസ്ലാമിക ഭരണം വന്നു കഴിഞ്ഞാൽ ശരീഅത്ത് ലോ വരും. ഈ ശരീഅത്ത് ലോ അടിമത്തം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ കുഴി കുത്തിയിട്ട് അതിനകത്ത് ഭക്ഷണം കഴിക്കാൻ പറയാം. ഇനി നാളെ നീ എന്റെ കൂടെ കിടക്കണമെന്ന് പറയാം. കാരണം അനുവദനീയമാണ്. ഗ്രന്ഥം അനുവദിച്ച്, അള്ളാഹു അനുവദിച്ചു തന്ന കാര്യമാണ്. ഇത് തന്നെ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ അടിമ വ്യവസ്ഥ കണ്ടെത്താൻ പറ്റും. അടിമകളെ വല്ലപ്പോഴും ബോധിപ്പിച്ചാൽ മതി. എന്തെങ്കിലും ഞാനൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് രക്ഷപ്പെടാൻ എന്താ, ഒരു അടിമയെ മോചിപ്പിക്കുക. ആയിരക്കണക്കിന് അടിമയിൽ ഒരു അടിമേനെ നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് വേറെ കൊടുക്കുക. മോചനം അതല്ലേ. എന്റെ അടിമത്തത്തിൽ നിന്ന് അയാളെ മോചിപ്പിച്ചിട്ട് അപ്പുറത്തെ മുതലാളിക്ക് കൊടുക്കുക. അപ്പൊ എനിക്ക് എന്റെ പാപം തീർന്നു. നല്ല ഇടപാടാ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഈ ആധുനിക കാലത്തുണ്ടായിരുന്ന 1500 വർഷം മുമ്പും 2000 വർഷം മുമ്പും ഉണ്ടായിട്ടുള്ള സംസ്കാരത്തിൽ ഇത്രയധികം അടിമ വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുമോ? ആരെങ്കിലും ഒരു ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒരാളും ചർച്ച ചെയ്തിട്ടില്ല. ഇസ്ലാമിയിൽ അടിമ വ്യവസ്ഥ ഉണ്ടോ? ചർച്ച നടത്തിയിട്ടുണ്ടോ? മനോരമ നടത്തിയിട്ടില്ല. ഞാൻ വാക്യങ്ങൾ അടക്കം എടുത്തു തരാം, ഖുറാനിലെ വാക്യങ്ങൾ അടക്കം എടുത്തു തരാം. അടിമയെ എങ്ങനെ ഭോഗിക്കാം, അടിമയെ എങ്ങനെ ഗർഭം ധരിപ്പിക്കാം, എന്നിട്ട് ആ കുട്ടിയെ വീണ്ടും വ്യഭിചരിക്കാം. അതറിയോ? സംസ്കാരത്തില് ഞാൻ ഒരു അടിമയെ ഉപയോഗിച്ചു, അതിനൊരു പെൺകുട്ടി ജനിച്ചു.
ആ പെൺകുട്ടിയെ സ്വന്തം അച്ഛന് ഉപയോഗിക്കാം, ആ അച്ഛന്റെ മറ്റൊരു മകന് ഉപയോഗിക്കാം. കാരണം അത് അടിമയാണല്ലോ. എത്ര വൃത്തികെട്ട രീതി പിന്തുടരുന്നുണ്ട്. ഇതൊക്കെ അടുത്ത കാലത്ത് പൊതുചർച്ചയ്ക്ക് വന്നപ്പോഴാണ് സംഭവം. നമുക്ക് തന്നെ നേരത്തെ അറിയാം. ഇപ്പൊ നമ്മളൊരു പെൺകുട്ടിയെ വിവാഹം അറിയാതെ മൊഴി ചൊല്ലി പോയി കഴിഞ്ഞാൽ വേറൊന്ന് കെട്ടി അവന്റെ കൂടെ ഒരു രാത്രി കഴിയണം, എന്നിട്ടേ തിരിച്ചു കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരം ഈ പറയുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലുള്ള ഈ ആധുനിക മതങ്ങളുടെ ഒരു കാര്യവും നമ്മൾ പരസ്പരം സംസാരിക്കുന്നില്ല, ഈ ചാനലുകൾ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോഴും ചാനലിന് ചർച്ച ചെയ്യാൻ പറ്റുന്നത് ഈ മുലമുറിച്ച സംഭവം, പിന്നെന്താണ് ഈ പല ഈ സമരങ്ങളൊക്കെ ശരിയാണ്. അന്നത്തെ അടിമ വ്യവസ്ഥയിൽ ഈ പറയുന്ന ജന്മി കുടിയാൻ ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ള സമരങ്ങളാണ്. ജാതി സമരങ്ങൾ വളരെ, എനിക്ക് എന്റെ അനുഭവത്തിൽ ജാതി സമരങ്ങൾ ഇല്ല. കാരണം നമുക്ക് അറിയാവുന്ന, ഞാൻ അവസാനമായിട്ട് കണ്ടിട്ടുള്ളത് ഈ തോട്ടി, ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോ അന്ന് അവിടെ സമൂഹമുണ്ട്, തോട്ടി സമൂഹമുണ്ട്, ജുബ രാമകൃഷ്ണൻ ഉണ്ട്, അവരോട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ തോട്ടികൾ വെട്ടി വരുന്നത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്നില്ല. മഹാരാജാവിന് കക്കൂസ് ഉണ്ടായിരുന്നു, മഹാറാണിക്ക് കക്കൂസ് ഉണ്ടായിരുന്നു, അമ്മ വീടുകളിലൊക്കെ കക്കൂസ് ഉണ്ടായിരുന്നു, നമുക്ക് വെളിപ്പറമ്പുണ്ടായിരുന്നു. അപ്പൊ ഇത് വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒന്ന് ചികഞ്ഞു നോക്കിയിട്ട് ചരിത്രത്തിലെ യഥാർത്ഥ അംശം കൊണ്ടുവന്നിട്ട് ഈ തമ്മിലടി ഒന്ന് നിർത്തിക്കണം. ഈ ഹിന്ദുവിനെ ഡിവൈഡ് ചെയ്തിട്ട് ഹിന്ദുവിന്റെ ബലമില്ലാണ്ടാക്കുക. ഹിന്ദു ഒരുമിച്ച് കഴിഞ്ഞാലുണ്ടാവുന്ന മാറ്റം എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ നിലനിർത്തുന്ന ഒരു സമൂഹം തന്നെ ഈഴവ സമൂഹമാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ NSS ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. NSS കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കും എന്ന് പറയും, അത് സമദൂരം എന്ന് പറയും. പക്ഷെ അവിടെ സമദൂരല്ല, ഈഴവ സമുദായം ഈ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന സമൂഹമാണ്, അധികാരത്തിന്റെ സമൂഹമാണ്. അപ്പോ നമ്മൾ ഈ ജാതി പറയുകയാണെങ്കിൽ എന്നാ പിന്നെ ബ്രാഹ്മണരുണ്ട്, എല്ലാവരും മന്ത്രിമാര്, അവര് ഒരു ബ്രാഹ്മണനെ പോലും ഞാൻ കണ്ടെത്തിയിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ആലോചിച്ചു. ഒന്ന്, നമ്മുടെ ഈ ദേവസ്വം മന്ത്രി, അദ്ദേഹം ജാതി എത്ര പ്രാവശ്യം പറഞ്ഞു? ജാതി പറയാൻ പാടില്ല, അദ്ദേഹം ഒരു മന്ത്രിയല്ല. അദ്ദേഹം ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് തീർത്ഥം വാങ്ങിച്ച് കൈ കഴുകിയ വ്യക്തിയാണ്. അദ്ദേഹം ഏത് ഹിന്ദുവിൽ പെടും? അദ്ദേഹത്തിന്റെ ദേവത ഏതാണ്? അദ്ദേഹത്തിന്റെ പ്രമാണം ഏതാണ്? അപ്പൊ അവരൊന്നും ഇതിന്റെ ഭാഗമല്ല, ഹിന്ദുവിന്റെ ഭാഗമല്ല, അവർ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമല്ല. ഒരു ദേവതയിലും അവർക്ക് വിശ്വാസമില്ല. ജണ്ടാള ബാബാജി അവർക്ക് താല്പര്യമില്ല. നമ്മുടെ സന്യാസിമാരെ അമ്മേനെ എങ്ങനെയാ അവർ വിളിക്കുന്നത്? മുക്കുവ സ്ത്രീ അല്ലേ? മീൻകാരി തന്നെയാണ് അവര് പലതവണ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ജാതി പറഞ്ഞത് ആരാണ്? ഞാൻ അമ്മയുടെ കാൽക്കൽ വീണിട്ടുണ്ട്. അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ആശീർവദിച്ചിട്ടുണ്ട്. അമ്മ എന്റെ ജാതി ചോദിച്ചിട്ടില്ല. എനിക്ക് നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ആരുടെ ജാതി എനിക്കറിയില്ല. ചിദാനന്ദ സ്വാമിയുടെ ജാതി എനിക്കറിയില്ല. മതം ഹിന്ദു ആണെന്ന് മാത്രമേ ഉള്ളൂ, ജാതി എനിക്കറിയില്ല. നമ്മളവിടെ ജ്ഞാനിയാണ്. ഇവിടെ ബാബാജിയെ നമ്മൾ കാണുന്നു. ബാബാജിയുടെ ജാതി ചണ്ടാളെന്ന് ബാബാജിയാ പറയുന്നത്, ഞാനല്ല പറയുന്നത്. ഞാൻ ചണ്ടാളെന്ന അഭിമാനത്തോടെ ബാബാജി പറയും. അങ്ങനെ ഞാൻ ചെറുമനാണെന്ന അഭിമാനത്തോടെ പറയാൻ കഴിയണം, വേണ്ടേ? ഞാൻ നായ്ക്കനാണെന്ന അഭിമാനത്തോടെ പറയാൻ കഴിയണം. എന്റെ സംസ്കൃതിയിൽ എനിക്ക് ഇഷ്ടമാണ്, എന്റെ സംസ്കൃതി അതാണ് എന്ന് ഉറക്കെ പറയാൻ പറ്റണം. ഏത് നായരായിക്കോട്ടെ, ഞാൻ വിളക്കിത്തല നായരാടോ, അതിലെന്താ തെറ്റ്? ലോകത്തെ എല്ലാവിധ ജോലിയും ചെയ്യണം, എല്ലാ മഹത്വമാണില്ലേ? കർമ്മം, ജ്ഞാനം, കർമ്മം, ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കല്ലേ? കർമ്മ വ്യവസ്ഥ ഇല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോവുമോ? പണിയാൻ ആളില്ലെങ്കിൽ എവിടെയാണ് ഒരു തരി പുല്ലുണ്ടാവുമോ? ഒരു മണി അരി ഉണ്ടാവുമോ? എത്ര മഹത്തായിട്ടുള്ളതാണ് ഓരോ കർമ്മ പദ്ധതിയും. ആ കർമ്മ പദ്ധതി അനുസരിച്ച് ഓരോ വിഭാഗത്തിനും കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ? വൈശ്യര് വേറെ, അതേപോലെ തന്നെ നമുക്ക് നോക്കുക, ആശാരി, മൂശാരി,
അവര് കൾച്ചർ അങ്ങനെ ആ ആശാരിയെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്നതില്ലേ. താഴെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് മേലെ വളബന്ധം അടിച്ചു കയറ്റുമ്പോ ആശാരിയുടെ ഉള്ളിലുണ്ട് വട എവിടെയും തട്ടാതെ പോകുമ്പോഴാണ് ആ കണക്ക് താഴെ. അവിടെയാണ് ആശാരിയെ നമ്മൾ തൊട്ട് നമസ്കരിക്കുന്നതില്ലേ. ഇനി മാരാരെ എടുക്കുക, ആ ചെണ്ടക്കോൽ ഇങ്ങനെ പെറുക്കിയെടുക്കുമ്പോ അവിടെയാണല്ലോ മാരാര് നമ്മൾ ഇങ്ങനെ തൊട്ട് തൊഴുന്നതില്ലേ. ആർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എനിക്ക് മാരാരെ തൊട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മോഹൻ സിത്താര നല്ല മ്യൂസീഷ്യന്റെ ജാതി ചോദിച്ചിട്ടുണ്ടോ? ഏറ്റവും താഴേക്കടയിലുള്ള ആളാണ്. പക്ഷെ മോഹൻ സിത്താരെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും നമ്മൾ അംഗീകരിച്ചിട്ടില്ലേ. നമ്മൾ വിവേചനം കാണിച്ചിട്ടുണ്ടോ? അത് താഴേക്കടയിൽ നിന്ന് വന്ന പാട്ടുകാരനാണ്. ഇളയരാജ ആരാണ്? നമ്മുടെ സമൂഹം അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല. മുഴുവനും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് ഇല്ലേ. ഏത് കണ്ടെത്തുന്ന വരുന്നതില് ആ സ്വരശുദ്ധിയെ നമ്മള് ബാബാജി സത്യം പറയുകയാണെങ്കിൽ, നന്മ പറയുകയാണെങ്കിൽ, അതിനെ നന്ദിയാണെങ്കിൽ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയും. അങ്ങനെ ഉൾക്കൊള്ളണം. പുലയേണ്ട നന്മയും പറയേണ്ട നന്മയും എല്ലാ നന്മയും കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് എന്റെ കേരളം ഉണ്ടാകുന്നത് ഇല്ലേ. എത്ര ഡിഫറൻസ് ആണ് കൾച്ചർ. ഇതിലേതെങ്കിലും ഒന്നിനെ മോശമാണെന്ന് പറയുമ്പോൾ അങ്ങനെ മോശമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ ഹിന്ദു വേണം. ഞാൻ ബാബാജിനെ കഥ പറഞ്ഞു, ചോദിക്കണം, നിഷ്ഠൂരം പറയണം. നിങ്ങൾ ഞങ്ങളിൽ ജാതി കൽപ്പിക്കണ്ട, നിങ്ങൾ ഞങ്ങളിൽ വർണ്ണം കൽപ്പിക്കണ്ട, ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നവരാണ്, നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കണ്ടേ. അങ്ങനെ ചോദിക്കാനുള്ളൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനാണ് മാധ്യമങ്ങൾ വേണ്ടതല്ലേ. വീണ്ടും വീണ്ടും പഴയതെടുത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള സതി തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു, അത് നിർത്തലാക്കി. ഹിന്ദു ധർമ്മത്തിന് അങ്ങനെ ഗുണമുണ്ട്. ഇത് എപ്പോ വേണമെങ്കിലും എന്താണ് ഒരുതി അത് തെറ്റാണ്, വേണ്ട മാറ്റിവെക്കാം. ഒരക്ഷരം മാറ്റാൻ പാടില്ല എന്ന് ആരും പറയുന്നില്ല. ഒരു ധർമ്മവ്യവസ്ഥയെ ഒരക്ഷരം മാറ്റാൻ പാടില്ല എന്ന് പറയില്ല. ഇപ്പൊ കോഴീനെ വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു, കോഴീനെ വെട്ടണം. ശാക്തേയ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് കോഴിവെട്ട്. അപ്പൊ പറഞ്ഞേ കോഴി വെട്ടാൻ പാടില്ല, എന്നാ പിന്നെ മൂരി വെട്ട് നടന്നിട്ടുണ്ടോ? ഇവിടുത്തെ മുസ്ലിങ്ങളുടെ എല്ലാ വലിയ പെരുന്നാളിനും കാളേനെയും പോത്തിനെയും ആടിനെയും ഒട്ടകത്തിനെയും ഒക്കെ വെട്ടി ചോര ഒഴുക്കിയിട്ട് ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് സമൂഹം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയൻ പറയാറുണ്ട്, ഞങ്ങൾ കോഴി വെട്ടി നിർത്തിയില്ലേ. ശരിയാണ്, പാവ ഹിന്ദുക്കളെ കൊണ്ട് കോഴി വെട്ടിച്ചിട്ട് ഇപ്പൊ കുമ്പളങ്ങി വെട്ടിക്കലായി. അതേ സമയത്ത് ഇപ്പുറത്ത് 4 വയസ്സുള്ള കുട്ടിയുടെ ലിംഗം പിടിച്ചിട്ട് കത്തിക്കൊണ്ട് ചെത്തി അരിഞ്ഞ് കളയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പുറത്ത് അതേസമയത്ത് ഒരു കുഞ്ഞിന്റെ മുതുകിൽ ഒരു ചെറുനാരങ്ങ ഇങ്ങനെ കോർത്തിട്ടാൽ അയ്യോ ബാലപീഡനം എന്ന് പറയില്ലേ. ഹിന്ദു സമൂഹത്തിൽ ഋതുമതിയായ പെൺകുട്ടികളെ മഞ്ഞൾ തേച്ച് കുളിപ്പിച്ച് സുന്ദരിയാക്കി വെച്ചിട്ട് ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എത്ര മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഇതില്ലേ. ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ പോലും ഋതുമതി ആവുമുള്ള ചടങ്ങുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് വൈവിധ്യമാണ്. അപ്പൊ ആ വൈവിധ്യം വേണ്ടേ നമുക്ക്, ആ വൈവിധ്യം ആസ്വദിക്കാൻ കഴിയട്ടെ. അവരൊക്കെ അവരവരായിട്ട് നിൽക്കട്ടെ. അവരെ കുറഞ്ഞു കാണണ്ട, കൂടിയും കാണണ്ട. നമ്പൂരിക്ക് 2 കൊമ്പില്ല, നായക്ക് 1.5 കൊമ്പുമല്ല, ഇഴവന് കൊമ്പില്ലായ്മയില്ല. പിന്നെ ജാതി വ്യവസ്ഥയിൽ ഈ വയനാട്ടിൽ തന്നെ ഈ പറയുന്ന വനവാസി വിഭാഗത്തിൽ പരസ്പരം ഉണ്ട്. ഒരു വിഭാഗത്തിന് വീട്ടിലേക്ക് കയറാൻ പാടില്ല. അപ്പൊ അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് അന്ന് ഉമ്മ പറഞ്ഞത് എന്നോട്, തൂണേ ചാത്തനുണ്ടോന്ന് ചോദിച്ചു. തൂണേ ചാത്തനുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അകത്ത് പെണ്ണ് പറയും, തൂണേ പറയും ചാത്തന് ഇവിടെ ഇല്ലാന്ന്. പിന്നെ പരസ്പരം കാണാൻ പാടില്ലാത്ത സമൂഹം അവരിലും ഉണ്ടായിരുന്നു. തൂണിനോട് സംസാരിച്ച ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇങ്ങനെ എൻ്റെ അടുത്ത് ഓരോ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ ആധുനിക കാലത്ത് അതും പറഞ്ഞിട്ട് ഭിന്നത ഉണ്ടാക്കലല്ല. നമുക്കത് മറക്കണ്ടേ. പല ഇപ്പം ചെറുപ്പത്തിൽ നമ്മൾ മലംവാരി കളിച്ചിട്ടുണ്ട്. ആ മലംവാരി കളിച്ചത് ഇന്നും കളിക്കാൻ പറ്റുമോ നമുക്ക്? മലംവാരിയിട്ട് പലപ്പോഴും പല തെറ്റുകളും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റുകൾ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കണം. ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി ബാബാജി പറഞ്ഞ മാതിരി
ഒഴുകിപ്പോവാതിരിക്കാൻ കുഴി കെട്ടിയിട്ട് ആയിരിക്കാം കഞ്ഞിക്കുടി ഉടങ്ങിയത്. അതിനെ പിന്നെ വേറൊരു സമ്പ്രദായമായിട്ട് ആൾക്കാർ മോശമായി കണ്ടതായിരിക്കണം. ഇന്നും നമ്മുടെ കുഴി മണ്ണിന് ഇങ്ങനെ മണ്ണ് കീറിയിട്ട് അതിനകത്ത് കുഴിച്ചു മൂടുന്ന സമ്പ്രദായം ഇല്ലേ? മണ്ണിലേക്കല്ലേ വിടുന്നത്. വല്ല അശുദ്ധി ഉണ്ട് അവിടെ ഒക്കെ മണ്ണിലേക്കാണ് ചേരുന്നത്. അപ്പൊ മണ്ണിനെ അങ്ങനെ വേറിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴിക്കുത്തി എന്ന് പറഞ്ഞാൽ കഞ്ഞി മോശമാവുന്നില്ല. കഞ്ഞി ഒലിച്ചു പോകാതെ ആ കുമ്പിളിൽ കിടക്കും. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇനി അതല്ല ഈ പറയുന്ന ഈ അടിമ ഉടമ സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ അതില്ലാതെ പോയി. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു കഴിഞ്ഞു. എല്ലാ ജാതിക്കാർക്കും എല്ലാ ക്ഷേത്രത്തിലും പോവാം. അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തിനാണ് ഈ സത്യത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഒന്നും ആഘോഷിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. പണ്ടിങ്ങനെ ഹിന്ദുക്കൾ നടക്കാൻ മറ്റേ താഴ്ന്ന ജാതിക്കാർ നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് താഴ്ന്ന ജാതിക്കാരെ ഇപ്പോൾ അതിന്റെ അടിമത്ത ചങ്ങലയിലേക്ക് കൊണ്ടുപോകണോ? വേണ്ട. അതൊക്കെ നമുക്ക് മറന്നേക്കാം. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ മറക്കാനുള്ളത് മറക്കാനും തിരുത്താനുള്ളത് തിരുത്താനും ഉള്ളതാണ് സംവിധാനം. അവിടേക്ക് തന്നെ തിരിച്ച് കച്ചകെട്ടി കൊണ്ടുപോകാൻ കൃഷ്ണകുമാരൻ്റെ അടുത്തൊരു വാക്ക് കിട്ടി എന്നാ പിന്നെ അതങ്ങ് അടിച്ചു കളയാം എന്ന് ചിന്തിക്കുന്നിടത്തല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പറയേണ്ടി വരും. ഈ നമ്പൂതിരിപ്പാട് എങ്ങനെയാണ് തന്റെ അടിമകളോട് പെരുമാറിയെന്ന് ഒന്ന് ചികഞ്ഞെടുക്കേണ്ടി വരും. അതും പറയണ്ടേ നമ്മൾ. എന്ന് പറയുന്ന ഈ ആധുനിക ജീവിത ഒളിവിലും ഓർമ്മയിലും ഒരുപാട് കുട്ടികൾ ഉണ്ടാക്കിയ നല്ല മനുഷ്യരും ഉണ്ടല്ലോ അവിടെ അല്ലേ? ആശ്രയം കൊടുത്ത വീട്ടിൽ ഗർഭമുണ്ടാക്കിയ മാന്യന്മാരും ഉണ്ട് ഇവിടെ. ഈ ചരിത്രമൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ കുഴിയിലേക്ക് പോകുന്നത്. കുഴികുത്തിയ സംഭവം, മുലമുറിച്ച സംഭവം ഇല്ലേ? മാറുമറയ്ക്കൽ സമരം. ആരും മറച്ചിരുന്നില്ല അത് പറയില്ല. നമ്പൂരിന്ന് ആരൊന്നും മാറു മറച്ചില്ല എന്ന് പറയില്ല. താഴ്ന്ന ജാതിക്കാർ മറയ്ക്കാൻ പാടില്ല. സമ്പ്രദായങ്ങള് അതൊക്കെ മാറിയിട്ടും പിന്നെ എന്തിനാണ് ഈ മുലയുടെയും ഈ പറയുന്ന പൂണൂലും പിടിച്ച് തൂങ്ങുന്ന ഒരു കാര്യമില്ല. പൂണൂലിനോട് വെറുപ്പ്, മറ്റൊന്ന് വെറുപ്പ്, പൂണൂലിന് ഉള്ളവർക്ക് ബാബാജിയോട് വെറുപ്പ്. ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് മാറ്റം വന്നു. ഇനി കഴിഞ്ഞത് മറന്നിട്ട് കൾച്ചറിനെ ആദരിക്കാൻ പഠിക്കും. ഇതേ വിഭാഗം തന്നെ അപ്പൊ ഇവിടെ കോഴിക്കോട് ഫെസ്റ്റ് നടക്കാണ്, ഫോക്ലോർ ഫെസ്റ്റ്. എന്തിനാണ് പിന്നെ ഈ ജാതി പറയുന്നത്? എന്നെ കുത്തിയാലും ചോര, നിന്നെ കുത്തിയാലും ചോര എന്ന് പറഞ്ഞാൽ ആ സംവിധാനം എടുത്ത പോലെ നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല. അതന്നെ പഠിപ്പിക്കേണ്ടത്. പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റെടുക്കുക, എന്റെ ചെളിയിൽ വിരിയുന്ന പൂവല്ലേ നിന്റെ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളൊരു ബോധത്തിലേക്കാണ് വരേണ്ടത്. ഇപ്പോഴും ഡിവൈഡ്. അതിന് പകരം ചർച്ചയാവട്ടെ. മുഹമ്മദിന്റെ അടിമ സ്ത്രീകളെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ. എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് ചർച്ച ചെയ്യട്ടെ. ഏതൊക്കെയാണ് ഒരു രാജാവിനെ കീഴടക്കി കഴിഞ്ഞാൽ സ്ത്രീകളെ മുഴുവൻ എങ്ങനെയാ സ്വന്തമാക്കുന്നത്, അത് എന്ത് കൾച്ചറാണെന്ന് പറയട്ടെ. ഇല്ലേ? രാമസ്വാമി പറഞ്ഞത് കൊണ്ട് അടുത്ത ചർച്ചാ വിഷയം ഇത് തന്നെയാണ്. നമ്മുടെ ആരിഫ് ഹുസൈൻ സാറിനെ ഞാൻ ഇന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ഈ ഒരു ചർച്ച നടത്തൽ നിർബന്ധമാണ്. കാരണം 3 കമ്മ്യൂണിറ്റിയിലും അടിമ സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് അത് വലിയൊരു ചോദ്യം തന്നെയാണ്. അത് ആരായിരുന്നു പ്രൊമോട്ട് ചെയ്തിരുന്നത്, എങ്ങനെയാണ് നമ്മളവിടെ എത്തിയെന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വലിയ വിഷയം തന്നെയാണ്. അതുപോലെ ഒരു ഉപദേശം, പിഞ്ഞാണം എന്ന് പറഞ്ഞു, ഇനി പറഞ്ഞാൽ ജാമ്യമില്ലാത്ത കേസിൽ ഉള്ളു പോകേണ്ട വകുപ്പാണ്. അതുപോലെ ബാബാജി ഈ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തുകൂടെ ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിച്ച് നടക്കണം. രണ്ടാൾക്കൊരു ഉപദേശം ഉണ്ട്. ഇനി ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. ബാബാജി, എങ്ങനെയാണ് ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ? അതുപോലെ രാമസിംഹൻജി കുറെ അങ്ങേ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതിനൊക്കെയുള്ള മറുപടി എങ്ങനെയാണ്? അത് പറഞ്ഞോളൂ. അങ്ങയുടെ ആ ഒരു സെഷനിലേക്ക്, സെക്കൻഡ് സെഷനിലേക്ക് പോയിക്കോളൂ. രാമസിംഹൻജി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കെന്താ വെച്ചാൽ അതൊന്നും അത്ര വിഷയങ്ങളൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളൊരു പക്ഷം ചേരലാവും. ഒന്ന്, എഴുതപ്പെട്ട എല്ലാ മതഗ്രന്ഥങ്ങളിലും അടിമ വ്യവസ്ഥയുണ്ട്. കറുത്ത സ്ത്രീയെ യജ്ഞത്തിന് മുന്നേ പ്രാപിക്കണം എന്ന് പറയുന്ന പ്രമാണങ്ങളൊക്കെ സ്മൃതികളിലുണ്ട്. അപ്പൊ അടിമ എന്ന പ്രയോഗങ്ങൾ ഇല്ലാന്നുള്ളൂ, ദാസൻ ദാസി എന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എഴുതപ്പെട്ട എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതുണ്ട്. അത് പ്രാക്ടീസ് ചെയ്തിരുന്ന ആളുകളും എല്ലാത്തിലുമുണ്ട്, ഇന്നും പലതിലും നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ അതിനെ നമ്മുടെ ഭരണഘടന തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അത് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒരു പക്ഷം ചേരലായി മാറും. ഇപ്പൊ ഈ ഒരു കൃഷ്ണകുമാറിന്റെ വിഷയം തന്നെ എടുക്കാൻ കാരണം,
നമ്മുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇത്തരം വേദികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പല ആളുകൾക്ക് കാഴ്ചപ്പാടുണ്ട്, ചണ്ടാള ബാബ നേരെ എന്തോ സംഘപരിവാർ പൊളിറ്റിക്സിന്റെ ആളായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു പരിവാറിന്റെയും പൊളിറ്റിക്സിന്റെ ആളല്ല, നമ്മളൊരു ധർമ്മിയാണ്, നമ്മളെ മുന്നോട്ട് വയ്ക്കുന്ന ധർമ്മമാണ്. അതുകൊണ്ട് അധാർമികമായ പ്രവർത്തനങ്ങൾക്കെതിരെ ചൂണ്ടിക്കാണിക്കുക, അത് പറയുക, നമ്മുടെ ധർമ്മവുമായി നമ്മൾ മുന്നോട്ട് പോകുക, വേണ്ടവർക്ക് പിന്നാലെ വരാമെന്നാണ്. അല്ല മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ തയ്യാറല്ല. ഇവിടെ പിന്നൊരു കാര്യമുള്ളതാണ്, നമ്മൾ ഈ സവർണ അവർണ നമ്മുടെ സമാജത്തിനെ അല്ലെങ്കിൽ സമൂഹത്തിനെ എപ്പോഴും ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉയർത്തി കാണിക്കുന്ന രണ്ട് വാക്കാണ് സവർണ അവർണ, ഉയർന്നവൻ താഴ്ന്നവൻ. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെയാണ് പരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. കാരണം ഇവരിത് ഇല്ല എന്ന് പറയുകയാണ്, നമ്മൾ പോകണം ഉണ്ട് എന്നാ പറയുന്നത്, ഇതുള്ളതിന് ഇല്ല എന്ന് പറയും. ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ഇല്ലാതാക്കിയത് കൊണ്ട് രാജ്യത്തിന്റെ ചരിത്രം ഇല്ലാതാകുന്നില്ല. അവിടെ ഈ ഒരു സവർണ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാതുർവർണ്ണ വ്യവസ്ഥയെ അംഗീകരിച്ച് ചതുർവേദങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ ആധികാരികമായി ഉൾക്കൊണ്ടു പോകുന്ന ജനവിഭാഗങ്ങളെയാണ് ഈ പറയുന്ന സവർണ. അവർ ആ വർണ്ണ വ്യവസ്ഥ അംഗീകരിക്കുന്നവരാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്ര. അവര് സവർണ വിഭാഗം എന്ന് പറഞ്ഞാലും ഉയർന്നവർ അർത്ഥമല്ല. അത് അവരുടെ മത നിയമമാണ്. ഇപ്പൊ ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞാൽ സവർണ മത നിയമങ്ങളാണ്, വൈദിക വേദിക് നിയമങ്ങൾ, വേദിക് ലിറ്ററേച്ചറാണ് അവർ ഉപയോഗിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താണ് ബാക്കിയുള്ളവരുടെ പ്രത്യേകത? അവർ വർണ്ണ നിയമങ്ങളെ അംഗീകരിക്കുന്നില്ല, ചതുർവേദങ്ങളെ അംഗീകരിക്കുന്നില്ല, അതിന്റെ നിയമ സംഹിതകളോ അതിന്റെ ആചാര പദ്ധതികളോ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് സിസ്റ്റമാണ്. ഈ പ്രധാനപ്പെട്ട രണ്ട് സിസ്റ്റം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്തായി? ഹിന്ദു എന്ന മതത്തിന്റെ ഉള്ളിലേക്കാണ് രണ്ടും കയറി വന്നത്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ എന്താണ്? ഹിന്ദു, രാഷ്ട്രപരമായ ഹിന്ദു രണ്ടാണ്, ഒന്നല്ല. നമ്മൾ പ്രതിനിധീകരിക്കുന്നത് ഈ പറയുന്ന ഇവര് പറയുന്ന അവർണ ഹിന്ദുവിനെയാണ്. അവർണ ഹിന്ദു പറഞ്ഞ നമ്മൾ ചതുർവേദങ്ങളെ ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാരും ഒക്കെ ഉണ്ടായി, നമ്മൾ ദർശനം പറയാണ് കേട്ടോ. അപ്പോ അതുപോലെ തന്നെ ബൗദ്ധന്മാര് ഫോളോ ചെയ്യുന്നില്ല, ജൈനന്മാര്. അപ്പൊ ഈ സിസ്റ്റത്തെ മനസ്സിലാക്കാണ്ട് ഇതില്ല എന്ന് പറയുമ്പോൾ ഇവിടെയാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു വിവേചനം ഉണ്ടായത്. അധികാരി വർഗം കൃത്യമാണ്. ജന്മി കുടിയാൻ വിഷയമാണ്. ജന്മി കുടിയാൻ എന്ന് പറയുമ്പോൾ എല്ലാ ബ്രാഹ്മണരും ജന്മികളായിരുന്നില്ല. എന്നാലോ ഭൂമിയുള്ള അധികാരമുള്ള മറ്റ് ഈ പറയപ്പെടുന്ന ആദിമ ജനവിഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ കാലത്തും ഉള്ളതാണ് സമ്പത്ത്, അതായത് ഭൂസമ്പത്തും അതുപോലെ ധനം കൈവശം വെക്കുക, അധികാരം. ഈ മൂന്ന് കാര്യങ്ങൾ, അതിന്റെ ഒപ്പം അറിവ്, അന്നത്തെ അറിവ് കൂടി ആരിലുണ്ടോ അവരെന്നും അടക്കി ഭരിക്കും. ആ അടക്കി ഭരിക്കൽ ഉണ്ടായി അതിൽ. അപ്പൊ അതുകൊണ്ട് സവർണ അവർണ എന്നുള്ളത് മനസ്സിലാക്കുക. കൂടെ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായും സാമൂഹികമായും ആ പശ്ചാത്തലത്തിൽ ആരാണോ ഉയർന്നു നിൽക്കുന്നത് അവരാണ് ഉയർന്നവര്. ഇന്നത്തെ ഉയർച്ച എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്പൂതിരിപ്പാട് ഉയർന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം മാറിയിട്ടുണ്ട്. താഴ്ന്ന എന്നുള്ളത് സാമൂഹിക പശ്ചാത്തലം മാറിയിട്ടുണ്ട്. എന്നാലോ ചിലത് പരമ്പരാഗതമായി തുടരുന്നുണ്ട്. പരമ്പരാഗതമായി തുടരുന്ന ജനവിഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നൊരു വസ്തുതയും ഉണ്ട്. അവർക്ക് നമ്മുടെ കേരളത്തിൽ കുറെ മാറ്റമുണ്ട്. എന്നിരുന്നാൽ പോലും പലയിടത്തും പല വിഷയങ്ങളും ഉണ്ട്. അതൊന്ന്. പിന്നെ ചരിത്രമായാലും പുരാണമായാലും ശരി, അത് എഴുതിയവരൊക്കെ തന്നെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഇന്ന് എഴുതുന്നതും അങ്ങനെ തന്നെയാണ്. അവരുടെ സ്വാർത്ഥതയാണ് അതിൽ കാണുള്ളൂ. അതുകൊണ്ട് പുരാണം തിരഞ്ഞാലോ ചരിത്രം തിരഞ്ഞാലോ പലതും കാണില്ല. ഇപ്പൊ ഗുഹന്റെ ഉദാഹരണം പറഞ്ഞു. ഗുഹന്റെ ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ വാൽമീകി രാമായണത്തിലെ രാമൻ ഗുഹനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല. എന്നാൽ നമ്മളുടെ എഴുത്തച്ഛന്റെ രാമായണം ഗുഹനെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഏതാണോ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണമെന്ന് വെച്ചാൽ രാമൻ ആരുടെ എന്നുള്ളത് രാമന്റേതായിരിക്കുന്ന വ്യവസ്ഥയാണ് ബോധ്യപ്പെടുത്തുന്നത്. നമ്മളെ ഉൾക്കൊള്ളുന്ന രാമനാണെങ്കിൽ രാമക്ഷേത്രം പണിയുമ്പോൾ നമ്മളെ ഉൾക്കൊള്ളും. നമ്മളെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ആ രാമൻ നമ്മളെ ഉൾക്കൊള്ളുന്നില്ല. ഇത് പറയാതിരിക്കാൻ നമുക്കാവില്ല. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുമായിട്ടാണ് എപ്പോഴും വിഷയം. ഹിന്ദുവിന്റെ ഐക്യം സാധ്യമാകണമെങ്കിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന്റെ പ്രശ്നങ്ങളും അവരുടെ ദർശനങ്ങളും അഡ്രസ്സ് ചെയ്യാൻ ഹിന്ദു എന്ന നാമത്തിൽ ആരാണോ വരുന്നത് അവർ തയ്യാറാകണം. എന്നാൽ അത് തയ്യാറാകുന്നില്ല. അവരെന്താ പറയുന്നത്? ഇതില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ ചതുർവേദങ്ങളും പൂണോൽവൽക്കരണവുമാണെന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇത്തരം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ മറ്റുള്ളവരോ ഇതിന് ഉയർത്തി കാണിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താ ഈ മുസ്ലിംസിന്റെ ജമാഅത്ത് ഇസ്ലാമി ഇവരൊക്കെ ഇതിനെ എടുത്തുയർത്താൻ എന്താണ് ആ പഴുത്? അവിടെ എന്താണ് സംഭവിക്കാൻ കാരണം? എന്താണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല? ഹിന്ദു എന്ന് പറഞ്ഞാലോ, ഹിന്ദു എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ആളുകളാണ്. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ മാറ്റിയില്ലേ? 36 ശമ്പളത്തെ കയറ്റിയില്ലേ? ഇവർക്കും പൂണരിട്ടൂടെ? ഇവർക്കും പൂജ പഠിച്ചൂടെ? ഇതാണോ മാനദണ്ഡം?
അങ്ങനെയാണെങ്കിൽ തിരിച്ചായിക്കൂടെ? ആ തിരിച്ചാകാത്തിടത്തോളം കാലം ഇത് അഡ്രസ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആത്മീയ വശത്തെ കുറിച്ച് പറയുക എന്ന്. എപ്പോഴും ഭാരതം നിലനിൽക്കുന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ആധ്യാത്മികമായിരിക്കുന്ന പദ്ധതിയോട് കൂടിയിട്ടോ ആ സിസ്റ്റത്തോട് കൂടിയിട്ടോ പോകാത്തവർക്ക് ആർക്കും തന്നെ ഇവിടെ ഉയർച്ച ഉണ്ടാവില്ല, ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. അതാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ പലപ്പോഴും നേരിടുന്ന ഒരു വിഷയം. നമ്മൾ രാഷ്ട്രീയം പറയല്ല, രാഷ്ട്രീയത്തെ കുറിച്ച് സൂചിപ്പിക്കുക. അപ്പൊ ഇവിടെയാണ് നമ്മൾ കുഴി കുത്തി കഞ്ഞുടിക്കുമ്പോൾ, ഇപ്പൊ നേരത്തെ പറയേണ്ട മണ്ണിൽ അടക്കം ചെയ്യില്ലേ? നിങ്ങളൊരു ഹിന്ദു സന്യാസിയോ അല്ലെങ്കിൽ ടോട്ടൽ ഹിന്ദു ഫേസ്ബുക്ക് പേജുകൾ നോക്കൂ, ആരെങ്കിലും മണ്ണിൽ അടക്കം ചെയ്യുന്നവൻ ഹിന്ദു ആണെന്ന് എഴുതിയിട്ടുണ്ടാവില്ല. ഹിന്ദുക്കൾ അവർ ദഹിപ്പിക്കണം, അതാണ് ആചാരം എന്നാ പറയാ. അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. എന്ത് മര്യാദയാണ്? അടക്കം ചെയ്യുന്നവൻ ഹിന്ദു ആണെന്ന് പറയാത്തിടത്തോളം കാലം ഈ കുഴി കുത്തി കഞ്ഞൂടി ചോദ്യം ചെയ്യപ്പെടും. അടക്കം ചെയ്യുന്നവൻ ഹിന്ദു ആണെന്നും അതും ആചാരമാണെന്നും അതും പഠിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അപ്പോഴാണ് ഹിന്ദു ആവുന്നുള്ളൂ. ഇന്നുണ്ടാകുന്നത് വൈദികതയുടെ ഉയർച്ച കാണിക്കുമ്പോൾ ഇരുണ്ട കാലഘട്ടത്തിലെ ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയെ എടുത്തുയർത്തും. ആ ഉയർത്തലുകളാണ് എല്ലായിടത്തും കാണുന്നത്. ഇവിടെയാണ് മണ്ണിൽ അടക്കം ചെയ്യുന്ന. കാരണം എന്താ? ഇവൻ മണ്ണിനെയാണ് ആരാധിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വയനാട്ടിലെ കുറിച്ചരും മറ്റുള്ളവരൊക്കെ ഈ മരത്തിനെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചർ അതാണ്. മണ്ണിനെ, മരത്തിനെ, നദികളെ, പാറകളെ, മലകളെ ഒക്കെ ആരാധിക്കുന്ന കൾച്ചറാണ് ആദി സംസ്കൃതി. അപ്പൊ അതിനെ ആരാധിക്കുമ്പോൾ അതിനെ കുഴി കുത്തി കഞ്ഞുടിക്കാന്ന് പറയുമ്പോൾ എന്തേ ഉള്ളൂ? ഭൂമി മാതാവാണ്, മണ്ണമ്മയാണ്, കടലമ്മയാണ്. വേദത്തിൽ പോലും വേദത്തിന് വരുണനാ പറയുന്നത്, ഒരു പിതൃത്വമാണ് കൊടുത്തത്. ഇവിടെ അമ്മയായിട്ട് കാണുന്ന ആദി സംസ്കൃതി. ആ ആദി സംസ്കൃത ഭാഗത്ത് അമ്മയുടെ മാറിൽ നിന്നും പാല് കുടിക്കുന്ന ആ കൺസെപ്റ്റ് ആണ് ഇതിന്റെ സ്പിരിച്വൽ ലെവൽ. എന്താണ് കുഴി കുത്തി കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞത്? അമ്മയുടെ മാറിൽ നിന്നും. സ്വാമി വിവേകാനന്ദ ലോകം ചുറ്റിയിട്ട് ഈ ചിക്കാഗോ ഒക്കെ ചുറ്റി നടന്നിട്ട് അവസാനം ഈ കന്യാകുമാരിയിൽ വന്ന ആ ഒരു വിവേകാനന്ദപ്പാറയിൽ മലന്ന് കടന്നിട്ട് പറഞ്ഞത്, ഞാൻ ഇനി എന്റെ അമ്മയുടെ മടിത്തട്ടിലൊന്ന് ശയിക്കട്ടെ എന്നാ പറഞ്ഞു. അത്ര കണ്ട് മണ്ണിനെ, ആ മണ്ണിനോടുള്ള ബഹുമാനം, മണ്ണിനെ വിൽക്കാത്തവർ, മണ്ണിനെ വാങ്ങാത്തവർ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ജനവിഭാഗം ഭൂസമരങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ടല്ലോ? എന്താ കാരണം? മണ്ണില്ല. നമ്മുടെ ജനതയ്ക്ക് മണ്ണില്ല. അഡ്രസ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? നമുക്ക് അമ്പലം കെട്ടാനും അല്ലെങ്കിൽ വേദം പഠിപ്പിക്കാനും മാത്രമാണ് തിടുക്കം. ഇവര് അഡ്രസ് ചെയ്യുന്നില്ല. ഇവർ അഡ്രസ് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു? അവർക്ക് എന്തുകൊണ്ട് അധികാരം നഷ്ടപ്പെട്ടു? എന്തുകൊണ്ട് ധനമില്ലാതായി? അതാണ് ഈ രാജ്യത്തിന്റെ എല്ലാ കാലത്തെയും പൊളിറ്റിക്സ്. ഇന്നത്തെ പൊളിറ്റിക്സും കേരളത്തിൽ നടക്കുന്ന ഇന്ന് എന്ത് പുരോഗമനം പറഞ്ഞാലും, എന്ത് വിപ്ലവം പറഞ്ഞാലും, എന്ത് ഭൂപരിഷ്കരണം പറഞ്ഞാലും നമ്മുടെ ജനതയ്ക്ക് കഞ്ഞി, നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വൈദ്യുതി പറഞ്ഞ പോലെ കഞ്ഞി കുമ്പിളിൽ തന്നെയാണ്. ഈ നിലം കുത്തി കഞ്ഞി കുടിക്കേണ്ട ഗതികേടിൽ നമ്മുടെ ജനത നിൽക്കുമ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇന്നലത്തെ കാര്യം പറയുമ്പോൾ അതിനെ ചൂണ്ടി അവർണ സവർണ എന്ന് പറയുമ്പോൾ ഇവരെന്തു ചെയ്യുന്നു നമ്മുടെ ജനതയ്ക്ക് വേണ്ടി? ഇവരെന്തു ചെയ്യുന്നു? ഇവരിപ്പോഴും കുടിയില്ല കഞ്ഞി തരുന്നത്. മണ്ണില്ല. അത് ആ കാലത്തും ഈ കാലത്ത് എന്താണ്? അമ്മയാണ് വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പറ്റില്ല. എന്നാലോ ഭൂമാതാവാണെന്ന് പറഞ്ഞ് എല്ലാവരും വിൽക്കുന്നു, വാങ്ങുന്നു, കൊടുക്കുന്നുണ്ട്. ഒരു പിടി മണ്ണിന് പോലും വില വരുമെന്ന് മുഹമ്മദ് പറഞ്ഞതിന്റെ ഭാഗമായി മുഹമ്മദിയർ മണ്ണ് വാങ്ങി കൂട്ടുന്നു. അപ്പൊ ഇവിടെ ഈ മാറിൽ നിന്നും പാല് കുടിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നമ്മൾ കഞ്ഞി കുടിക്കുന്നു. അപ്പോ അതുപോലെ തന്നെയാണ് ആ മണ്ണിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്, ആ മണ്ണിലേക്കാണ് ഞാൻ മടങ്ങേണ്ടത്. അവൻ മണ്ണ് തുരന്ന് അതിലേക്ക് അവനെ കൊണ്ടുപോയി അടക്കം ചെയ്യും. അഗ്നിക്രിയ ചെയ്യുന്നവർ, അവരുടെ ഫിലോസഫി അവരാണ് പറയുന്നത്. മണ്ണാകുന്ന എന്തുകൊണ്ടാണ്? പഞ്ചഭൂതങ്ങളെ തന്നെയാണ് ആരാധിക്കുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, അതായത് ഭൂമി. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ചാത്തന്മാരൊക്കെ ബന്ധപ്പെട്ടിട്ട് പൂക്കുട്ടിച്ചാത്തൻ, അതുപോലെ തന്നെ പറക്കുട്ടിച്ചാത്തൻ, പിന്നെ തീക്കുട്ടിച്ചാത്തൻ, നീർക്കുട്ടിച്ചാത്തൻ, പുലക്കുട്ടിച്ചാത്തൻ, ഇങ്ങനെ 5 ചാത്തന്മാരെ പറയും. അപ്പൊ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ആദ്യം മനസ്സാണ് ഇല്ലാണ്ടാവുന്നത്. അവിടെ എന്താണ്? ആകാശം ഇല്ലാണ്ടായി. പിന്നെ അടുത്തത് ഇല്ലാണ്ടാകുന്നത് എന്താണ്? അടുത്തത് അവന്റെ പ്രാണൻ പോവുകയാണ്. അപ്പൊ കാറ്റ് പോയി, അതാണ് പറക്കുട്ടി, അത് വെച്ച് വായു ഇല്ലാണ്ടായി. പിന്നെ ചൂടില്ലാണ്ടാവുകയാണ്. ചൂടില്ലാണ്ടാവുമ്പോ തീ അണയുകയാണ് അവന്റെ ശരീരത്തില്. അടുത്തത് എന്താണ്? രക്തം കട്ട പിടിക്കുന്നു, നീരില്ലാണ്ടാകുന്നു, ബലം പിടിച്ചു, അവസാനിക്കുന്ന പൃഥ്വി തത്വമാണ്. വൈദികന്മാര് പറയും അഗ്നിതത്വമാണ്. എന്താ ഇതിനെ പറഞ്ഞുകൂടെ? ഇതിനെന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ഹിന്ദു അല്ലേ നമ്മൾ ഹിന്ദു ആണെങ്കിൽ നമ്മളുടെ ഈ സമ്പ്രദായത്തെ, ഈ സിസ്റ്റത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങളെ മഹത്വവൽക്കരിച്ച് കാണിക്കണം. ഉണ്ടാകുന്നില്ല. ഇപ്പോഴും ഒന്നും തോന്നണ്ട. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുമ്പോഴും എവിടെ ചണ്ടാളന്മാർ? ശങ്കര പരമ്പര 6 സന്യാസിമാർ ഇരിക്കുന്നിടത്ത് ചണ്ടാളന്മാർക്ക് എന്തുകൊണ്ട് പ്രവേശനമില്ല? അത്തരം അവസ്ഥയിലല്ലേ ഈ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുന്നു നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത്. ഈ ചോദ്യം ചെയ്ത് ഉയർത്തുമ്പോൾ ബദൽ കൊടുക്കാതെ, അത് പരിഹരിക്കപ്പെടാതെ നമ്മൾ ഇത് ഇല്ലാണ്ട് കാര്യം ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇല്ല എന്നല്ല, ഉണ്ട്. ഇതിനെ ഹിന്ദു അഡ്രസ് ചെയ്തേ പറ്റൂ. അഡ്രസ് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളവരുടെയൊക്കെ വിഷമം എന്താ? നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ എന്താണ്? നിങ്ങൾ ഇത് പറയുന്നു, പക്ഷെ ഇല്ലേ. ഇവിടെയാണ് മുല മുറിച്ചോ എന്ന് ചോദിച്ചാൽ മുല മുറിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചരിത്രത്തിൽ അറിയില്ല. ഉണ്ടെങ്കിൽ ഇതിന് എന്താണ് കാരണം? അവിടെയാണ് ആ അധികാരി വർഗം ചില കാര്യങ്ങളെ മറ്റുള്ളവർക്ക് നിഷേധിച്ചു.
വസ്ത്രം എടുക്കാത്ത കാലം ഉണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ തുടങ്ങിയപ്പോ എന്താണ്, ഞങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് എടുക്കാൻ പാടില്ല. ഇതാണ് വിഷയം. ഇത് ഭാരത സംസ്കൃതിയുടെ ഭാഗമല്ല, അത് നമ്മൾ അംഗീകരിക്കില്ല. ഭാരതത്തിൽ ഈ പറയുന്ന പോലെ ആർക്കും ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നില്ല, അത് ലോകത്ത് എവിടെയും ഇല്ല. പക്ഷെ അധികാരി ബന്ധമുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് സ്വീകാര്യം. ഇന്നിപ്പോ പിണറായി വിജയൻ മുഖ്യമന്ത്രി വരുമ്പോഴോ നരേന്ദ്രമോദി വരുമ്പോഴോ ഒക്കെ അവർക്ക് കാറിന്റെ ഉള്ളിൽ അവർക്ക് ഗ്ലാസ് ഈ പറഞ്ഞ പോലെ അവർക്ക് എന്താ ഈ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു കർട്ടനിടാം. എന്നാൽ നമുക്ക് കർട്ടനിടാൻ പറ്റുമോ? അവർ വഴി പോകുന്ന സമയത്ത് നമുക്ക് വഴിയിൽ നിൽക്കാൻ പാടില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കറുപ്പെടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇറങ്ങും? പ്രതിഷേധമല്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ചണ്ടാളബാബയെ കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ ആരും പുറത്തേക്ക് പരിപാടിക്ക് വിളിക്കല്ലേ, കാരണം നമ്മൾ പുറത്തിറങ്ങുന്ന വസ്ത്രം പൂർണ്ണമായ കറുപ്പാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ? അപ്പൊ അവിടെയാണ് ഇത്തരത്തിൽ അധികാരികളുടെ ഇത് പറഞ്ഞാൽ രാഷ്ട്രീയം പറയാന്ന് പറയും. രാഷ്ട്രീയം ഇല്ലാതെ എങ്ങനെ രാഷ്ട്രത്തിൽ ജീവിക്കാൻ പറ്റും? അപ്പൊ രാഷ്ട്രീയ ഭേദമില്ല എന്നാ പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഒരു സാധനത്തെ അഡ്രസ് ചെയ്യാൻ പറ്റണം. അവിടെ അഡ്രസ്സിന് ഹിന്ദുക്കൾക്ക് ബാധകമാണ്. എല്ലാവരെയും മുകളിൽ ധരിപ്പിക്കൽ. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു വടിയാണ്, ഇത് ചൂരലെന്നാ പറയാ. ഇത് ആദ്യ സമ്പ്രദായത്തിന്റെ ഭാഗമാണ്. എത്ര ആൾക്കാർക്ക് അറിയാം? ഇപ്പൊ പഠിച്ചതും മനസ്സിലാക്കിയത് എന്താണ്? ഇത് മന്ത്രവാദിയുടെ കയ്യിലെ വടിയാണെന്ന്. ഇപ്പൊ ബഹുമാന്യ നമ്മുടെ രാമസിംഹൻജി ഇരിക്കുന്നുണ്ട് അവിടെ. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാം മൂസാ നബിയുടെ കഥ, മോസസിന്റെ കഥ. മോസസ് പോയിട്ട് നേരെ ഈ പറയുന്ന രാജാവിന്റെ സദസ്സിലെത്തുന്ന സമയത്ത് ഫറവോനാണെന്ന് തോന്നുന്നു. അവിടെ സമയത്ത് ഈ മന്ത്രവാദികളെയൊക്കെ പാടെ കൂട്ടുമ്പോ പടച്ചവൻ അല്ലെങ്കിൽ ഈ യഹോവ പറയുന്നത് തന്നെ വടി താഴത്തിടാനാ പറയുന്നേ. അപ്പൊ നമ്മുടെ ജ്ഞാനത്തിന്റെ ഗുരുത്വത്തിന്റെ അധികാര ചിഹ്നമാണിത്. ഇത് രാജാവ് പിടിച്ചാൽ ചെങ്കോലാവും, ഞങ്ങൾ പിടിച്ചാൽ മന്ത്രവാദത്തിന്റെ വടിയാവും. അതുപോലെ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണിത്. ഇതിന് പറയാ ആചാരക്കത്തി എന്നാ പറയാ. അത് ഞങ്ങളെ കയ്യിൽ ഉണ്ടാവണം എന്നാണ്, ഇതൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവണം എന്നാണ്. പക്ഷേ നേരത്തെ കോഴിവെട്ടിന്റെ കാര്യം പറയുന്നത് ഇതൊന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് സിഖുകാരുടെ കയ്യിൽ ഇത്തരത്തിലൊരു കാര്യം കാണാൻ പറ്റും. ഇത് എവിടുന്ന് വന്നു? ഇത് ആദ്യ സംസ്കൃതിയാണ്. പക്ഷെ അവര് മതവ്യവസ്ഥയായപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയും, എന്നാൽ നമ്മുടെ ജനതയ്ക്ക് ഇത് നമ്മളെ ചെണ്ട പോലെ കൊട്ടാൻ നമ്മളുടെ ആളുകൾ വേണം. എന്നാൽ ഹിന്ദു അഡ്രസ് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് എന്താണ്, ഞങ്ങൾക്ക് അപകർഷത മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യാൻ പോലും ചണ്ടാളബാബയെ പോലുള്ളവർക്ക് പുറത്തിറങ്ങുന്ന സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം സംസാരിക്കുമ്പോൾ ഹിന്ദുവിന് വേണ്ടി പണം, കാരണം നമ്മൾ ഹിന്ദുവാണ്. എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ നമുക്കിത് പറയാൻ വലിയ വിഷമം വരിക, കാരണം ഉൾക്കൊള്ളുന്നില്ല. ഉൾക്കൊള്ളണമെങ്കിൽ അഡ്രസ് ചെയ്യപ്പെടണം. അപ്പൊ ഈ വടിയാണെങ്കിൽ ശരി 6 ഘട്ടമൊക്കെ ഉണ്ട്, 6-7 ഘട്ടമൊക്കെ ഉണ്ട്. എന്താണ് ഇതൊക്കെ? ആധാരങ്ങളാണ്. ഈ ആധാരങ്ങളാണ്. ഈ കഞ്ഞി കുടിക്കുന്നത് തൊട്ട് കുഴിച്ചിടുന്നത് വരെ നമുക്ക് നമ്മുടെ ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്, വിശ്വാസമുണ്ട്, പാരമ്പര്യമുണ്ട്. നേരത്തെ പറഞ്ഞ കല്യാണത്തിന് യോഗ്യത സീമന്തവും അല്ലെങ്കിൽ വൈദികമായിട്ടുള്ള മാംഗല്യം തന്തു നാനാനെയൊക്കെ മാത്രമാണ് ഹിന്ദുവിന്റെ. അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ഹിന്ദു ആണെങ്കിൽ അങ്ങനെയൊന്നും അല്ല, വൈദികന്മാരാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ ജനതയാകുന്ന ഹിന്ദുക്കള്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കുമ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നാണ്, പുട്ടുണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഈ പെണ്ണിനെ കെട്ടില്ല. കാരണം രാഗിപ്പുട്ട്, പട്ടപ്പടിക്ക് രാഗിപ്പുട്ട്. അതുപോലെ തന്നെ വിറക് നന്നായിട്ട് കെട്ടാൻ അറിയണം. ഇത് യോഗ്യതകളാ. വിറക് കെട്ടാൻ അറിയണം. കെട്ടിയോന് വിറക് കെട്ടാൻ അറിയിച്ച നന്നായി കെട്ടാൻ അറിയുന്നതിനെ ചെക്കനായിട്ട് തെരഞ്ഞെടുക്കൂ. ഇതിന്റെ ഭാഗം. ഇന്നിപ്പോ ഇത് പറഞ്ഞ എന്താ പറയാ, കണ്ടോനെ വിറക്. ഇത് നമ്മൾ പറഞ്ഞാൽ പറയാ എന്താണ്, ദലിതുകളെയും ആദിവാസികളെയും ചണ്ടാള സംഘപരിവാറിനോടൊപ്പം ചേർന്ന് വിറക് കെട്ടിക്കാൻ പോവുകയാണെന്ന്. ഇത് സംസ്കൃതിയാണെന്ന് മനസ്സിലാക്കാനുള്ള മൂണ പോലും ഇല്ലാത്ത ഒരു ജനത. അപകർഷത മാത്രം, വൈദേശികമായിരിക്കുന്ന അക്കാഡമി വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം മോശം എന്ന് പറയുകയാണ്. ഇടക്കാലത്തുണ്ടായിരുന്ന അടിച്ചമർത്തപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് മോശം എന്ന് പറയുകയാണെങ്കിൽ അംഗീകരിക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ജന്മി കുടിയാൻ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഉച്ചനീചത്വങ്ങളാണ് മോശം എന്ന് എടുത്തു പറഞ്ഞാൽ അംഗീകരിക്കാം. അല്ലാണ്ട് ആജീവനാന്തം നമ്പൂതിരി എന്നും നിങ്ങളുടെ ശത്രുവാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുണ്ട് മുസ്ലിമും ആജീവനാന്തം നമ്മുടെ ശത്രുവാണെന്ന് നമ്മൾ പറയുന്നില്ല. ഒരാളും ആജീവനാന്തം നമ്മുടെ ശത്രുവാണെന്നല്ല, അവരുടെ വ്യവസ്ഥകൾ. ഇപ്പൊ ശരീഅത്ത് നിയമം ഇവിടെ കൊണ്ടുവരികയാണെന്ന് നമ്മൾ പറയും പറ്റില്ല, നമുക്ക് സ്വീകാര്യമല്ല. നിങ്ങൾക്ക് സ്വീകാര്യമായി നിങ്ങൾ എടുത്തോ. അത് മനുസ്മൃതി വരുമ്പോൾ പറ്റില്ല തന്നെയാണ്. മനുസ്മൃതി നമുക്ക് പറ്റില്ല. നിങ്ങൾ സ്വീകാര്യമായവരത് കൊണ്ടു നടന്നു. പക്ഷെ അടിച്ചേൽപ്പിക്കരുത്. ഇവിടെ ഉണ്ടായത് അടിച്ചേൽപ്പിക്കലുകളാണ്. ആ അടിച്ചേൽപ്പിക്കലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ അനീതിയും ഉണ്ടായത്. ഇവിടെ ഈ കൃഷ്ണകുമാറിന്റെ സംസാര വിഷയം കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടെ എന്നുള്ളത് കൂടി നമ്മൾ വിചാരം ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് അത് പരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അപ്പം ന്യായീകരിക്കുമല്ലോ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിൽ ന്യായീകരിക്കുമല്ലോ, അല്ലെങ്കിൽ മുസ്ലിം മുഹമ്മദിയാനാണെങ്കിൽ അതിനെ ന്യായീകരിക്കുമല്ലോ, ഒരു പള്ളിയിലച്ചാണെങ്കിൽ ഉള്ളവർ ന്യായീകരിക്കുമല്ലോ. ഇപ്പൊ തന്നെ ഒന്നും ഉണ്ടായിട്ട് പല ശിവഗിരി മഠത്തിൽ ഒരു സ്വാമി ഇരുന്നിട്ട് അയ്യങ്കാളിയുടെ ഒപ്പം ഇരുത്തുന്നോ നാരായണൻ ഗുരുവിനെ എന്ന് ചോദിച്ചപ്പോ ആർക്കും കൊണ്ടില്ല, ആരും സംസാരിച്ചില്ല ആ വിഷയം. എന്താ അയ്യങ്കാളി മോശക്കാരനാണോ? ആത്മോപദേശ ശതകം എഴുതലാണോ ഒരു മനുഷ്യന്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള മാർഗം? അതാണോ മാർഗം? അയ്യങ്കാളി ആത്മോപദേശ ശതകം എഴുതിയില്ല എന്നേ ഉള്ളൂ.
ആത്മാവിനെ തൊട്ടുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അപ്പൊ എന്തതിന്റെയൊക്കെ മാനദണ്ഡം? എന്താ അതിനെ കുറിച്ച് ആരും സംസാരിക്കാതിരുന്ന എന്താണ്? അവരുടെ സാമുദായികമായിട്ടുള്ള അവരുടെ ഐക്യവും അവരുടെ കാഴ്ചപ്പാടും കൊണ്ട് അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഈ പൊളിറ്റിക്കൽ പശ്ചാത്തലം അതൊരു നമ്പൂതിരിയോ അല്ലെങ്കിൽ മൂപ്പിസ്വാമി മഠത്തിലെ സ്വാമി ആരോ ആണ് പറഞ്ഞിരുന്നെങ്കിലോ കേരളം വിറക്കില്ലേ? ബ്രാഹ്മണർക്ക് ഇരുന്ന് ഉറങ്ങാൻ പറ്റുമോ? കിടന്നുറങ്ങാൻ പറ്റുമോ ബ്രാഹ്മണർ? ഇവിടെ അതിന്റെ അത്തരം വിഷയങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ തുടങ്ങണം. ഈ പറയുന്ന ജനതയെ മറ്റൊന്നാക്കാതെ ഇവര് ഹിന്ദു ആണെന്ന് പറയുമ്പോൾ മഹാനായ അംബേദ്കർ പറഞ്ഞ പോലെ ഇത് എന്താണെന്ന് നമ്മൾ പറയുകയും ഒക്കെ എന്നാ പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ രാമക്ഷേത്രത്തെ ഉദാഹരിച്ചതും അതുപോലെ സാമൂഹിക ഇപ്പൊ മാധ്യമങ്ങളെ കുറിച്ച് TV മാധ്യമങ്ങളെ കുറിച്ച് നമ്മുടെ രാമസിംഹൻജി പറഞ്ഞു. ഏത് TV മാധ്യമത്തിലാണ് ഈ ഹിന്ദു സംഘടനയുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഭാഗമായിട്ടുള്ള മാധ്യമങ്ങളിൽ ഏത് മാധ്യമങ്ങളിലാണ് ഇവിടുത്തെ ഈ ആദിമജനതയെ അഡ്രസ് ചെയ്യുന്നത്? ആരാണ് അഡ്രസ് ചെയ്യുന്നത്? ആരും അഡ്രസ് ചെയ്യുന്നില്ല. ഹിന്ദു എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നിനെ കാണിക്കുന്നവരോ സ്വാർത്ഥ താല്പര്യമുള്ളവരോ എടുക്കുക അല്ലാണ്ട് ഒരിക്കലും തന്നെ നമ്മുടേതായിരിക്കുന്ന ഈ ആശയങ്ങൾ ഉയർത്തി ഇപ്പൊ ഈ പറഞ്ഞ കുഴികുത്തി കഞ്ഞുടി ശ്രേഷ്ഠമാണെന്ന് സമൂഹം അറിയണമെങ്കിൽ ഈ കാലത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പുറത്തേക്ക് പഠിപ്പിക്കണ്ടേ, അറിയണ്ടേ? നമുക്കറിയില്ല. നമുക്ക് വിദേശികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇവിടുത്തെ ചരിത്രവും ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും മാത്രം നമ്മുടെ തലയിൽ ഈ പുതുതലമുറ നെർവുകൾ കംപ്ലീറ്റ് ആ ഒരു വിവരമാണ്. അവന്റെ ഡാറ്റ മുഴുവൻ അതാണ്. അതിലേക്കാ നമ്മൾ വേണം. ഇങ്ങനെയൊന്നും ഉണ്ടല്ല ചാതുർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നില്ല, ഇതല്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇവിടെ പാണനും പറയനും പോയനോ എന്ന് പറയുന്നത് എന്താ കുഴപ്പം എന്ന് ആരോടാ നമ്മൾ വേണം ഈ ഡാറ്റ കയറ്റി കൊടുത്താൽ? ഈ ഡാറ്റ തിരുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ മാധ്യമങ്ങളും കണക്കാണ്. ഈ പറയപ്പെടുന്ന ഹൈന്ദവ മാധ്യമങ്ങളും കണക്കന്നെയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അവരുടെ ഒന്നും വ്യക്തമായ ഹിന്ദു പ്രേമൊന്നും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ല. കണ്ടില്ല എന്ന് പറയുന്നത് സത്യം വധാധർമ്മം ചരാ സ്വാധ്യായന്മാ പ്രമദ, അതേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് കാരണം ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെതായ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പൊളിറ്റിക്കലായി ആക്രമിക്കപ്പെടുന്ന രീതിയിൽ സുരേഷ് ഗോപി തന്ത്രിയാവണം എന്ന് പറയുമ്പോൾ എന്താ കുഴപ്പം? അദ്ദേഹത്തിന് ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞൊരു കുഴപ്പവുമില്ല. പക്ഷെ എവിടെയാണ് കുഴപ്പം? അത് മാത്രം ഫോക്കസ് ചെയ്ത് ഹിന്ദു ആക്കുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു നേതാവ്, നമ്മുടെ നേതാവ് അടുത്ത ജന്മത്തിൽ എനിക്കൊരു പറയനായി ജനിക്കണം എന്താ പറയാത്തെ? ഇവര് പറയുന്നില്ലല്ലോ. അത് പറയണ്ടേ? അത് പറയാത്തതിന് കാരണം എന്താ? പറയർക്കൊന്നും സ്പിരിച്വാലിറ്റി ഇല്ല, പറയർക്കൊന്നും ആത്മാഭിമാനമില്ല എന്ന് ഇവരുടെ ഉള്ളിൽ കിടക്കുകയാണെന്ന്. ഇവിടെ ഏതെങ്കിലും ഒരു നമ്മൾ ഇപ്പോഴും പറയുന്നു, ഏതെങ്കിലും ഒരു സന്യാസം സ്വീകരിക്കാൻ വേണ്ടി ആദിമാർഗത്തിലേക്ക് വരട്ടെ. ഈ അതിനോട് ഒരു അറപ്പെന്താ? ഇന്നും വിട്ടുനിർത്തലുകൾ പല വേദിയിലും പോകുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. രാമസിംഹൻജി പറഞ്ഞു അതൊക്കെ അറിവുണ്ട്, ജ്ഞാനമുണ്ട്, ഓക്കെ. പക്ഷെ ജ്ഞാനമുണ്ട്, അറിവുണ്ട് എന്ന് പറയുന്നവർ ഇപ്പോഴും ഈ ജനതയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ഈ പഴുതിവിടെ നിൽക്കുകയാണ്. എന്തിന്റെ മാനദണ്ഡത്തിൽ? എന്താ അതിന്റെ മാനദണ്ഡം? ഈ മാനദണ്ഡം മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ല എന്ന് പറയണ്ട, അത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കുഴപ്പം. പക്ഷെ എന്താണ് നമുക്കൊരു പ്രത്യേകതയുള്ള എന്താണ്? ഈ കിതാബ് പൊക്കി പിടിച്ചിട്ട് ഇതന്നെ എന്ന് പറയുന്ന രീതി നമുക്ക്, അതാണ് ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ടാണ് ഈ മാറ്റത്തിന് തയ്യാറായത്. മറ്റു മതങ്ങൾക്ക് അങ്ങനെയല്ല. അവർക്ക് ആ ടെക്സ്റ്റിലെ ഒരു വരി മാറ്റാൻ അവർക്ക് കഴിയില്ല. അതായാലും അത് ഇല്ലാണ്ടായില്ല. നമുക്കതില്ല. അതാണ് ഏറ്റവും വലിയ സവിശേഷത. ആ സവിശേഷത കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും പറ്റും. മറ്റുള്ളത് അങ്ങനെയല്ല. അപ്പൊ ആ ഒരു സവിശേഷമായിരിക്കുന്ന നമ്മുടെ ധർമ്മം ഐക്യപ്പെട്ടു പോകണമെങ്കിൽ ഇവിടെ പാണനും പറയനും വേട്ടുവനും നായരും ഈഴവനും ഒക്കെ നമ്പൂരിയൊക്കെ ഉണ്ടാവുമ്പോൾ അവരെ ഒന്നിച്ചിരുത്തണമെങ്കിൽ ആരാണോ ഇതിനൊന്നിച്ചിരുത്താൻ ആഗ്രഹിക്കുന്നവർ അവരാദ്യം ഒരു ധാരണയിലെത്തണം. ആ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമസിംഹൻജീനെ മറ്റൊന്നായിക്കൊണ്ടോ ബൈജുവിനെ മറ്റൊന്നാക്കിക്കൊണ്ടല്ല, അംഗീകരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒരു രാമക്ഷേത്രം പണിയുമ്പോൾ ചണ്ടാള ബാബയ്ക്ക് പോലും അഭിമാനം തോന്നുന്നില്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്? എന്ത് മാറ്റമാണ് ഇത് പറയുമ്പോൾ എല്ലാ ഹിന്ദുക്കൾക്കും നോവും നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് അഭിമാനം ഉണ്ടാകുന്നില്ല എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് അഭിമാനം ഉണ്ടാകുന്നില്ല? എനിക്ക് വേണമെങ്കിൽ പറയാം, അല്ല ബാബാജി അവിടെ ശാന്തിക്കാരൊക്കെ മറ്റുള്ളവരാണ് കേട്ടോ. നമ്മുടെ ജനതയെ തൊട്ടുകൊണ്ടുള്ളൊരു ശാന്തിക്കാരല്ല. നമ്മുടെ ജനത പാണനും പറയനുമല്ല. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആരൊക്കെയാണ്? അവരൊക്കെയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നവരൊക്കെയാണ്. അപ്പൊ ഹിന്ദുക്കൾ എന്നീ വിഴുപ്പേറ്റണം. ഈ ജാതിയുടെ ഈ വിഴുപ്പ്, ജാതിക്കല്ല പ്രശ്നം. ജാതി എന്ന് പറഞ്ഞ സമ്പ്രദായമാണ്. നായരും പാണനും ഒക്കെ സമ്പ്രദായമാണ്. അതില്ല എന്ന് പറയുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സോട് നമുക്ക് യോജിപ്പില്ല. അവരതില്ല എന്ന വേദവും തന്ത്രവും ഈ ശങ്കരാചാര്യരും ഒക്കെ ഉണ്ട്. ചണ്ടാളനൊന്നും ഇല്ല. അതൊക്കെ ശിവന്റെ അവതാരമാണ്. അതെന്ത് മര്യാദയാണ്? അത് ശിവന്റെ അവതാരമാണ്. ചണ്ടാളൻ ശിവന്റെ അവതാരമാണ്. മറ്റതോ അല്ല, മറ്റു ശങ്കരാചാര്യന്റെ ഏത് ശങ്കരൻ? അല്ല, അത് കുറെ ശങ്കരന്മാരുണ്ട്. നിങ്ങളുടെ ശങ്കരൻ ഏതാന്ന് പറയൂ. ശങ്കരന്റെ പേരിൽ ഈ ജാതി വ്യവസ്ഥ എഴുതി വെച്ച നമ്മുടെ ശാങ്കരസ്മൃതി കേരളത്തിൽ മലയാളത്തെ ദുഷിപ്പിക്കുന്ന രീതിയിലാണ് മലയാള ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ശാങ്കരസ്മൃതി കേരളോൽപത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തൊക്കെയാ എഴുതി വെച്ചിരിക്കുന്നത്?
അപ്പൊ ഇത് എഴുതി ശങ്കരനല്ലേ? അല്ല, അങ്ങനെ ശങ്കരൻ. അപ്പൊ അവിടെയാണ് ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത്. ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതാണ് ആചാര്യന്മാരും നേതാക്കന്മാരും ഒക്കെ ഇരുന്നിട്ടാണ്. പക്ഷെ അവരൊന്നും ഇരിക്കാൻ ഒരിക്കലും തയ്യാറാകില്ല. ആ തയ്യാറാകാത്തിടത്തോളം കാലം കൃഷ്ണകുമാർ മാത്രമല്ല, ഇതുപോലെ ആര് പറഞ്ഞാലും ചണ്ടാളബാബ ഈ പറയുന്ന വാക്കുകൾ പോലും വളച്ചൊടിച്ചുകൊണ്ട് അതിനെ മാറ്റിമറച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തിനൊന്നും അപകർഷത ഉണ്ടായിക്കൊണ്ട് അവരൊന്നും അടിമകൾ തന്നെയായിരുന്നു എന്നവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടേയിരിക്കും. അതല്ല എങ്കിൽ നമ്മുടെ ആശ്രമത്തിന്റെ ഒരു കാഴ്ചപ്പാട് അവിടെ വന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഒരു ചണ്ടാളനും അടുത്ത് നിൽക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ നമ്മൾ ആശ്രമത്തിലുള്ളത്. ഇത് സാധ്യമാകാത്തിടത്തോളം കാലം ഈ കുഴികുത്തി കഞ്ഞുടിയൊക്കെ ചർച്ചയാവുക തന്നെ ചെയ്യും. കാരണം ഊണൂർ ഇടിയിപ്പിച്ച് ബ്രാഹ്മണനാക്കി ശ്രേഷ്ഠനാക്കി സ്വർഗ്ഗലോകത്തേക്ക് കയറ്റാൻ നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാണ്ട് ഒരു ചൂരല് കൊടുക്കാനോ അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇപ്പൊ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം, നമ്മളിപ്പോ ഇപ്പോഴത്തെ സർക്കാരിനെ കുറ്റം പറയല്ല. ഇപ്പൊ ഈ ഹിന്ദു ബ്രാഹ്മണവൽക്കരണം എന്നൊക്കെ പറയുന്നവരോട് നമ്മൾ 3-4 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത റിക്വസ്റ്റ് ആണ് ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാരിനൊന്നും ഭരിക്കുന്നു. മതപരിവർത്തനം നടക്കുന്നുണ്ട്, ഹിന്ദു മതത്തിലേക്ക് ആളെ കയറ്റുന്നുണ്ട്, സന്തോഷം. പക്ഷെ ഞങ്ങളുടെ രീതിക്കല്ല ഞങ്ങളെ കയറ്റുന്നത്. ബ്രാഹ്മണ വൈദിക ശുദ്ധിക്രിയ ചെയ്തുകൊണ്ട് ഞങ്ങളാക്കി കയറ്റാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് പറഞ്ഞപ്പോ അത് നിഷേധിച്ചവരാണ് ഈ സർക്കാർ. അല്ലെങ്കിൽ ഞങ്ങളോട് ഇത്ര പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളായിട്ട് ഞങ്ങൾക്ക് രീതിയുണ്ട്. തെറ്റുപണം വെക്കാന്ന്, വെറ്റിലടയ്ക്കും കാലണിയും വെച്ചാൽ തിരിച്ചെടുക്കാന്നാണ്. തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. എന്നിട്ട് വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെതായിരിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും ഞങ്ങളെ വീട്ടിൽ അടിച്ചേൽപ്പിക്കുന്നവരാണ് കുഴികുത്തി കഞ്ഞുടിക്കെതിരെ പ്രക്ഷോഭം നടത്തുന്നത്. ഞങ്ങളുടെ അഭിമാനം ഇല്ലാണ്ടാക്കുന്ന ജനാധിപത്യ രാജ്യത്ത് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോഴിവെട്ടിന്റെ കാര്യം പറഞ്ഞു. ആട്ടും പാട്ടും കൊട്ടും കോഴിവെട്ടും കള്ള് വെക്കലും ഒക്കെ ഞങ്ങളുടെ ആചാരമാണ്. ഈ പറയുന്ന ബിസ്ലേരിയിൽ നിന്നും കിട്ടുന്ന ഈ ആൽക്കഹോള് അത് കുത്തിക്കലയ്ക്ക് ഫ്ലേവർ ചേർത്ത് നിറം വെച്ച് വരുന്ന മദ്യമല്ല ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിരുന്നത്. ഞങ്ങൾ നല്ല ചെത്തിയ കള്ളും വാറ്റിയ റാക്കും തന്നെയാണ്. അതുകൊണ്ടൊന്നും ആരും എവിടെ നശിച്ചിട്ടില്ല. പക്ഷെ എന്താണ്, മദ്യം വ്യാപാരമായി മാറുകയും അതിനെ മോഡേൺ മദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോ ഇല്ലാതായത് ഞങ്ങളുടേതായിരിക്കുന്ന സംസ്കൃതിയാണ്. അതിനെ എനിക്കൊരിക്കലും തോന്നിയില്ല. ഇവർക്ക് ഇവിടെ ഫോക്ലോറിന്റെ പരിപാടി നടത്താൻ മാത്രമാണ് നമ്മുടെ ആളുകളെ വേണ്ടത്, മൂത്ത് ചായം പൂശാൻ വേണ്ടി മാത്രം. സത്യസന്ധമായിട്ടാണ് ഇവരൊക്കെ ഈ കുഴികുത്തി കഞ്ഞുടിക്കെതിരെയും അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു മര്യാദയുണ്ട്. അതിനല്ല. അവിടെയാണ് ഈ പറഞ്ഞ ഇന്നത്തെ ഹിന്ദു എന്ന് പറയുന്ന ഈ ധർമ്മ വ്യവസ്ഥയിൽ എന്നും വിഘടനം ഉണ്ടാക്കുക. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് വേണ്ടി ഈ സ്നേഹത്തിൽ വർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, ഇന്നലകളുടെ പല കാര്യങ്ങളും മറന്ന് ഒന്നിച്ചു പോകാൻ നിൽക്കുന്ന സഹോദരങ്ങളെ ഭിന്നിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുള്ളത്. നിങ്ങളുടെ പൊളിറ്റിക്സ് നിങ്ങൾ ചെയ്തോളൂ. ഹിന്ദുത്വ പൊളിറ്റിക്സ് ആവാം, ഇസ്ലാമിക പൊളിറ്റിക്സ് ആവാം, ക്രൈസ്തവ പൊളിറ്റിക്സ് ആവാം, കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സ് ആവാം, എന്തുമാകാം. പക്ഷെ മറിച്ച് ഈ ജനതകൾ ഇവിടുത്തെ എല്ലാം മറന്ന് ഐക്യപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന വിവിധ മതസ്ഥർ, വിവിധ ജാതിക്കാർ ഇതിന്റെ ഇടയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ കൊടുന്ന് വെക്കുമ്പോൾ അവിടെയാണ് നമുക്ക് വിശ്വദർശന അല്ലെങ്കിൽ സർവദർശന സമഭാവന എന്ന ആശയമൊക്കെ നമ്മളൊക്കെ മുന്നോട്ട് വെച്ച് പോകും. ഇത് എന്തെങ്കിലും എതിർത്ത് കാണിക്കുമ്പോൾ പറയാതിരിക്കാനാകില്ല. പറയുന്ന സമയത്ത് അത് വേദനാജനകമായിരിക്കില്ല, അത് ഹിന്ദുക്കൾക്കും സ്വീകാര്യമായിരിക്കില്ല നമ്മളുടെ പല വാക്കുകളും. എന്തുകൊണ്ടാണ്? സത്യം തുറന്നു പറയുമ്പോൾ സത്യത്തിന്റെ മുഖം വികൃതമായിരിക്കും. സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു വെണ്ണിലെ ശാശ്വത സത്യം. ഇവിടെ ഉണ്ടായിരുന്ന ജനവിഭാഗങ്ങൾ അനുഭവിച്ച വേദനകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോട് നിൽക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഹിന്ദുത്വം പറയുന്നവർ പോലും തരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളെ എന്തോ വിപ്ലവപരമായിട്ട് ഞങ്ങളെ അമ്പലം കയറ്റി വഴി നടത്തി മുണ്ടുടിപ്പിച്ച് മറപ്പിച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾ പോലും ഞങ്ങളുടെ ആത്മാഭിമാനത്തിനോടുകൂടി ഞങ്ങളുടെ സ്പിരിച്വൽ ആയാലും സംസ്കൃതി ആയാലും ശരി എല്ലാത്തിനും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ രംഗത്ത് വരുന്നില്ല. എല്ലാവർക്കും ഒരു ആയുധമാണ് നമ്മുടെ ജനത, എല്ലാവർക്കും ഒരു നോക്കുകുത്തിയാണ് നമ്മുടെ ജനത, എല്ലാവർക്കും ഒരു കളിപ്പാട്ടമാണ് നമ്മുടെ ജനത. ആ ജനതയ്ക്കും തിരിച്ചറിവുണ്ടാകുന്നു, അവർക്കും തിരിച്ചറിവില്ല. അവരും എന്താ വെച്ചാൽ ഈ രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ട്, അധികാരി വർഗത്തെ പണ്ട് കാലത്ത് ഭയന്നത് കൊണ്ടാണ് ഈ മാറുമറയ്ക്കാതെ നടക്കേണ്ടി വന്നത്. അന്നവരൊന്ന് എതിർത്തിരുന്നെങ്കിൽ ഇത്രത്തോളം ആളുകളുടെ കരുത്തോ അത് ജനകീയ കരുത്തായാലും ശരി, അധ്വാനിക്കുന്ന കരുത്തായാലും ശരി, അവർക്കെതിരെ നിൽക്കാൻ ഇവർക്ക് ആർക്കുമായിരുന്നു. എന്താണ്, അധികാരി വർഗത്തെ അവർ ഭയന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? വാ പൊത്തി അമ്രാം എന്ന് പറഞ്ഞു. ഇന്ന് എന്താണ്, ഇന്നും അധികാരി വർഗത്തെ ഭയന്നുകൊണ്ട് വാ പൊത്തി നിൽക്കാൻ റേഷനറി ഇല്ലാണ്ടാകോ എന്ന് കരുതുന്ന ഒരു ജനവിഭാഗത്തിന്റെ ഒരു ആചാര്യൻ കൂടിയാണ് നമ്മുടെ ജനത. ഭയന്നിട്ടാണ്, അത് കേന്ദ്രത്തെ ആയാലും ശരി സംസ്ഥാനത്തെ ആയാലും നമ്മുടെ ജനത ഭയന്നിട്ടാണ് ഈ രാജ്യത്ത് കഴിയുന്നത്. പണ്ട് അംബേദ്കറോട് മഹാനായ ഗാന്ധി പറയുകയുണ്ടായി. അംബേദ്കർ ഇത് നമ്മുടെ മാതൃരാജ്യമല്ലേ എന്ന്. അംബേദ്കർ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാതൃരാജ്യം ഇല്ലല്ലോ ഗാന്ധി എന്നാ പറഞ്ഞു. ഇതിന് ഇന്നും ചണ്ടാളബാബു പോലും പറയുന്നതാണ്, ഞങ്ങൾക്ക് എന്ത് മാതൃരാജ്യം, ഞങ്ങളുടെ സംസ്കൃതിക്ക് സംരക്ഷണമില്ല, ഞങ്ങളുടെ ആചാരാനുഷ്ഠാനക്ക് ഇല്ല, ഞങ്ങൾ ഇന്ന് ഓടയിൽ കഴിയേണ്ടി വരുന്നു, ഞങ്ങൾക്ക് കൃത്യമായി ഭൂമിയില്ല.
ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ആചാര്യനാണോ ഇങ്ങനെ പറയാൻ പറ്റോ എന്ന് ചോദിക്കുമ്പോൾ ശങ്കരാചാര്യക്ക് ബ്രാഹ്മണന് വേണ്ടി സംസാരിക്കാമെങ്കിൽ, കാന്തപുരം ഉസ്താദിന് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാമെങ്കിൽ, അവിടെ പാലാ ബിഷപ്പിന് അതിനു വേണ്ടി സംസാരിക്കാമെങ്കിൽ, ഇവിടെ NSSന്റെ സ്വാമിമാർക്ക് അയ്യങ്കാളിയെ നാരായണഗുരുവിനെ ഒന്നിച്ചിരുത്താൻ പാടില്ല എന്ന് പറയാമെങ്കിൽ ചണ്ടാളബാബയ്ക്ക് പറയാൻ സാധിക്കണം. ചണ്ടാളബാബ പറയണം, ചണ്ടാളബാബയെങ്കിലും പറയണം. പക്ഷേ പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് സംസാരിക്കാനുള്ള വേദികളില്ലാതെ എന്താണ്, അത് നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളൊക്കെ ബൈജൂജിന്റെ വേദി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള വേദികളൊക്കെ അടയ്ക്കപ്പെടുന്നതാണ് മിണ്ടണ്ട എന്നില്ല. ആ മിണ്ടണ്ട എന്നുള്ളിടത്താണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ഇനി ഇത് അഡ്രസ് ചെയ്യപ്പെടണമെങ്കിൽ ഈ വിഷയം മാത്രമല്ല, ക്ഷേത്രപ്രവേശനം ആവശ്യമില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു. നമ്മുടെ ജനതയ്ക്ക് ക്ഷേത്രപ്രവേശനം അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ വഴി നടക്കാൻ സ്വാതന്ത്ര്യം വേണ്ടി ഇവിടെ നടന്നപ്പോ എന്താ ഉണ്ടായത്? ഇവിടുത്തെ സാമൂതി രാജാവ് അന്ന് എഴുതി വെച്ച രേഖ ഇപ്പോൾ ഇരിക്കണം എന്നാണ്. ഭാവിയിൽ ഇവർ ഹിന്ദുക്കളാണെന്ന് പറയില്ലേ എന്ന് എഴുതിയത് മുസ്ലിങ്ങളല്ല, ക്രൈസ്തവരല്ല, കമ്മ്യൂണിസ്റ്റുകളല്ല, സാമൂതി രാജാവാണ്. ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് അവകാശപ്പെടില്ലേ എന്ന് എഴുതിയത്. അപ്പൊ അതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഹിന്ദുക്കളായത്? ഹിന്ദു എന്നൊരു വ്യവസ്ഥ ഇവിടെ സ്വതന്ത്രാന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ ആ മതത്തിന്റെ വ്യവസ്ഥ രാഷ്ട്ര വ്യവസ്ഥയാണ്. അതാണ് RSSുമായിട്ട് നമുക്ക് അവരുടെ ആശയവുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ അവിടെ മാത്രം. ആ ദേശീയതയിൽ ഞങ്ങൾ ഹിന്ദുക്കളാണ്. ആ ദേശീയതയിൽ ഹിന്ദുക്കളാകുമ്പോൾ ഞങ്ങളുടെ ഹിന്ദുത്വം ഇന്നും അധികാരമില്ലാണ്ട് ഞങ്ങൾ കഴിയുകയാണ്. ആരും മുർമുവിന്റെ പേരൊന്നും നമ്മളോട് പറയരുത്. നമുക്ക് നിങ്ങളോടും വേണം മുർമുവിന്റെ പേരോ അല്ലെങ്കിൽ രാമനാഥ് കോവിന്ദിന്റെ പേരോ ഒന്നും നമ്മളോട് പറയരുത്. അല്ലെങ്കിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റിന്റെ ഈ മന്ത്രി ഉണ്ടല്ലോ, നമ്മുടെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി, ഇതിന്റെ പേരും നമ്മളോട് പറയരുത്. അതൊക്കെ മഹാനായ അംബേദ്കർ പണ്ടേ പറഞ്ഞാണ്. ഞങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നവരുടെ അടിമയായിരിക്കും ഞങ്ങൾ. ഇന്നും അതന്നെയാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം. ഹിന്ദുവിന്റെ സന്യാസ ധർമ്മത്തിൽ പോലും നമുക്ക് പരിമിതികളുണ്ട്. രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അവർക്കും പരിമിതി. ഇത് മാറണം. അടിമച്ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ഞങ്ങൾക്കൊപ്പം നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിന്നിട്ട് നമ്മുടെ ജനതയ്ക്ക് ആത്മാഭിമാനത്തോടു കൂടി അവൻ കുഴികുത്തി കഞ്ഞു കുടിക്കുമ്പോൾ അത് അവന്റെ സംസ്കൃതിയാണെന്നും അവൻ അമ്മയായി കാണുന്ന ആ ഒരു മാതാവിന്റെ മടിത്തട്ടുന്ന പാല് കുടിക്കുകയാണെന്നും അത് കാലത്തിന് പോയപ്പോൾ ആരൊക്കെ അവൻ പാത്രം വേണമെന്ന് പറഞ്ഞപ്പോൾ നിഷേധിച്ചത് മാത്രമാണ് തെറ്റ്. മറിച്ച് അവൻ കഞ്ഞു കുടിക്കുന്ന അങ്ങനെയാണെങ്കിൽ കുടിച്ചോട്ടെ എന്ന് പറയുന്ന രീതിയിലേക്ക് ചരിത്രത്തെ പഠിക്കാൻ കുഴിച്ച് എന്നെ കുഴിയിലിറക്കിയാൽ മതി. അല്ല, ഹിന്ദുക്കൾ അങ്ങനെയല്ല, കത്തിക്കണമെന്ന് പകരം കുഴിച്ചിട്ടാലും അവൻ ഹിന്ദു തന്നെയാണ്. അതിനൊരു ദർശനമുണ്ട്, അതിനൊരു സ്പിരിച്വൽ ലെവൽ ഉണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഹിന്ദു പഠന സംവിധാനങ്ങളും ഹിന്ദു ആശയങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ രാഷ്ട്രത്തിലൊരു മാറ്റമുള്ളൂ. അവിടെയാണ് ഈ പറയുന്ന ധർമ്മപുരുഷന്മാരുടേതായിരിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങളും കെട്ടിപ്പടുക്കേണ്ടത്. അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ ഈ നേരത്തെ പറഞ്ഞ എല്ലാവരെയും ഉൾക്കൊള്ളും. ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിനെ ഉൾക്കൊള്ളും. അല്ല ഏതെങ്കിലും ജനവിഭാഗത്തെയോ അവരുടേതായിരിക്കുന്ന രീതി പിൻപറ്റി ആ ദർശനം പിൻപറ്റുന്നവരെ മാത്രമാണെങ്കിൽ അത് ഹിന്ദുവിന്റെ അല്ല, അത് ആ ജനവിഭാഗത്തിന്റെ മാത്രമാണ്. അതുകൊണ്ട് അത്തരം ആശയങ്ങൾ കടന്നു പോകുമ്പോൾ കൃഷ്ണകുമാർജിയെ പോലുള്ളവർ സംസാരിക്കുമ്പോൾ, സുരേഷ് ഗോപി ഉള്ളപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ ശുദ്ധത നമുക്ക് മനസ്സിലാകുന്നു. നിങ്ങളുടെ ശുദ്ധമായ ഹൃദയം, സുരേഷ് ഗോപിയുടെ ആ മനസ്സിന്റെ വിശുദ്ധി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കൃഷ്ണകുമാറിന്റെ മനസ്സിന്റെ വിശുദ്ധി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ജനത വിഭാഗത്തെ ഒരിക്കലും ആക്ഷേപിക്കുന്നതിന് വേണ്ടിയല്ല ഇവരാരും സംസാരിക്കുന്നു. പക്ഷെ എന്താണ്, നിങ്ങളെ നോക്കിക്കാണുന്ന നിങ്ങളിലെ ആ വാക്കുകളിൽ നിന്ന് പലതും എടുത്തുകൊണ്ട് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമുക്ക് വേദനയും. അതുകൊണ്ടാണ് ബൈജൂജി വിഷയം ആശ്രമത്തിലേക്ക് വിളിച്ചപ്പോൾ ഇത് സംസാരിക്കാമെന്ന് തോന്നിയത്. എന്തുകൊണ്ടാച്ചാൽ നമ്മളെങ്കിലും ആ പറയുന്ന മനുഷ്യന്മാരുടെയൊക്കെ നന്മ തിരിച്ചറിഞ്ഞില്ല. നാളെ ആര് പറയും നമ്മുടെ ജനതയുടെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞങ്ങൾ കഞ്ഞി കുടിക്കുമ്പോൾ, ഞങ്ങളുടെ പൂർവികർ കഞ്ഞി കുടിച്ചപ്പോൾ ആ കഞ്ഞി കുടിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം തോന്നിയെങ്കിൽ അത് ഞങ്ങളുടെ അഭിമാനം. അല്ലാണ്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കുമ്പോൾ കണ്ണീര് പൊഴിച്ചു എന്ന് പറയുന്നത് ഞങ്ങളോട് കാണിക്കുന്ന ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, അതിനെയൊക്കെ പണ്ട് ഈ ലീഗിന്റെ പരിപാടി ഇപ്പൊ ഒരാള് പറഞ്ഞതാ, രാമസിംഹൻജി. ഗാന്ധി വന്നപ്പോ ചെറുമരയുടെ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചില്ലേ? അന്ന് ചണ്ടാളബാബു ഇതന്നെയാ പറഞ്ഞേ, ചെറുമര വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ച കഥ നിങ്ങൾ മേലാൻ മിണ്ടിപ്പോകരുത് എന്നാ. എന്താ ചെറുമര വീട്ടിലുള്ള അരിയല്ലേ? അവിടെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടല്ലേ കഞ്ഞി ഉണ്ടാക്കി? എന്താ ഗാന്ധിക്ക് അണ്ണാക്ക് കൂടെ തന്നെ ഇറങ്ങിപ്പോയി? ആ വീഡിയോ ഉണ്ടായിരിക്കും. ബാക്കിന് ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് അത് പറയണം, അത് ഔദാര്യം. ഞങ്ങളെ വീട്ടിൽ അപ്പൊ അന്ന് അത് സംസാരമായില്ല. ലീഗിന്റെ സ്നേഹ സദസ്സിലാണ്, നമ്മുടെ പാണക്കാട് തങ്ങള് നയിച്ച സദസ്സിലാണ് ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്. ദലിതുകളെ കുറിച്ച്, പട്ടികജാതിക്കാരെ കുറിച്ച് സംസാരിക്കും. നമ്മൾ അന്നും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ വേദിയിൽ അവരുടെ വിഷയങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പൊളിറ്റിക്സ് ആണെങ്കിലും ശരി, നമ്മൾ പറയും നമ്മൾ രാഷ്ട്രീയക്കാരനല്ല. ഈ ജനതയ്ക്ക് മോചനം വേണം. സ്പിരിച്വലായിട്ട് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി രാജ്യത്ത് നിലനിൽക്കാൻ പറ്റണം. ഞങ്ങളുടെ എല്ലാ സംസ്കാരങ്ങളും നിലനിൽക്കാൻ പറ്റണം. അതിന് നിയമപരമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള പ്രൊട്ടക്ഷൻ വേണം. ആ പ്രൊട്ടക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഇനിയും ഹിന്ദുക്കൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഉണരുക എന്നുള്ളത് ഏതെങ്കിലും മറ്റൊന്നിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല.
മറ്റുള്ളവരെ ആക്രമിക്കുന്നതും ആക്ഷേപിക്കും. അടുത്ത ഒരാൾ നമ്മൾ സംസാരിച്ച ജമാഅത്ത് ഇസ്ലാമികൾ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്, അതിന്റെ പറ്റി ബുദ്ധവാദം ഉയർത്തുന്നുണ്ട്, ദലിതവാദം ശക്തമായി ഉയർത്തുന്നുണ്ട്, ബ്രാഹ്മണ വിരോധം ഉയർത്തുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഒരു പഴുതുള്ളിടത്ത് മാത്രമേ, ഇപ്പൊ കല്ലുകൊണ്ട് പഠിക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ റബിൾ മേസമ്പിലേക്ക് ചെയ്യുമ്പോൾ ചില ചീളുകല്ല് വെക്കും, ആ ചീളുകളുടെ സ്പേസ് നമുക്കിടയിലുണ്ട്. ചണ്ടാളബാബ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇത്രയും കാര്യം ഒരു ആചാര്യന്റെ മനസ്സിലുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ മനസ്സിൽ എത്ര വലുതായി. അവന് അത്ര കണ്ട അറിവുണ്ടാവില്ല. അതിന് ഇന്നലത്തെ അവന്റെ അപ്പനപ്പൂമ്പാർ പറഞ്ഞത് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ അച്ഛൻ തിരുമേനി നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്കാലത്ത് കുഴികുത്തി കഞ്ഞുടി അധികം കണ്ടിട്ടില്ല. നമ്മുടെ അച്ഛൻ തിരുമേനി കുഴികുത്തി കഞ്ഞുടിച്ചാളാണ്. അച്ഛൻ തിരുമേനി എന്ന് പറയുമ്പോൾ ആരെങ്കിലും അദ്ദേഹം നമ്പൂരിയാണ് അതുകൊണ്ടാണ് ചണ്ടാളബാബനെ പാണെന്ന് കരുതണ്ട. നിങ്ങൾ പറയപ്പെടുന്ന കാറ്റഗറിപ്പെട്ട ഒരു മനുഷ്യനാണ്. നമ്മൾ അദ്ദേഹത്തെ തിരുമേനി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ അച്ഛൻ തിരുമേനി എന്ന് തന്നെയാണ് പറയാ. അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ്. നമ്മൾ തന്നെയാണ് ആക്കിയത്. നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്, അച്ഛൻ അമ്പലത്തിൽ കയറി പൂജിക്കണോ? എന്താ ചോദിക്കാൻ കാരണം? നമ്മൾ പൂജ പഠിച്ചു വന്നപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞത് ഇന്നയാളുടെ മകനല്ലേ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയോ, അപ്പൊ നമ്മുടെ അച്ഛൻ അങ്ങനെ ആയാലേ നമ്മളാവുള്ളൂ. എന്നിട്ട് നമ്മളായില്ല. ആ സാമൂഹിക വ്യവസ്ഥ ഇവിടെ ഇല്ല. എന്നിട്ട് ഈ പറയുന്ന വ്യക്തി ഒരു ക്ഷേത്രത്തിലേക്ക് ശാന്തിക്കുക. അപ്പൊ അദ്ദേഹം കുഴികുത്തി കഞ്ഞുടിച്ചാളാ. അപ്പൊ കുഴികുത്തി കഞ്ഞുടി ഉണ്ടായിരുന്നു. 75-80 വയസ്സിന്റെ അടുത്തുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം കുടിച്ചിട്ടുണ്ട്. അദ്ദേഹം അമ്പലത്തിന്റെ പുറത്ത് നിൽക്കുകയും അമ്മ പണ്ട് തൂക്കുപാത്രത്തിൽ പുണ്യാഹം കൊടുത്ത കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് അങ്ങനെ ലവ് മാരേജാ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥയാണ്. ആ സാമൂഹിക വ്യവസ്ഥ അറിഞ്ഞ ഒരു ആചാര്യനായതുകൊണ്ടും ഇന്നും ഇതുണ്ടെന്ന് അനുഭവിക്കുന്നത് കൊണ്ടും ചിലതുണ്ട്. പക്ഷെ മറിച്ച് ആ ഉള്ളതിനെ വരിപ്പിച്ച് കാണിക്കേണ്ട സാഹചര്യം നമ്മുടെ ഇടയിലുള്ളത് ഇല്ലാതാക്കാനാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ആയിക്കൊണ്ട് നമ്മളെ ഭാരതാംബ പെറ്റ മക്കളായിക്കൊണ്ട് വിവിധ ദർശനങ്ങളും വിവിധ ജാതികളും എന്തുമാകട്ടെ ഇന്നലകളെ നമുക്ക് മറക്കാം, ഇന്നിന്റെ ലോകത്ത് ജീവിക്കാം. ഇന്നലകൾ ഇന്ന് ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ പ്രതിരോധിക്കാം. അതിന്റെ വിടവിലേക്ക് ആരും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കാൻ പാടില്ല എന്ന് പൂർണ്ണ ഉറച്ച ദൃഢവിശ്വാസത്തോടും ഉറപ്പോടും പ്രതിജ്ഞയോടും കൂടി നമ്മൾ രംഗത്ത് വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ കൺക്ലൂഷൻ നടത്തിക്കൊണ്ട് തന്നെ നിങ്ങളൊക്കെ വിചാരം ചെയ്യുക. നമ്മൾ നേരത്തെ ബൈജു പറഞ്ഞിടത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊരു സമുദായത്തിന്റെ ആചാര്യനല്ല, ഈ ധർമ്മത്തിന്റെ മുഴുവൻ ജനതയുടെയും ആചാര്യനാണ്. എന്നാൽ ആരാണോ പാർശ്വവൽക്കരിക്കപ്പെടുന്നത്, ആർക്കാണോ അനീതി അനുഭവിക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുഴികുത്തി കഞ്ഞുടി കേവലം ഒരു സംസ്കാരം മാത്രമല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിന് ഒത്തിരി തട്ടുകളുണ്ട്. അതിനെ കൂടുതൽ പറഞ്ഞാൽ സമയം വൈകുന്നുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ബാക്കി സാമൂഹ്യ വിഷയത്തിൽ കടന്നാണ്. എന്തായാലും സന്തോഷത്തിന് സമയം അനുവദിച്ചതിന് സന്തോഷം. നമസ്തേ. ഓക്കെ, ബാബാജി പറഞ്ഞ അതുപോലെ രാമസിംഹൻജി പറഞ്ഞ ആ ഒരു വിഷയത്തില് ഞാൻ ശബരിമലയ്ക്ക് മാലയിടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും ഞാനുമൊക്കെ ഒരു വാർഡിലുള്ളതാണ്. ഞങ്ങള് അടുത്ത റിലേറ്റീവ്സ് ആണ്, തൊട്ടടുത്താണ് വീട്. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ എല്ലാവർക്കും പോകുന്ന ഒരു ഭജനമഠമുണ്ട്. അതായത് ശബരിമല സീസണിൽ 41 ദിവസം അതല്ലെങ്കിൽ മകരവിളക്ക് വരെ മാലയിട്ട സ്വാമികൾക്ക് ശരണം വിളിക്കാനും ഭജന പാടാനും വേണ്ടി പണ്ടത്തെ നമ്മുടെ കാരണവന്മാരുണ്ടാക്കിയൊരു ഭജനമഠം. ഈ ഭജനമഠത്തിൽ അഭിമാനത്തോടു കൂടി ഞാൻ എല്ലാ പ്രാവശ്യവും മാല അവിടെ നിന്നാണ് ഇടുന്ന സമയത്തെല്ലാം. അപ്പൊ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ സമയത്ത് എന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ബന്ധു സുഹൃത്തുക്കളും ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞത്, അവിടെ പൂജിക്കുന്നത് അങ്ങ് പറഞ്ഞ പോലെ ഒരു താഴെ തട്ടിലുള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ പ്രത്യേകത ഞങ്ങളൊക്കെ കണ്ണൻ എന്ന് വിളിക്കുന്ന, അവനൊക്കെ കുഞ്ഞുനാൾ മുതൽ കൊണ്ടു നടന്ന, അവനും അവന്റെ സഹോദരിയും അവന്റെ അമ്മയും ഒക്കെ ഞങ്ങൾ അവരെ നല്ല കുടുംബത്തോടു കൂടി ജീവിച്ചു. ഇവരുടെ കമ്മ്യൂണിറ്റിയും നമ്മുടെ പഴയ ജന്മി തറവാട്ടിലെ തുണിയൊക്കെ അലക്കാൻ വരുന്ന ഇവരുടെ അമ്മമ്മയുണ്ട്, അമ്മയുടെ അമ്മ. പുള്ളിക്കാരിയെ ഞങ്ങളൊക്കെ പായ്യമ്മായി എന്നാണ് വിളിക്കുക. കാരണം ഞങ്ങളെയൊക്കെ നോക്കി കൊണ്ട് നടക്കുന്നതും അതുപോലെ തുണി അലക്കാനും ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന പായ്യമ്മായി. ഇപ്പോഴും അമ്മായി ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളൊക്കെ ഓർക്കാം. ഈ പായ്യമ്മായിയുടെ മകളുടെ മകനാണ്, പേരക്കുട്ടിയാണ് ഇന്ന് ഞങ്ങളൊക്കെ മാലയിട്ട്, ഞങ്ങൾക്കൊക്കെ മാല പൂജ ചെയ്ത് തന്ന, മാലയിട്ട് തന്ന ആ ഒരു കുട്ടി. അപ്പൊ ആ കുട്ടിയുടെ അടുത്താണ് ഞാൻ മാല പൂജയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രാമസിംഹൻജി പറഞ്ഞതുപോലെ തന്നെ അതല്ലെങ്കിൽ ബാബാജി പറഞ്ഞ പോലെ തന്നെ ഇന്നും നമ്മളെ പോലെയുള്ള ആളുകൾ പോലും അതല്ലെങ്കിൽ ഏത് ലെവലിലുള്ള ആളുകളും ഇതൊക്കെ ഒഴിവാക്കി മറന്നു, അതല്ലെങ്കിൽ അവരെ നമ്മൾക്ക് തുല്യമായി കാണാൻ ശ്രമിക്കുമ്പോഴും അവിടെ വിഘടിപ്പിക്കുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് എന്നത് പറയാതിരിക്കാനാവില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ കണ്ണനാണ് എനിക്ക് മാലയിട്ട് തന്നത്, പൂജിച്ചിട്ട് തന്നത്. അത് അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ പറയുന്നത്. എന്റെ ഒരു മകന്റെ പ്രായം മാത്രമേ ഉള്ളൂ പുള്ളിക്ക് എന്നുള്ളത് വേറെ കാര്യം. രാമസിംഹൻജി, എങ്ങനെയാണ് അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്താണ് അങ്ങനെ കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, നമ്മളിപ്പം നമുക്ക് ഈ ഹൈന്ദവർ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഹിന്ദുവായി മാറി എന്നെ കോയാന്ന് വിളിച്ചാൽ ഇപ്പോഴും BJPയുടെ പ്രസിഡന്റായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. ഒരു BJPയുടെ ആളും ചോദിച്ചിട്ടില്ല അദ്ദേഹത്തോട്, ഒരു കാരണം പോലും ചോദിച്ചിട്ടില്ല. അതേസമയത്ത് മറ്റൊരു മതസ്ഥനാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും?
ഹിന്ദുവിന്റെ ശത്രു ഹിന്ദു തന്നെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് ആയിട്ടും വരും, ചിലപ്പോൾ BJP ആയിട്ടും വരും, കോൺഗ്രസ് ആയിട്ടും വരും. ഹിന്ദുവിന്റെ ശത്രു ഹിന്ദു തന്നെയാണ്. നേരത്തെ ബാബാജി പറഞ്ഞ പോലെ ഇത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ വിവിധങ്ങളാണ്, വിവിധ വർണ്ണങ്ങളുണ്ട്, വിവിധ സ്വഭാവങ്ങളുണ്ട്. എനിക്കറിയില്ല, ഞാൻ ബാബാജിയായിട്ട് സംസാരിച്ചിട്ടാ പലപ്പോഴും ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. ഈ നമ്മള് താഴ്ന്നവർ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലാണ് എന്നുള്ളത് ബാബാജി എൻ്റെ അടുത്ത് പറഞ്ഞു. നമുക്കൊന്നും അറിയില്ല, കാരണം നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മള് ഈ ഒന്നും പഠിക്കാത്ത വന്ന ആൾക്കാരാണ്. പക്ഷേ എല്ലാത്തിലും ഈശ്വരീയമായതിനെ കാണുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രമാണത്തിൽ തന്നെയുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളത്. എല്ലാ ആചാരങ്ങളെയും എല്ലാ അനുഷ്ഠാനങ്ങളെയും അംഗീകരിക്കുക. എനിക്ക് ആ ഒരു ചിന്ത വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ പറയുന്ന ഈ ലോകാസമസ്ത സുഖിനോ ഭവത്തു എന്ന് പറയും, എല്ലാവർക്കും സുഖം വരണം. പിന്നെ ഗ്രേഡ്, അതിപ്പോഴും ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, ലാസ്റ്റ് ഗ്രേഡ് എന്നുള്ളത് ഇന്നത്തെ ആധുനിക ജീവിതത്തെ പോലുള്ള ഈ വ്യവസ്ഥിതിയുടെ ഗ്രേഡ് ഉണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് നായയെ സ്നേഹിക്കാൻ പറ്റണം. നായയും നരിയെയും. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇവിടെ പോകുമ്പം എന്താണ് കണ്ണൂര് പോകുമ്പോൾ നായ ആ അമ്പലത്തിന് ചുറ്റി ഓടി നടക്കുന്നുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ ഞാനൊരു നായ വളർത്തുന്നത് ഇവിടെ നാട്ടുകാരുമായിട്ട് എന്തൊരു ശല്യം ഉണ്ടാവുന്നത്, എന്തൊരു കടി ഉണ്ടാവണം. അപ്പൊ നമുക്ക് നായയും രണ്ട് രീതിയിൽ പറയാം. നായയോടും ഈ പറയുന്ന ബ്രാഹ്മണനെ ഈക്വലായിട്ട് നമ്മൾ കാണണം, വേണ്ടേ? ഹിന്ദുവിന്റെ ഒരു പോളിസി അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പറയുകയും എന്നാൽ എല്ലാത്തിനെയും വേറിട്ട് കാണുകയും ചെയ്യുന്ന ആ വ്യവസ്ഥക്ക് മാറിയിട്ട് എല്ലാ മതത്തിനും ഒരു ക്രോഡീകരിച്ചിട്ട് പറയും. ഇസ്ലാം മതത്തിലാണെങ്കിൽ ഇസ്ലാം കാര്യമുണ്ട്, ഈമാൻ കാര്യങ്ങളുണ്ട്. ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം. ക്രിസ്തു മതത്തിലാണ് കൽപ്പനകളുണ്ട്. ഹിന്ദുവിന് എന്താന്ന് ചോദിച്ചാൽ ഇതിന് കുറേ ഗ്രന്ഥങ്ങളുണ്ട്. ബാബാജി അടുത്ത് കുറെ ഗ്രന്ഥങ്ങളുണ്ട്, ലൈബ്രറിയിൽ വേറെ കുറെ ഗ്രന്ഥങ്ങളുണ്ട്. ഇങ്ങനെ ഷഫിളായി കിടക്കുക. അതില് ഈ ഏതൊക്കെ മാർഗങ്ങളുണ്ട്. ഇപ്പം ഇവരുടെ മാർഗം വേറെയാണ്, ബ്രാഹ്മണ മാർഗം വേറെയാണ്, ശൈവം വേറെയാണ്. ഇങ്ങനെ വ്യത്യസ്തമായി കിടക്കുക. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഒരു എന്താണ് ജനിച്ച് വളർന്നു വരുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവരും അറിയുക. ആരാണ് ബ്രാഹ്മണൻ, ആരാണ് ചണ്ടാളൻ, ആരാണ്, ഇങ്ങനെ നമുക്കൊരു ധാരണ വേണ്ടത്. ആ അറിവ് കൊടുക്കാനുള്ള ഇടമില്ലാതെ പോകുന്നു. എല്ലാം ശ്രേഷ്ഠമാണെന്ന് പറയാൻ ഏത് വഴികളും, ഒരു സ്ഥലത്തേക്ക് എത്താൻ എനിക്ക് ഇവിടെ തിരുവനന്തപുരത്തേക്ക് പല മാർഗങ്ങളും, വിമാനത്തിൽ പോകാം, ട്രെയിനിൽ പോകാം, നടന്നു പോകാം, കാറിൽ പോകാം, കോട്ടയത്തൂടെ പോകാം, ആലപ്പുഴയിൽ പോകാം. എല്ലാം ചെല്ലുന്നത് തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മൾ എങ്ങനെ യാത്ര അപ്പൊ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങൾ എന്നുള്ള ബോധ്യം ഉണ്ടാവുക. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സൗരഭ്യം, എനിക്ക് സൗന്ദര്യം. ഓരോരുത്തർക്കും ഓരോ പാതയിലൂടെ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാക്കാൻ പറ്റും. ഇതിനൊക്കെ അംഗീകരിച്ചു കൊണ്ട് പോകുമ്പോൾ ആദ്യം നമ്മുടെ ഇടയിലുള്ള ഈ എന്താണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നവരാദ്യം പഠിക്കുന്നതാണ്. പ്രസംഗിക്കുന്നവരുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാല് ജാതി ഉണ്ടാവും. രാഷ്ട്രീയക്കാരുടെ ഉള്ളിലേക്ക് ചെന്ന ജാതി ഉണ്ടാവും, മതം ഉണ്ടാവും. അത് BJP ഉണ്ടാവും, CPM-ലുണ്ട്, എല്ലാത്തിനും ജാതി മതമുണ്ട്. ഇത് ഈ വർഗ വികരണം കുറച്ച് കൂടുതലുള്ളത് CPM-ലെന്ന് പറഞ്ഞു. നമ്മൾ തട്ടുതട്ടായിരിക്കുന്നത്. പക്ഷെ ജാതി ഇല്ലാത്ത, ജാതിയും മതവും ഈ പറയുന്ന ഏറ്റക്കുറച്ചിലൊന്നും കാണിക്കുന്നത് നമ്മുടെ സമൂഹം തന്നെയാണ്. നേതൃത്വം കൊടുക്കുന്നവരിലാണ് ഇത് ഏറ്റവും കൂടുതൽ. അവര് ആ നേതൃത്വമാണ് നമുക്ക് പലപ്പോഴും പ്രശ്നമായിട്ട് വരുന്നത്. എന്നെ പോയ എന്ന് വിളിക്കുന്ന നേതൃത്വത്തിന്റെ സംസ്കാരമാണ് നമുക്ക് എപ്പോഴും, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അവനെ ഞാൻ എങ്ങനെ തിരുത്തുക? അയാളെ എനിക്ക് തിരുത്താൻ പറ്റുമോ? എനിക്ക് ബൈജുവിനെ തിരുത്താൻ പറ്റും, അല്ലെങ്കിൽ ബാബാജിയുടെ സംസാരിക്കാൻ പറ്റും. ഞാൻ ഹിന്ദു ഗർഭത്തിൽ ജനിക്കാത്തത് കൊണ്ട് കോയയായിട്ട് ഇന്ന് എന്നെ കരുതുന്ന ഒരു ഹിന്ദു ഉണ്ട്. അതല്ലേ ഏറ്റവും വലിയ ശാപം എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അയാളെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ ചോദ്യം ചോദിക്കുക പോലും ചെയ്തു. ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് നമുക്ക് സമൂഹത്തിൽ. അതെല്ലാത്തിലും ഉണ്ട്. എങ്കിൽ പോലും ഹിന്ദു സമൂഹത്തിന് അത് കുറച്ച് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ അത് മാറിയിട്ട് ഈ പറയാൻ പരസ്പരം അംഗീകരിക്കുകയും
ഒരേ ഇരിപ്പിടങ്ങളായിട്ട് മാറുകയും ഈ ഏറ്റക്കുറച്ചിലില്ലാതെ സിംഹാസനവും കസേരയും എന്ന് പറയുന്ന അവസ്ഥ മാറിയിട്ട് കസേരകൾ മാത്രമാവുന്ന ഒരവസ്ഥ, പരസ്പരം അറിയുന്ന അവസ്ഥ. ഹിന്ദു സമൂഹത്തിനൊരു ഗുണമുള്ളത് ഈ ദൂഷ്യങ്ങളൊക്കെ മാറ്റാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പം ഈ പറയുന്ന ഇന്നടത്ത് നിൽക്കണമെന്നോ ഇന്നത് മാത്രം വിശ്വസിക്കണമെന്നോ ആരും അങ്ങനെ നിർബന്ധമില്ല. അത് വിശ്വസിച്ചില്ലെങ്കിൽ ഇതിന്റെ കുഴിച്ചിട്ടില്ലാന്നോ കത്തിക്കില്ലാന്നോ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് ഇരുന്നു കൊണ്ട് ഈ വൈവിധ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്തൊക്കെ വേണം, നമുക്ക് എന്തൊക്കെ ആവാം, അത് ഈ കുട്ടികൾ അറിയണ്ടേ. കുട്ടികൾക്ക് ഇടയിൽ ചണ്ടാള ബാബ വേറെയാണെന്നും രാമസിംഹൻ വേറെയാണെന്നും തോന്നലുണ്ടാവാൻ പാടില്ല എന്നൊരു ധാരണ നമുക്ക് വേണ്ടേ. അതിനൊരു വിദ്യാഭ്യാസം വേണം, അതിനൊരു പദ്ധതി വേണം. ആ പദ്ധതി ഉണ്ടാക്കാൻ എല്ലാവരും ഒരുമിച്ചിരിക്കണം. ഈ പറയുന്ന ഏറ്റവും താഴെ മുതൽ ഏറ്റവും വരെ ഒരുമിച്ചിരിക്കട്ടെ, ഒരുമിച്ചിരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു ക്രോഡീകരണം ഉണ്ടാവട്ടെ. എന്തൊക്കെ മനുഷ്യനെ അറിയണം, അങ്ങനെ ഒരു 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 മാറ്റം. ആ മാറ്റത്തിലേക്ക് പെട്ടെന്ന് അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു വരുന്നുണ്ട് എന്ന് തോന്നുന്നു. എൻ്റെ കുറെ കാലത്തെ യാത്രയിൽ അങ്ങനെ ഒരു പതിയെ ഒരു തലമുറ എല്ലാം അംഗീകരിച്ച് വരുന്ന അതിൻ്റെ ഇടയിൽ ഇത്തരം ഈ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ തുരങ്കം വെക്കുമ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള, ഇത് അപകടമാണ്, അവർ നിങ്ങളുടെ നന്മയ്ക്കല്ല തിന്മയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയാനുള്ള മാധ്യമങ്ങൾ ഇല്ലാതെ പോകുന്നു. ദുഃഖമുണ്ട് ചിലപ്പോ. എന്നെന്ത് ഇപ്പൊ ഞാൻ ആലോചിച്ച് നോക്കൂ, എന്നെ ചർച്ചയിൽ വിളിക്കാറില്ല ഇപ്പൊ ജന ടി വി ഒന്നും. തീവ്ര ഹിന്ദു നിലപാടാണ് എൻ്റെ പറഞ്ഞത്. അപ്പൊ അവിടെ പോലും നമുക്ക് നമ്മുടെ ചിന്തയിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെള്ളം ചേർക്കൽ വേണം നമ്മുടെ ചിന്തയിൽ. നമ്മൾ മതേതരനാവണം. ഈ മതേതരം എന്ന് പറയുന്ന അതേ വാക്കാണ് ഇപ്പൊ ഈ പറയുന്നത് ഇവരുണ്ടത്. നമുക്ക് ഈ ഹിന്ദു ആവാൻ എന്താണ് എന്നല്ല, മതേതരനാവണം. ഒരു ഹിന്ദു ഏകീകരണം അല്ലെങ്കിൽ ഹിന്ദു എന്തൊക്കെ ആവാം ഹിന്ദുവിന് എന്നല്ല, മതേതരനാവണം. നീ മാപ്പിളയെ സൂചിപ്പിക്കണം, നീ ക്രിസ്ത്യാനിക്ക് പഠിക്കണം, അവരെ വേദനിപ്പിക്കരുത്. ഹിന്ദുവിനെ വേദനിപ്പിച്ചു, ചണ്ടാളവാദം വേദനിപ്പിച്ചു, ഒരു കുഴപ്പമില്ലെന്നേ. ഇങ്ങനെ നിങ്ങൾ പരസ്പരം വേദനിപ്പിച്ചോളൂ, അപ്പുറത്തേക്ക് വേദന കിട്ടരുത്. ഇത് ഈ ഒരു കാര്യങ്ങൾ മാറ്റി കുത്തി നോക്കൂ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിന് പകരം നമ്മൾ പരസ്പരം വേദനിപ്പിക്കരുത് എന്നൊന്ന് ചിന്തിക്കുന്നു, പ്രശ്നം തീർന്നു. അതിനുള്ള ഒരു തയ്യാറെടുപ്പ്, അതിന് മനസ്സിലാക്കുക. സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നിട്ട് മീൻകറിക്ക് കൂട്ടി ചോറിട്ടിട്ടില്ലേ? അത് രാമൻ മാംസം കഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയോ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വാൽമീകി രാമായണത്തിൽ മാംസം കഴിച്ചിട്ട് ഞാൻ വായിച്ചു. നമ്മള് ചില പക്ഷത്തേക്ക് അയ്യോ അത് അശുദ്ധം ഇത് വിശുദ്ധം എന്ന് പറയുന്ന നമ്മൾ ഇതിന് സത്യത്തിനെ വളച്ചൊടിച്ചിട്ട് അതിന് ആ മാംസം എന്നുള്ളതിന്റെ അർത്ഥം ഇതല്ലാതെ കിഴങ്ങായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഇതൊക്കെയാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ മനുഷ്യര് ഒരു സംസ്കാരത്തിന്റെ കൂടെ വളർന്നു വരുന്നപ്പം മാംസ ബുക്കുകൾ ഉണ്ടാവാം, സസ്യ ബുക്കുകൾ ഉണ്ടാവാം, വിവിധങ്ങളായിട്ടുള്ള രീതികൾ ഉണ്ടാവാം. ചിലർ കിഴങ്ങ് കഴിക്കാത്ത ജൈനന്മാര് അങ്ങനെ ഉണ്ടല്ലോ, പണ്ടിന്റെ അടിയിൽ നിന്നൊന്നും കഴിക്കാത്തവരുണ്ട്, 7 മാസം കഴിക്കുന്നവരുണ്ട്. ഇതൊക്കെ അവരുടെ ജീവിത ആചാരങ്ങളുമായി കുലവുമായിട്ട് ബന്ധപ്പെട്ടതാ. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പോവുക, എല്ലാത്തിനും അംഗീകരിച്ചുകൊണ്ട് പോവുക, എല്ലാത്തിനെയും മനസ്സിലാക്കുക, അതിലെ ഏറ്റക്കുറവുകൾ കാണാതിരിക്കുക. ധർമ്മം എന്ന് പറയുന്നത് ഇപ്പം ചണ്ടാള ബാബയുടെ ധർമ്മം തന്നെയാണ് എന്റെ ധർമ്മം അല്ലേ. ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്താ? പരസ്പര പൂരകമായി സമമായി ഒരുമിച്ച് പോവുക, ഒരുമിച്ച് നന്മ ഉണ്ടാവുക, ഭൂമി നന്നാവുക, വായു നന്നാവുക, ജലം നന്നാവുക, എല്ലാം നന്നാവുക എന്നുള്ളത് തന്നെയാണല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് ധർമ്മത്തിന് ഞാൻ അർത്ഥം കൊടുത്തിട്ടില്ല. ഏതൊക്കെ എപ്രകാരം നിലകൊള്ളണമോ അത് അപ്രകാരം നിലകൊള്ളുന്ന ഏത് വ്യവസ്ഥയാണോ അതാണ് എന്റെ ധർമ്മം. ഒന്നിനും ഏറ്റക്കുറച്ചിന് പാടില്ല. ഒന്നിന്റെ പുറത്ത് നമ്മുടെ ഒരു കറുത്ത പൊട്ട് തൊടിക്കാതിരിക്കുക. എല്ലാത്തിനും ഒരേപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന, എന്നാൽ അതിന്റെ ചീത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനും പറ്റുന്ന ഒരു വ്യവസ്ഥ.
സമമായിട്ട് നിൽക്കുന്നതാണ്. ഈ സമമായിട്ട് നിൽക്കുമ്പോഴല്ലേ ധർമ്മം എന്ന് ആ വർക്കിന് അർത്ഥം ഉണ്ടാവുള്ളൂ. കയറി ഇറങ്ങി നിന്നാൽ പിന്നെ എന്ത് ധർമ്മമുള്ളത്? നമ്മളിങ്ങനെ പറയും ജലം നന്നാവട്ടെ, മരം നന്നാവട്ടെ, ചണ്ടാളം നന്നാവട്ടെ, എല്ലാവരും നന്നാവട്ടെ എന്ന് പറയുന്നിടത്തല്ലേ. അപ്പോൾ എല്ലാവരും നന്നാവട്ടെ എന്ന് പറയുന്നിടത്ത് ആ എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തട്ടെ. അതാണ് പ്രാർത്ഥന. ഈ തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അത് കഴിയട്ടെ. നമുക്കിതൊക്കെ വിട്ടിട്ട് കുഴിയും ഈ പറയുന്ന മുലയും ഒക്കെ വിട്ട്, മുല വെട്ടലും ഒക്കെ വിട്ടിട്ട് ഇതിനെ ഒന്ന് എല്ലാ പരസ്പരം അറിഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വരാതിരിക്കില്ല. ഭിന്നമല്ല. കാരണം നമ്മള് ഈ തേച്ച് മിനിക്ക് ഇത്ര എത്തിയില്ലേ, നശിച്ചു പോകേണ്ടതായിരുന്നില്ലേ പണ്ടേ. എന്നിട്ടും നശിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് ഒരു കാലത്ത് എന്നെങ്കിലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ആ സ്വപ്നമാണ് നമ്മൾ നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും നമുക്കിടയിൽ ഇതേപോലെ കുഴി കുത്തിയോ മണ്ണ് മാന്തിയോ ഒന്നും വേണ്ട. ഓരോന്നും ആ കുഴി കുത്തി അവന് ഇഷ്ടപ്പെടുന്ന കുഴി കുത്തി കഴിച്ചോട്ടെ. ഇല്ലാത്ത ബാബാജി പറഞ്ഞ പോലെ എല്ലാത്തിനും അങ്ങനെ അംഗീകരിച്ചു പോയിക്കോളൂ. അങ്ങനെ അംഗീകരിച്ചിട്ട് ഓരോ ആചാരങ്ങൾ, ഇപ്പൊ ബാബാജിയുടെ ആചാരങ്ങള് പറഞ്ഞ ചൂരില്, ആ ചൂരില് രാജാവിന്റെ അടുത്ത് എത്തുമ്പം ഇതാവും ഇല്ലേ. ചൂരില് കാട്ടിൽ നിൽക്കുമ്പോൾ ഒരു ചൂരിലാകും. അതേ കസേരയായ കസേരയാണ്. ആ ബാബാജിയുടെ അടുത്തുമ്പോൾ അതിന് വേറെ അർത്ഥം വരുന്നു. അതേ സാധനം സ്കൂളിലെ മാഷെടുത്തെത്തുമ്പോൾ വേറെ അർത്ഥം വരുന്നു. അത് പിണറായി വിജയന്റെ അടുത്തെത്തുമ്പോൾ വേറെ അർത്ഥം വരുന്നില്ലേ. ഇപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരിക്കില്ല ചൂരലിന്. അപ്പൊ ഈ ഭിന്നങ്ങളായത് ഏതെങ്കിലും ഒരു തള്ളി എത്തുമ്പോൾ അതിന് ഭിന്ന അർത്ഥം വരുന്നത്. അപ്പൊ ഒന്നിനും നിരാകരിക്കുക അല്ലെങ്കിൽ ഇല്ലാണ്ട് പോകുന്നില്ല. എല്ലാത്തും വെവ്വേറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ എല്ലാവരും ഇത് പഠിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ എല്ലാം ഒന്ന് കൂട്ടിച്ചേർക്കാവുന്ന ഈ പൊട്ടിപ്പോയ ഇഴകളൊക്കെ ഒന്ന് കൂട്ടിച്ചേരട്ടെ, നല്ലത് വരട്ടെ, അത്രേ പറയാറുള്ളൂ. എന്തായാലും നടൻ കൃഷ്ണകുമാർജി സത്യത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പറഞ്ഞു കേട്ട കഥയാവാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിന്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കുഴികുത്തിയ കഞ്ഞി കുടിക്കാൻ ആ ഒരു പ്രായം ഇല്ല എന്നാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. എന്തോ അദ്ദേഹം പറഞ്ഞു കേട്ടത് എന്തോ ആവട്ടെ, അദ്ദേഹം അങ്ങനെ കഞ്ഞി കുടിക്കുന്ന അവരുടെ കൂടെ അത് കുടിക്കാൻ കൊതിയുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം വല്ല കുഴിമന്തിയോ ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കണം എന്നാണ് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവുകയായിരുന്നില്ല. പക്ഷെ ഈ ഇപ്പോൾ അധസ്ഥിത വർഗം അതല്ലെങ്കിൽ മേലാള വർഗം എന്ന് തരംതിരിക്കപ്പെട്ട ആ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാർക്കാണ് ഇനി വീണ്ടും കുഴി കുത്തി കഞ്ഞി കുടിക്കണമെന്ന ചോദ്യവുമായി അദ്ദേഹത്തെ ഇകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആ നല്ല ചിന്തയെ പോലും ചവിട്ടി മതിക്കുന്നത്. അതിന് അന്തിയും ആദ്യവും കട്ട് ചെയ്തുകൊണ്ട് ആ പ്രചരിപ്പിക്കുന്ന ആ വീഡിയോ, എന്തായാലും ആ വീഡിയോ തന്നെയായിരുന്നു നമ്മുടെ ആ ഒരു അടിസ്ഥാനം ഈ ചർച്ചയ്ക്ക് എന്നത് പറയാതിരിക്കാനാവില്ല. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് ശങ്കരന്റെ ഗുരു ചണ്ടാളനായിരുന്നു എന്ന് മാത്രമാണ്. അതല്ലാതെ വേറൊന്നും ഇവിടെ കൂട്ടിച്ചേർക്കാനില്ല. എന്തായാലും നമ്മുടെ ഈ ചർച്ചയിൽ കൃത്യമായിട്ടും ബാബാജി ആയാലും രാമസിംഹൻജി ആയാലും കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എല്ലാ വിവരങ്ങളും എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് ഒരുപാട് നിർത്തിയുണ്ട്. തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് 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 രാം ശ്രീരാം.